ഹലോ ഹായ്, വെൽക്കം ടു ഇത് നല്ല കൊമേഡി. ഞാൻ നിങ്ങളുടെ ഹോസ്റ്റ് മിസ്റ്റർ ദിഗംബരൻ. വെൽക്കം ടു അവർ മലയാളം പോഡ്കാസ്റ്റ് ബിഗ് ബോസ് എപ്പിസോഡ് നമ്പർ 3. ആദ്യമേ തന്നെ സ്പോട്ടിഫൈയിൽ ഞങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ഒരു സ്പെഷ്യൽ താങ്ക്സ്. ഞങ്ങൾക്കിപ്പോൾ അവിടെ 6 സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. അപ്പം സബ്സ്ക്രൈബ് ചെയ്തിരിക്കുന്ന എല്ലാവർക്കും ഒരു സ്പെഷ്യൽ താങ്ക്സ്. ഞങ്ങളിപ്പോൾ സ്പോട്ടിഫൈയിൽ മാത്രമല്ല, ആമസോൺ മ്യൂസിക്കിലും ആപ്പിൾ മ്യൂസിക്കിലും യൂട്യൂബ് മ്യൂസിക്കിലും അവൈലബിൾ ആണ്. യൂട്യൂബിൽ ഞങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട സബ്സ്ക്രൈബേഴ്സിന് വളരെ നന്ദി. ഇപ്പോൾ 42 സബ്സ്ക്രൈബേഴ്സ് ആയിട്ട് നിങ്ങൾ വളർന്നിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങളുടെ ഈ ലെങ്തി വീഡിയോസ് ഒക്കെ കണ്ട് നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നതിന് നിങ്ങൾക്കൊരു സ്പെഷ്യൽ താങ്ക്സ്. യൂട്യൂബിലുള്ളവർക്ക് വേണ്ടിയിട്ട് ഞാൻ കമ്മ്യൂണിറ്റി ടാബിൽ ഇടയ്ക്കിടെ നിങ്ങളുടെ ചാനലിൽ നിന്ന് പോസ്റ്റുകൾ ഇടാറുണ്ട്. ഏതെങ്കിലും എപ്പിസോഡ് അപ്ലോഡ് ചെയ്യാനായിട്ട് വൈകിട്ടുണ്ടെങ്കിൽ അത് ഞങ്ങൾ സ്പോട്ടിഫൈയിൽ, അതായത് എഡിറ്റിംഗ് പ്രോസസ്സ് കാരണം ചിലപ്പോൾ എപ്പിസോഡ് കറക്റ്റ് സമയത്ത് അപ്ലോഡ് ചെയ്യാനായിട്ട് വൈകിട്ടുണ്ടാകും. പക്ഷെ എന്നാലും ഞങ്ങൾ ആ എപ്പിസോഡ് സ്പോട്ടിഫൈയിൽ ഇട്ടിട്ടുണ്ടാകും. അപ്പോൾ അതിൻ്റെ ലിങ്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമ്മ്യൂണിറ്റി ടാബിൽ ഞങ്ങൾ ഇടാറുണ്ട്. അപ്പോൾ അവിടെ ഇടയ്ക്കിടയ്ക്ക് ചെക്കൗട്ട് ചെയ്യാം. പിന്നെ കമ്മ്യൂണിറ്റി ടാബിൽ ഞാൻ മറ്റൊരു പോൾ ഇട്ടിട്ടുണ്ട്. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഇട്ടിരിക്കുന്ന പോസ്റ്റ് അല്ല, അതിന് മുമ്പത്തെ ഒരു പോസ്റ്റ് കാണും. അതിങ്ങനെ, അതായത് ഞങ്ങളുടെ ചാനലിൽ നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഹോസ്റ്റ് ഞാനാണ്. ഞങ്ങൾ 3 പേരിൽ ആരെയാണ് നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടതെന്ന് വെച്ചാൽ അത് വോട്ട് ചെയ്ത് വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. 8 പേര് ഇത്തവണ വോട്ട് ചെയ്തിട്ടുണ്ട്. 8 പേര് വോട്ട് ചെയ്തിട്ടുള്ളതിൽ 6 പേരും UDC കുമാരിക്കാണ് വോട്ട് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ആരോ ഒരാൾ ദയവ് തോന്നി എനിക്ക് വോട്ട് ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന് വലിയ താങ്ക്സ്. മറ്റൊരാൾ 3 പേർക്കും വേണ്ടി വോട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ എന്നെയും ചക്രപാണിയെയും വോട്ട് ചെയ്ത് വിജയിപ്പിക്കണമെന്നും UDC കുമാരിയെ പൊട്ടിച്ച് കയ്യിൽ കൊടുക്കണമെന്നും ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ആ പോൾ അവിടെ എന്നും കാണും കേട്ടോ. നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ചെക്കൗട്ട് ചെയ്യാം. ഞാൻ ഓരോ എപ്പിസോഡിലും വേണമെങ്കിൽ ഓർമ്മിപ്പിക്കാം. അപ്പൊ കമ്മ്യൂണിറ്റി ടാബ് ചെക്ക് ചെയ്യുക. പിന്നെ ഞങ്ങളുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഹാൻഡിലൊക്കെ ഞങ്ങൾ കൊടുത്തിട്ടുണ്ട് ബോട്ട് സെഷനിൽ, അതും ചെക്കൗട്ട് ചെയ്യുക. അപ്പോ ഇന്ന് എന്റെ കൂടെ ഉള്ളത് UDC കുമാരിയാണ്. വെൽക്കം ടു ദി ഷോ. താങ്ക് യു. എനിക്ക് ആക്ച്വലി ഇച്ചിരി പനിയുണ്ട്. അപ്പം എൻ്റെ സൗണ്ട് മാറിയിട്ടുണ്ട്, അല്ലെങ്കിൽ അതിലെന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ കേൾക്കുന്നവർ ക്ഷമിക്കുക. പനിയായിരുന്നു. ഇവിടെ എല്ലാവർക്കും കാലാവസ്ഥ വ്യതിയാനം കാരണം പനി പിടിച്ചിരിക്കുകയാണ്. അത് ചക്രപാണി അണ്ണനും അത് തന്നെയാണ് കേട്ടോ. ചക്രപാണി അണ്ണന് പനി പിടിച്ച് വയ്യാതെ ഇരിക്കുകയാണ് ആഴ്ചകളായിട്ട്. ഞാൻ പിന്നെ റിക്കവർ ചെയ്തു. അണ്ണൻ്റെ സൗണ്ടോട് അടിച്ചു പോയി എന്നാണ് കേട്ടത്. സോ എന്തെങ്കിലും കേൾക്കുന്നവർക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക. വയ്യാതെ ഇരിക്കുന്ന ഗൾഫ് മലയാളികൾക്ക് എൻ്റെ സഹതാപം. ഐ എം വിത്ത് യു. അവന്റെ ആടുജീവിതത്തിലൂടെ അവൻ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അപ്പൊ നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ബിഗ് ബോസ് എപ്പിസോഡാണ്. ഞങ്ങളെ ആദ്യത്തെ 2 എപ്പിസോഡുകൾ ചെയ്തായിരുന്നു. അപ്പം ഇത് ആദ്യത്തെ ഒരു 9 എപ്പിസോഡ് വരെ എന്തോ ചെയ്തിട്ടുണ്ട്, 2 വീഡിയോകളായിട്ട്. അപ്പൊ അത് ചെക്കൗട്ട് ചെയ്യാം. ആദ്യത്തെ വീഡിയോ ആണെങ്കിൽ ഹിറ്റടിച്ച് മണക്കുറ്റി പോലെ ഇങ്ങനെ അങ്ങ് പൊക്കോണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് വിജയിപ്പിച്ചതിന്, വമ്പൻ ഹിറ്റാക്കി തന്നതിന് നിങ്ങൾക്കെല്ലാം വലിയൊരു നന്ദി. രണ്ടാമത്തെ വീഡിയോ നിങ്ങളൊന്ന് ചെക്കൗട്ട് ചെയ്ത് അതുപോലെ തന്നെ സപ്പോർട്ട് കൊടുക്കുക. കാര്യം ഞങ്ങളിപ്പോൾ ഒരുപാട് ഇച്ചിരി പുറകിലാണ് ഞങ്ങള്. കാര്യം കണ്ടിന്യൂസ് ആയിട്ട് ഞങ്ങൾക്ക് ചെയ്യാനായിട്ട് പറ്റിയില്ല. ഇടയ്ക്കൊരു ഈസ്റ്റർ സ്പെഷ്യലൊക്കെ ആയിട്ട് ഒരാഴ്ചത്തെ ഗ്യാപ്പ് ഒക്കെ വന്നിട്ടുണ്ട്. 1 2 ഒന്നാണെന്ന് തോന്നുന്നു. ഈസ്റ്റർ കഴിഞ്ഞ് വിഷു വന്നുള്ള അവസ്ഥയായി. എന്നാലും നോയമ്പൊക്കെ മുറിച്ച് സാരമില്ല. കഴിഞ്ഞപ്പോഴത്തേനും ഞങ്ങൾക്ക് രണ്ടുപേർക്കും പനി പിടിച്ചു. പിന്നെ ഞങ്ങൾ അങ്ങനെ മുന്നോട്ടങ്ങ് പോയില്ല. ഒരുപാട് 2 ആഴ്ചത്തോളമായെന്ന് തോന്നുന്നു ഒരു വീഡിയോ വന്നിട്ട്. അപ്പൊ ഇത് ലേറ്റസ്റ്റ് ബിഗ് ബോസിന്റെ ഇതിന് ആവില്ല. അത് മിക്കവാറും ലാലേട്ടന്റെ ഈ ആഴ്ചത്തെ എപ്പിസോഡൂടെ കഴിയുമ്പോഴത്തേക്ക് ഞങ്ങളത് ക്യാച്ചപ്പ് ചെയ്ത് വരുന്നുണ്ട്. ഇനിയിപ്പോ ലാലേട്ടന്റെ എപ്പിസോഡ് ഈ 2-3 ദിവസത്തെ എപ്പിസോഡൂടെ ഏതാണ്ട് കൂടെ ഉണ്ട് അത് കവർ ചെയ്യാനായിട്ട്. അതുകൂടെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഉടനെ തന്നെ അടുത്ത ഇതൂടെ ഇടാം. അപ്പൊ ഇത് അതിന് മുമ്പ് വരെയുള്ള എപ്പിസോഡ് 10 തൊട്ട് 21 വരെ ഏതാണ്ടുള്ള ഒരു മെഗാ പരമ്പരയാണിത്. അപ്പൊ അത് അതിന്റെ ദൈർഘ്യം അനുസരിച്ച് ഒരു പാർട്ടായിട്ടോ 2 പാർട്ടായിട്ടോ വരുന്നതായിരിക്കും.
എനിവേസ് അപ്പൊ നമുക്ക് കൂടുതൽ ആമുഖങ്ങളില്ലാതെ അല്ല ഐ മീൻ ആമുഖങ്ങളെല്ലാം കഴിഞ്ഞ സ്ഥിതിക്ക് നമുക്ക് ഇനി എപ്പിസോഡിലേക്ക് കിടക്കാം. അപ്പോൾ എന്താണ് അത് രണ്ടോ മൂന്നാഴ്ചത്തെ നമ്മളിങ്ങനെ രണ്ടാഴ്ചത്തെ കമ്പൈൻ ചെയ്ത് പറയുന്നത് കൊണ്ട് നമുക്ക് ഓരോ എപ്പിസോഡിന്റെ ഹൈലൈറ്റുകൾ പറഞ്ഞു പോവാം അല്ലെ. പിന്നെ അപ്പൊ എന്താണ് എപ്പിസോഡ് 10ന്റെ സ്പെഷ്യാലിറ്റീസ് കുമാരി പറയും. എപ്പിസോഡ് 10ന്റെ സ്പെഷ്യാലിറ്റി എന്താന്ന് എനിക്ക് ഓർമ്മയുണ്ടോ? മറ്റേ ഈ 3 പേരെ 3 ടീമിൽ നിന്ന് എടുത്തിട്ട് അവരെല്ലാരും കൊച്ചു പിള്ളേരായിട്ട് ഡ്രസ്സ് ഇടിപ്പിച്ചിട്ട് വരുന്ന ഒരു മികച്ച ഒരു ആ, ആ, എപ്പിസോഡില്ലായിരുന്നു? ആ, അതാണ് ആ, 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 ആ. ഞാൻ നല്ലായിരുന്നു. ഓർക്കുന്നു. ഒരു അതില് അപാകതയായിരുന്നു. ശ്രീരേഖയുടേത് ആ, കൊള്ളായിരുന്നു അല്ലെ. ശ്രീരേഖ മാത്രം ആ, ശ്രീകുട്ടി 6 വയസ്സുള്ള പുള്ളിക്കാരി ശ്രീകുട്ടി ഒക്കെയാണ്. അഭിനേത്രിയാണല്ലോ, അതുകൊണ്ടായിരിക്കാം. ആ പിന്നെ ആ ഉള്ളത് പിന്നെ ഇത് ജാസ്മിനും പിന്നെ നമ്മുടെ യമുനേച്ചിയായിരുന്നെന്ന് തോന്നുന്നു. അതായത് പവർ ഉം, ടീമിലുള്ള അംഗങ്ങളാണ് കുട്ടികളായിട്ട് വരുന്നത്. എന്നിട്ട് ഓരോ ടീമിന് ഓരോ കുട്ടീനെ കൊടുക്കും. എന്നിട്ട് ഓരോ കുട്ടിക്കും ഓരോ ആ, എന്താണ് ക്യാരക്ടറിസ്റ്റിക്സും കാണും. ഇപ്പൊ ഒരു കുട്ടി ഫോർ എക്സാമ്പിൾ ശ്രീരേഖ കുട്ടിയാണെങ്കിൽ ഭയങ്കര എന്താണ് ഒട്ടും സാറ്റിസ്ഫൈഡ് അല്ലാത്ത കുട്ടിയാണ്. എന്ത് കൊടുത്താലും പുള്ളിക്കാരി ഇച്ചിരി ഇറിറ്റേറ്റഡ് ആയിട്ടിരിക്കുന്ന ആ കുട്ടിയാണ്. അതാണ് ഇതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേ പവർ ടീമിലേക്ക് കയറാനുള്ള ചാലഞ്ചാണ്. അപ്പം ഈ കുട്ടികളെ എല്ലാരെയും സാറ്റിസ്ഫൈഡ് ആയിട്ടും ഹാപ്പി ആയിട്ടും വെക്കുന്ന ടീമാണ് പോയിന്റ് കിട്ടി വിജയിക്കുക. അങ്ങനത്തെ രീതിയിലായിരുന്നു. പക്ഷെ അതില് ആഹ് എനിക്ക് തോന്നുന്നു ടീം നെസ്റ്റ്, അതായത് സിജോയുടെ ഒക്കെ ടീമാണ് ശ്രീകുട്ടിയുടെ പുറകെ പോയത്. അപ്പൊ ശ്രീകുട്ടിയുടെ പുറകെ പോയപ്പോൾ ശ്രീകുട്ടിയുടെ അച്ഛനായിട്ട് ശരണ്യയും അമ്മയായിട്ട് നമ്മുടെ ശ്രീതു, എന്റെ പേഴ്സണൽ ഫേവറേറ്റ്, എന്റെ തമിഴ് പൈതൽ. ആ നിൽക്കുന്നേ. ആവു ആവു, അറിയാം. പ്രത്യേകിച്ചൊന്നും ചെയ്യുന്നില്ലാത്തോണ്ടാ എന്തോ. അല്ല എനിക്ക് തമിഴിനോട് ഒരു പ്രത്യേക വീക്ക്നെസ് ഉള്ളത് കൊണ്ടാണ് ഇപ്പം ശ്രീതു ആണ് അമ്മയായിട്ട് വന്നത്. പിന്നെ നമ്മുടെ സുരേഷ് ജി താത്ത, അദ്ദേഹം ഗ്രാൻഡ് പേ ആയിട്ട് വരുന്നുണ്ട്. നോറയാണ് ഗ്രാൻഡ് ആയിട്ട് വരുന്നതെന്ന് തോന്നുന്നു. അപ്പം സിജോ അവര് ഐസ്ക്രീം എടുത്തിട്ട് ശ്രീകുട്ടീനെ സന്തോഷിപ്പിക്കാൻ വേണ്ടിട്ട് ഫ്രിഡ്ജിൽ നിന്ന് ഐസ്ക്രീം എടുത്ത് ആ തീറ്റിക്കുന്നുണ്ട്. എപ്പിസോഡായിരുന്നു വനിലയാണ്. ഇതല്ലേ, ഐസ്ക്രീം ആ എപ്പിസോഡ്. ഐസ്ക്രീം ഫൈറ്റ്. അതെ അതെ എന്തൊരു അതെ ഐസ്ക്രീം ദാരിദ്ര്യം വരുന്ന പിടിച്ച എപ്പിസോഡ്. ബിഗ് ബോസ് ആണോ ഇത്? എനിക്ക് അറിഞ്ഞൂടാ. അല്ല ഇപ്പൊ ആഹാരത്തെ വന്ന് പറ്റിയിട്ട്. വന്ന് വന്നേ വന്ന് പല പല അടിയിടുന്ന കാരണങ്ങളൊക്കെ ഇച്ചിരി അങ്ങോട്ട്. ഇത് പിന്നെയും കുഴപ്പമില്ല. ഐസ്ക്രീം ഒക്കെ ആ ആഴ്ച കണ്ടുകൊണ്ടിരുന്നപ്പോ ഐസ്ക്രീം ആ ഇച്ചിരി ബുദ്ധിമുട്ടായിരുന്നു. ബുദ്ധിമുട്ടായിരുന്നു. പക്ഷെ പിന്നീടുള്ള ആഴ്ചകളിലേക്ക് വരുമ്പോഴത്തേക്ക് അതിലും നല്ല ബുദ്ധിമുട്ടേറിയ പാട്ടായിരുന്നു. ചില ഉണ്ട് വിഷയങ്ങളൊക്കെയാണ്. ഉണ്ട് ഉണ്ട് അത് ചിലപ്പം കുറച്ച്. ഈ ആഴ്ചത്തെ ഇതില് ചിലപ്പോൾ ലാലേട്ടൻ വരുമ്പോ ചോദിക്കുമായിരിക്കും. അപ്പൊ ഈ ആഴ്ച എന്തോ വൈൽഡ് കാർഡ് എൻട്രി ഒക്കെ ഉണ്ടെന്നൊക്കെയാണ് പറഞ്ഞത്. അപ്പൊ നമ്മൾ ആ എപ്പിസോഡുകളൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് അതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയാം. നമ്മുടെ സീക്രട്ട് ഏജന്റ് ഒക്കെ ഉണ്ടാവും എന്നൊക്കെ പറയുന്നു. അത് അറിയത്തില്ല. കണ്ടു നോക്കാം. അപ്പം ഐസ്ക്രീം ഫൈറ്റ് നടന്ന അന്ന് ആ ആഴ്ചയാണ്. പക്ഷെ അത് ശ്രീകുട്ടിക്ക് അവര് വെനില ഐസ്ക്രീം എടുത്ത് തീറ്റിച്ചപ്പം പ്രശ്നം ഉണ്ടായില്ല. ഉം ഉം. ഇത് കഴിഞ്ഞിട്ടാണ്, അതായത് ഈ മറ്റേ ജാസ്മിന്റെയും യമുനയുടെ ഒക്കെ ടാസ്കിൽ അവര് റോക്കിയൊക്കെ എന്താ പൈററ്റ്സ് ഓഫ് ദ കരീബിയൻ പോലെ ഏതാണ്ട് കടൽ കൊള്ളക്കാരുടെ എന്തോ വേഷം കെട്ടിട്ടാണ്. പക്ഷെ നെക്സ്റ്റ് ടീം മാത്രമേ അത് പ്രോപ്പർ ആയിട്ട് ചെയ്തുള്ളൂ. അവര് കാര്യം ഐസ്ക്രീം ഒക്കെ തീറ്റിച്ച് അറ്റ്ലീസ്റ്റ് അവരൊന്ന് ഹാപ്പി ആക്കാൻ നോക്കി എന്ന് വേണേ പറയാം. മറ്റവര് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റോക്കിയുടെ ടീം അവര് കൊള്ളക്കാരായതുകൊണ്ട് തന്നെ കൊച്ചിനെ ഹാപ്പി ആക്കുന്നതിന് പകരം കൊച്ചിനെ ടോർച്ചർ ചെയ്യാനാണ് നോക്കിയെന്ന് ഓ, തോന്നുന്നു. ഈ അതായത് എപ്പിസോഡ്സ് ഒന്നും ഇവർക്ക് ഞാൻ കണ്ടിട്ടില്ല. ഞാൻ മറ്റേ ഇതിന്റെ പ്രോപ്പർ ആയിട്ടുള്ള ചാനലിൽ ആ വരുന്ന എപ്പിസോഡ്സ് മാത്രമേ കണ്ടിട്ടുള്ളൂ. എപ്പിസോഡായിട്ട് അതില്ല. അതെനിക്കൊന്ന് ലൈവിൽ ഏതാണ്ടാന്ന് തോന്നുന്നു വന്നത്. അപ്പൊ അത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവര് അങ്ങനെ ഞാൻ കേട്ട ഇതിന്റെ അകത്ത്, അതായത് ഇവരൊന്നും അത് പ്രോപ്പറായിട്ട് അത് ചെയ്തില്ല. കാര്യം ഇവർക്ക് പലപ്പോഴും ടാസ്ക് കൊടുക്കുന്ന എന്താണെന്ന് അവർക്ക് മനസ്സിലാവുന്നില്ലെന്ന് തോന്നുന്നു. അപ്പൊ അങ്ങനത്തെ എന്തോ ഇഷ്യൂ ആണ്. അത് അപ്പം മറ്റേത് വേറൊരു രണ്ടുപേരും ആ ഇപ്പൊ ഈ പവർ ടീമിന്റെ കാര്യം പറയുകയാണല്ലേ, പവർ ടീമിന് എങ്ങനെ പവർ ഉപയോഗിക്കേണ്ടെന്ന് ബിഗ് ബോസ് ഇപ്പൊ പറഞ്ഞു ബിഗ് ബോസിന് തന്നെ മടുത്തെന്ന് തോന്നുന്നു. കാരണം അവർക്ക് അറിയത്തില്ല അതെങ്ങനെ യൂട്ടിലൈസ് അല്ല ചെയ്യേണ്ടതെന്ന്. അത് അത് ഈ 3-4 ആഴ്ചയായിട്ട് ഇവർക്ക് ഇങ്ങോട്ട് മനസ്സിലായിട്ടില്ല എന്താ പവർ ടീമെന്നോ അതിന്റെ എങ്ങനെ യൂസ് ചെയ്യണ്ടെന്നൊക്കെ. ആ കാര്യം ഇവര് ഇപ്പൊ ആദ്യത്തെ പവർ ടീമിന്റെ വലിയ പരാതി അവര് തമ്മിൽ യൂണിറ്റി ഇല്ല, മറ്റേതില്ല മറിച്ചില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ്. പിന്നീട് പവർ അതിലെല്ലാവരും ടീം ആയവരും തമ്മിൽ അതുപോലെയൊക്കെ തന്നെയാണ്. അല്ല എന്നിട്ട് ഇവർക്ക് എക്സ്പ്ലനേഷൻ കൊടുക്കുകയും ഇവരെടുക്കുന്ന തീരുമാനങ്ങൾക്ക് എക്സ്പ്ലനേഷൻ കൊടുക്കണം, അങ്ങനെ ചെയ്ത് അൺഫെയർ ആണെന്ന് പറഞ്ഞാൽ അവര് അതിന് സമ്മതിച്ചു കൊടുക്കുന്നു. അവരെന്തേലും തെറ്റ് ചെയ്താൽ അവര് പണിഷ്മെന്റ് എടുക്കുന്നു. അങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക. അങ്ങനെയൊക്കെ ചെയ്യുന്ന അല്ലല്ലോ പവർ ടീം. സർവാധികാരം കൊടുത്തു കഴിഞ്ഞിട്ട് ഇവരെന്തിന് ഇവരെ ബോധിപ്പിക്കുന്നു? ഇത് ഡെമോക്രസി അല്ലല്ലോ, ഇത് ഡിക്റ്റേറ്റർഷിപ്പ് അല്ലേ ഈ പവർ ടീമിന്റെ.
എന്നിട്ട് എന്താണ് അപ്പൊ അത് അവരാരും യൂസ് ചെയ്യുന്നില്ല. ചിലപ്പോ ഹൗസ് മേറ്റ്സിനെ എല്ലാം പ്രീതിപ്പെടുത്തി നിൽക്കാനുള്ള ഒരു ഇതിലായിരിക്കാം. പക്ഷേ ആ, എൻ്റെ ഇനി അഭിപ്രായത്തിലേ ഇവർക്ക് എന്താണെങ്കിലും ഇത്ര മനസ്സിലാകുന്നില്ല. എന്നാ പിന്നെ ബിഗ് ബോസ് പ്രോപ്പറായിട്ട് ഇവർക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കണ്ടേ? അതായത് ഇപ്പം പവർ ടീം ഒരു റൂൾ ഉണ്ടാക്കുകയാണ്. അത് പവർ ടീമിന് അല്ല ശരിക്കും അവരത് പാലിക്കേണ്ട കാര്യമില്ലല്ലോ. അവരവിടുത്തെ ഡിക്റ്റേറ്റേഴ്സ് അല്ലേ? അവരെന്തിനാണ് ഇത് പാലിക്കുന്നത്? അവരവരുടെ പ്രജകളെ പാലിപ്പിക്കുകയല്ലേ അവര് ചെയ്യേണ്ടത്? അല്ല ആണ്, പക്ഷെ സർവാധികാരമുണ്ട്, നിങ്ങൾ പറയുന്ന തീരുമാനങ്ങളൊക്കെ അന്തിമമായിരിക്കും എന്നൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് അത് മനസ്സിലാക്കി എടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഇവരൊന്നും മറ്റ് ബിഗ് ബോസുകളൊന്നും കാണാതെ വരുന്ന ആൾക്കാരുമല്ല. അവിടെ ഒന്നും ഈ പവർ ടീം പവർ റൂം എന്ന് പറഞ്ഞ സാധനം ഇല്ലെങ്കിലും ഇങ്ങനത്തെ എന്തെങ്കിലും സിമിലർ ആയിട്ടുള്ള പല ആക്ടിവിറ്റീസും നടക്കാറുണ്ട്. അല്ല പക്ഷെ ഇപ്പൊ നീ എന്തെങ്കിലും ഒരു പറഞ്ഞില്ലേ, അതായത് ഇതിനു മുമ്പത്തെ തമിഴ് ബിഗ് ബോസിൽ ഏകദേശം ഇതുപോലത്തെ ഒരു സാധനം ഉണ്ടായിരുന്നു. ഒരു പവർ ടീം പോലെയല്ല, ഒരു പവറിന്റെ എന്തോ ഒരു സാധനം ഉണ്ടായിരുന്നു. ഉണ്ട് ഉണ്ട്, അതിങ്ങനെ ഓരോ ടാസ്ക് പോലെ ഇങ്ങനെ വരുന്ന സമയത്ത് എന്തോ ആണ് അതിങ്ങനെ കൊടുക്കുന്നത്. അതായത് ഏഹ്, അവർക്കിപ്പോ എന്തെങ്കിലും ഒരു പാർട്ട് ഓഫ് എ ടാസ്കിന്റെ അതിന്റെ ജയിച്ചതിന്റെ ഇതായിട്ടോ എന്തെങ്കിലും ഒരു ഇതായിട്ട് അവർക്കൊരു പവർ കിട്ടുകയാണ്. ആ പവർ കിട്ടുന്നവർക്ക് ഇതുപോലെ ഓരോന്ന് മറ്റുള്ളവരെ കൊണ്ട് ചെയ്യിപ്പിക്കാം. അവര് അവര് പറയുന്ന പോലെയൊക്കെ മറ്റുള്ളവരെ അനുസരിക്കണം, അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടൊക്കെ ഉണ്ടായി. അല്ലെങ്കിൽ അത് ചിലപ്പോ ചിലതിൻ്റെ അകത്തൊക്കെ, അതായത് ആഹ് ഇങ്ങനെ ഒരു പർട്ടിക്കുലർ ടൈം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ലിമിറ്റ് ഉണ്ടാവും, അതുവരെ ഇങ്ങനെ അവർക്ക് മറ്റേ അൾട്ടിമേറ്റ് പവർ പോലെയൊക്കെ അവരെ കൊണ്ട് ഓരോന്ന് ചെയ്യിപ്പിക്കാം. പക്ഷെ അത് ചിലതൊക്കെ ഇപ്പം റെഡ് കാർപ്പറ്റ് വിരിക്കുക അങ്ങനെയൊക്കെ ഉള്ള ഓരോരോ പരിപാടികളൊക്കെ ചെയ്യുക, അല്ലെങ്കിൽ പാട്ട് പാടിക്കുക, അല്ലെങ്കിൽ ഏത്തടിക്കുക, ഒരുമാതിരി നമ്മൾ റാഗ് ചെയ്യുന്ന പോലത്തെ പരിപാടിയൊക്കെ ഏതാണ്ട് അതുപോലത്തെ സംഭവങ്ങളൊക്കെ അവിടെ അങ്ങനെയൊക്കെയായിരുന്നേ ചെയ്യാറുണ്ട്. അതൊരു ഫൺ ആയിരുന്നേനെ. പക്ഷെ ഇതിപ്പോ ഒരുമാതിരി എന്താ ഇവര് കാണിക്കുന്നത്? നമുക്ക് തന്നെ ദേഷ്യം വരും അത് ബിഗ് ഇവര് ബോസ്. ഇവര് പലപ്പോഴും കൊടുക്കുന്ന ശിക്ഷയൊക്കെ ആണെങ്കിലും നോക്കും, ഒരു 2 ദിവസത്തെ ഫ്ലോർ ക്ലീൻ ചെയ്യുക, ബാത്റൂം കഴിക്കുക. അത് കഴിഞ്ഞ ഇതൊക്കെ അവിടെ ദിവസം അല്ലെങ്കിലും ലാലേട്ടൻ വന്നിട്ട് പറഞ്ഞു, അത് പറഞ്ഞു നിങ്ങൾ ക്രിയേറ്റീവായിട്ട് ചെയ്യേ, നിങ്ങൾ ഈ പറഞ്ഞ ഓൾറെഡി അസൈൻ ചെയ്ത ടാസ്ക് വന്നിട്ട് പിന്നെയും കൊടുക്കാതെ ഗതി കെട്ടിട്ട് ലാലേട്ടൻ വന്നിട്ട് പറഞ്ഞു. എന്തൊരവസ്ഥയാണ്. അത് എന്താ പറയുന്നത്, ഇവര് അത് ഈ ഫ്ലോർ ക്ലീനിങ്ങും ബാത്റൂം ക്ലീനിങ് അല്ലെ വെസൽ വാഷിങ് ഇതൊക്കെ അവിടെ ഓൾറെഡി അവർ ചെയ്യുന്ന പണിയാണല്ലോ. അപ്പൊ അത് തന്നെ പിന്നെ ഒരാൾക്കായിട്ട് കൊടുക്കുക എന്ന് പറയുന്നത് അത്ര വലിയ രസമുള്ള പരിപാടിയല്ല. ഇനിയിപ്പോ അറിയില്ല, ഇനി അടുത്ത ആഴ്ചത്തെ പവർ ടീം വരുമ്പോൾ മാറ്റം ഉണ്ടാവുമോ എന്നുള്ളതൊക്കെ നോക്കണം. അപ്പൊ എന്താണേലും ഇത് കഴിഞ്ഞിട്ട് ഐസ്ക്രീം ഫൈറ്റ് ഉണ്ടായെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജാൻമണി അവിടെ ഇരുന്നിട്ട് ജാൻമണി അപ്സര ഉണ്ടായിരുന്നു. ജാൻമണി ഐസ്ക്രീം എടുത്ത് ഉം, ഒരു സ്പൂണോ അങ്ങനെ എന്താ ഒരു സ്കൂപ്പ് അങ്ങനെ എന്തോ ആണ് എടുത്തത്. എന്നിട്ട് എടുത്തിട്ട് അപ്സരയ്ക്ക് കുറച്ച് വായിൽ വെച്ച് കൊടുത്തു. ജാൻമണി ഇരുന്ന് തിന്നുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ ഗബ്ബർ വന്നിട്ട് ഐസ്ക്രീം ചോദിച്ചിട്ട് എടുക്കണമെന്നൊക്കെ പറഞ്ഞു. അതൊരു മര്യാദക്കല്ല, അവന് ഇച്ചിരി അവന്റെ ടോൺ ഇത്തിരി റോങ് ആയിരുന്നു. അപ്പൊ അത് പക്ഷെ അത് അവന് കിട്ടിയ ഐറ്റം ആണ്. അതായത് അതിന് മുന്നത്തെ ആഴ്ചയിൽ ലാലേട്ടൻ വന്നപ്പോ ചെയ്ത ഒരു ടാസ്കിന്റെ ഇതില് ജയിച്ച ടീമിന് കിട്ടിയതാണ് ഈ ഐസ്ക്രീം ഒക്കെ. അപ്പൊ അന്നേരം ജാസ്മിനും ഉണ്ട്, ജാസ്മിൻ എന്തോ സ്ട്രോബെറിയോ അങ്ങനെ എന്തോ ഫ്ലേവറാണ് കിട്ടിയത്. പക്ഷെ അത് പുള്ളിക്കാരിക്ക് മുഴുവൻ തിന്നാൻ പറ്റിയില്ല എന്നൊക്കെ പറഞ്ഞു. ഗബ്രിക്ക് കിട്ടിയ വെനിലയാണ് ഈ ജാൻമോണി എടുത്ത് കഴിച്ചത്. അത് ശ്രീരേഖയ്ക്ക് മറ്റവര് ടാസ്ക് ചെയ്തപ്പോ കൊടുത്തായിരുന്നു, അന്നേരം ഗബ്രി ഒന്നും പറഞ്ഞില്ല. അപ്പം അർജുനൊക്കെ പറയുന്നുണ്ടായിരുന്നു അവന്റെയൊക്കെ ആ, ഗബ്രി എടുത്തില്ലേ എന്ന് ചോദിച്ചു അർജുൻ അവനോട്, നീ എടുത്തില്ലേ എന്നുള്ള കാര്യം. അർജുൻ അത് ചോദിക്കാതെ നീയും ആ എടുത്തായിരുന്നല്ലോ, പിന്നെ നീ എന്തിനാ ഇപ്പൊ നീ ഇവരോട് എടുത്തായിരുന്നല്ലോ. പറയുന്നത്? പക്ഷെ അവൻ പറഞ്ഞല്ല, ഞാൻ ചോദിച്ചിട്ടാ എടുത്തത് എന്നുള്ളത്. കാര്യം അവരവിടെ എല്ലാരും ഷെയർ ചെയ്ത് കഴിക്കുന്നതായതുകൊണ്ട് അതൊരു വലിയ ഇഷ്യൂ ആക്കണ്ട എന്നുള്ള രീതിയിൽ. പക്ഷെ ഗബ്രിക്ക് ഈ ഫുഡിന്റെ കാര്യത്തിൽ അവൻ 2-3 അടി ഉണ്ടാക്കിയിട്ടുള്ളതിൽ ഫസ്റ്റ് അടിയാണെന്ന് തോന്നുന്നത്. ആ, അതെ അതെ അതെ, ആഹ് പുള്ളി ഇച്ചിരി വിയേർഡാണ് ആ കാര്യത്തിൽ കേട്ടോ. ഫുഡിന്റെ കാര്യത്തിൽ പുള്ളി ഇച്ചിരി ഓവർ കോൺസെൻട്രേറ്റഡ് ആണോ എന്ന് എനിക്ക് ഡൗട്ട്. പുള്ളി അല്ല പക്ഷെ അത് അന്ന് ആ, അതിന് മുന്നത്തെ ആഴ്ചയില്, അതായത് ലാലേട്ടൻ വന്ന എപ്പിസോഡിലാണ് ഇവൻ ഏതാണ്ട് ചോക്ലേറ്റ് എടുത്ത് വെച്ചെന്നും പറഞ്ഞുകൊണ്ട് ഏതാണ്ട് ആ, കാണിച്ചത്. അപ്പൊ ആ, അങ്ങനെ അടിച്ചു അപ്പൊ മാറ്റിയപ്പോ അന്നേരം അതില് ചോദിക്കേണ്ടത് പ്രശ്നമില്ല. ആർക്കെങ്കിലും കൊടുക്കാനാണോ നീ മോനെ അത് എന്ന് ചോദിച്ചു. ലാലേട്ടൻ ചോദിച്ചു. ആ അല്ല, നീ അത് എപ്പിസോഡ് കണ്ടുകൊണ്ടിരുന്നപ്പോഴും നീ പറഞ്ഞു ഈ ചോക്ലേറ്റ് അവൻ എടുത്തല്ലേ, എന്നിട്ടാണ് അവൻ ഇരുന്ന് ഐസ്ക്രീമിന്റെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആ, അത് ആരാണ്ട് പറഞ്ഞു. ജിൻഡോ ആരാണ്ട് അത് പറയുകയും ചെയ്തു മൂന്നാരും ഉം, പറഞ്ഞു. ഉം. അപ്പൊ അങ്ങനെ ഐസ്ക്രീം ഫൈറ്റ് ആണ്. പക്ഷെ അതിലൊരു ഉം, വേറൊരു കാര്യമുണ്ട് കേട്ടോ. ഇതിനകത്തിൽ അവന് കുറച്ച് ന്യായം ഉണ്ടായിരുന്നെന്ന് എനിക്ക് തോന്നി. കാരണം
ഇതിന് മുമ്പേ ഒരു ടാസ്ക് നടന്നായിരുന്നു. ആ ടാസ്കിൽ ജയിച്ച ടീമിനാണ് അന്നേരം ബിഗ് ബോസ് ഐസ്ക്രീം കൊടുത്തത്. അപ്പൊ അവന് ഐസ്ക്രീം ആണ്. ചാൻസ് അതെ അതെ കിട്ടിയ അതെ. ഐസ്ക്രീം ആണല്ലോ. അപ്പൊ ആ കാര്യം അല്ല പറയുമ്പോ ആണെങ്കിൽ നമുക്ക് പറയാം അവന്റെ കാര്യത്തിൽ ന്യായം ഉണ്ടെന്ന്. പക്ഷെ മറ്റേത് അതുപോലെയല്ല, മറ്റേത് അവൻ മോട്ടിച്ച് തിന്നതാണ്. അതായത് അതെ 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 അതെ. അല്ല, ഇതിൽ അവന്റെ ഭാഗത്തൊരു ചെറിയ ന്യായമുണ്ട്. പക്ഷെ എന്താണെന്നറിയോ, അവര് എന്തൊക്കെ പറഞ്ഞാലും ഫുഡ് ഒരാള് നമ്മുടെ മുമ്പിൽ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഇരുന്ന് സമയത്ത് കഴിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിലാണല്ലോ പറഞ്ഞത്. പക്ഷെ എന്നാലും അവന്റെ ഭാഗത്ത് ന്യായമുണ്ട്. പക്ഷെ അത് അവൻ പറഞ്ഞ ടോണിന്റെ ഇതിലാണെന്ന് തോന്നുന്നത്. അവിടെ ഒരു വലിയ ടോണിന്റെയും ഇഷ്യൂ ആയിട്ട് ടൈമിന്റെയും മാറി. പ്രശ്നമാണ്. അപ്പൊ ആ ടൈമിന്റെ കാര്യം സത്യം ടൈമിന്റെയും പറഞ്ഞാൽ പ്രശ്നമാണ്. അവിടെ നിന്ന് ആരോ പറഞ്ഞു. അപ്പൊ അവൻ പറഞ്ഞു പിന്നെ കഴിച്ചോണ്ടിരിക്കുമ്പോ അല്ല, കഴിച്ചു തീർന്ന് ഡൈജസ്റ്റ് ചെയ്ത് അപ്സര കഴിഞ്ഞിട്ടാണ് പറയുന്നത്. അപ്സരയാണെന്ന് അവസരം തോന്നുന്നു. അപ്സര ആയിരിക്കും. അപ്സര അവിടെ ഒരു ഇതുണ്ടായി. അപ്പം അപ്സരയ്ക്ക് ഒരു ചെറിയ പ്രശ്നം ഉണ്ടായി. അവര് പവർ റൂമിന്റെ അകത്ത് അവര് തന്നെ സംസാരിച്ചുകൊണ്ടിരുന്നപ്പം ജാസ്മിൻ ഇവനെ ഡിഫെൻഡ് ചെയ്തുകൊണ്ട് വരികയും ഗബ്രിയാണെങ്കിൽ അപ്സര പക്ഷപാതം കാണിച്ച് സംസാരിക്കുന്നു എന്നുള്ള കാര്യത്തിൽ അതുകൊണ്ട് പറഞ്ഞ അങ്ങനെ ഒരു അത്യാവശ്യം നല്ലൊരു നല്ലൊരു വൃത്തികെട്ടൊരു ഇഷ്യൂ ഇത്. ആയിരുന്നു. അതെ അതെ. അതെ അതെ അതെ. അതാണ് എപ്പിസോഡ് ഇത് പറഞ്ഞ് ഈ എപ്പിസോഡിന്റെ തീരുന്നതിന് മുമ്പ്, വൈൻഡപ്പ് ചെയ്യുന്നതിന് മുമ്പേ സിജോയുടെ ബോഡ്ലി ഹാം ഇവിടെ നിന്ന് തുടങ്ങുകയെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇതിനകത്ത് സിജോ മറ്റേ അങ്കിളാണല്ലോ നമ്മുടെ ശ്രീരേഖ കുറ്റിയുടെ. അപ്പം ശ്രീരേഖ അങ്കിളിന്റെ മണ്ടയ്ക്ക് നിന്ന് ആന കളിക്കുന്നൊക്കെ ഉണ്ട്. പുള്ളി അവിടുന്ന് നാണം കളിക്കുന്നു. അതെ പുള്ളി അതെ. അവിടുന്ന് അങ്ങ് ഒരുമാതിരി സിജോടെ കഷ്ടമുള്ള നടുപടിയാന്ന്. അവസ്ഥ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മണ്ടയ്ക്ക് കയറിയിരുന്നു. അവർക്ക് ഇത്ര വെയിറ്റ് ഇല്ലേ? അല്ല, പുള്ളി തന്നെയാ കേറാൻ പറഞ്ഞ അവിടെ നിന്ന് കൊടുത്തത് ആന കളിക്കാൻ വേണ്ടിട്ട്. എനിക്ക് പുള്ളിക്കാരി എനിക്ക് കേറി ഇരുന്ന് കഴിഞ്ഞപ്പോഴാണ് വെയിറ്റ് ഉണ്ടല്ലോ എന്നുള്ള സത്യം അവൻ തിരിച്ചറിഞ്ഞത്. പക്ഷെ അത് ക്യൂട്ടായിരുന്നു ശ്രീരേഖയുടെ ക്യൂട്ടായിരുന്നു, ക്യൂട്ടായിരുന്നു. അതെ അതെ അതെ. ഇവിടുന്നാണ് പക്ഷെ പുള്ളിക്ക് ഇത് ഇച്ചിരി തട്ടുകേട് സംഭവിക്കുന്നത്. ഐ മീൻ ഇത് അതിനൊരു കോസാന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ ഈ ഗബ്രിയുടെ ഫുഡ് പരാമർശങ്ങൾ പോലെ പാവ സിജോയ്ക്ക് തട്ടുകൾ കിട്ടുന്നതും. സിജോയ്ക്ക് എനിക്ക് തോന്നുന്നു ഈ ബിഗ് ബോസ് സീസണില് ഒരു ലക്കില്ല. ഐ മീൻ അതെ അതെ. അവസാനത്തെ ഇപ്പോഴത്തെ പുള്ളിയുടെ അവസ്ഥയൊക്കെ നോക്കുകയാണെങ്കിൽ ക്യാപ്റ്റനായി കഴിഞ്ഞിട്ടാണല്ലോ എന്തെങ്കിലും ഒരു പദവി കിട്ടുന്നതിന്റെ വക്കത്ത് വരെ എത്തിയിട്ട് പവർ ടീമിന്റെ ഇത് വന്നപ്പോഴും ക്യാപ്റ്റൻസിയുടെ ഇതൊക്കെ വന്നപ്പോഴും അങ്ങേ അറ്റത്ത് വരെ വന്നിട്ട് അങ്ങ് ഇല്ലാണ്ടായി പോകും. എന്നിട്ട് പിന്നെ ഒരെണ്ണം കിട്ടിക്കഴിഞ്ഞപ്പോഴാണെങ്കിൽ അതൊട്ട് അങ്ങോട്ട് യൂട്ടിലൈസ് ചെയ്യാനും പറ്റിയില്ല. പിന്നെ ഒരു ഗതികെട്ട ഒരു അനുഭവമാണ് പാവം സിജോയ്ക്ക്. അപ്പൊ അടുത്ത എപ്പിസോഡിലേക്ക് വരികയാണെങ്കിൽ നമ്മുടെ ജിൻഡോണിന്റെ മസ് ബെൻസ് ഒക്കെ ഉണ്ട്. പിന്നെ നമ്മുടെ അർജുൻ ജിൻഡോയുടെ കാര്യം എന്തോ. പറയുമ്പോഴാ ജിൻഡോയ്ക്ക് ഇപ്പൊ പുതിയൊരു ശീലം തുടങ്ങിയിട്ടുണ്ട്. അത് എനിക്ക് തോന്നുന്നു 10ാമത്തെ എപ്പിസോഡ് തൊട്ടാ തുടങ്ങിയെന്ന് തോന്നുന്നു. മറ്റേ ഈ കണ്ണാടിയെ നോക്കി നിന്ന് ചേഷ്ടകൾ കാണിക്കുക എന്നുള്ളൊരു ഒരു നവരസങ്ങള് കാണിക്കുന്ന പരിപാടി. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. വീരം രൗദ്രം അതൊക്കെ അത് ഇച്ചിരി അതൊക്കെ കാണിച്ചു. ഭീകരാണ്, അതൊന്ന് കണ്ടു നോക്കണം. ക്യൂട്ടല്ലേ ഇതൊക്കെ. അർജുൻ ആ എപ്പിസോഡിൽ എന്തോ റോങ് ആയിട്ട് എന്തോ പറയാൻ അതെന്താന്നറിയോ, വന്നു. നമ്മൾ ഈ ഫ്രണ്ട്സ് എല്ലാവരോടും ഇരിക്കുമ്പോഴത്തേന് നമുക്കത് ഇപ്പൊ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ നമ്മൾ ഇരിക്കുമ്പോൾ നമ്മൾ ഒരു മണിക്കൂർ 2 മണിക്കൂറാണ് ഇരിക്കുന്നത്. ബട്ട് സ്റ്റിൽ ആ സമയത്ത് പോലും നമുക്കതിന്റെ ആ ഒരു കമ്പാനിയൻഷിപ്പിന്റെ ആ ഒരു മൂർധന്യ അവസ്ഥയിൽ നമുക്ക് നമ്മളെ കൺട്രോൾ ആ ചെയ്യാൻ പറ്റാത്ത ചില പോയിന്റുകൾ എന്തോ കാണും. എന്തോ അവരെന്തോ അച്ഛൻ അവനെന്തോ ശ്രീതുവിന്റെ അച്ഛനായിട്ടോ അങ്ങനെ എന്തോ ചെയ്തുകൊണ്ടിരുന്നതിന്റെ ഇടയിലാണ് എന്തോ പറഞ്ഞത്. രണ്ട് മക്കളും കൂടെ അങ്ങനെ എന്തോ പറയാൻ വന്നു. പക്ഷെ പുള്ളി പിന്നെയാണ് ഓർത്തത് ബിഗ് ബോസ് ബിഗ് ആണല്ലോ ബോസ് ആണല്ലോ എന്ന് അത് ഞാൻ ഓർത്തതില്ല. പറയാൻ വന്നത്. നമ്മളിപ്പോ ഈ 2 മണിക്കൂറായിട്ട് നമുക്ക് ഇങ്ങനെ ചില സമയത്ത് ഇങ്ങനത്തെ പോയിന്റുകൾ വരാറുണ്ട്. പക്ഷെ അപ്പൊ അവന് 24/7 അവനെ ഇങ്ങനെ ക്യാമറ വെച്ച് ഇങ്ങനെ കഷ്ടത്തിൽ നമ്മുടെ ഫേവറേറ്റ് കണ്ടസ്റ്റന്റ് അർജുനാണ്. അത് നമുക്ക് ഈ എപ്പിസോഡിൽ പിന്നെ ഓർമ്മിപ്പിക്കേണ്ടതായിരിക്കും. കാരണം അർജുൻ ഞങ്ങളുടെ ക്ലാസ്മേറ്റ് പക്ഷെ ആയിരുന്നു. ഇപ്പൊ എന്റെ ഫേവറേറ്റ് ആണെന്ന് എനിക്കറിയില്ല. കൂടെ പഠിച്ചതുകൊണ്ട് നമുക്കൊന്നും പറയാനും പറ്റുന്നതില്ല. പക്ഷെ ഇപ്പൊ ഈ ആഴ്ച എന്താ ആള് കേറി വരുന്നുണ്ടെന്നുള്ള ഉണ്ട്. രീതിയിൽ എന്തോ അതെ അതെ, തോന്നുന്നുണ്ട് എല്ലാരും കേട്ടോ. സപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. പുള്ളി നല്ല പെർഫോമൻസ് ആയിരുന്നു. ആ സെക്കൻഡ് പക്ഷെ വീക്കിലാണ് കുറച്ചൊന്ന്. ആദ്യത്തെ ഒരു 2-3 ആഴ്ച അത്ര അങ്ങോട്ട് ആൾക്കാരൊക്കെ എന്തോ ഒരു മാതിരി അവനവിടെ വെറുതെ ഇരിക്കുകയാണെന്നുള്ള ഒരു ടോണില് എന്തോ ഒരു ഇതുണ്ടായി. പക്ഷെ ഇപ്പൊ ഇങ്ങനെ കയറി വരുന്നുണ്ടെന്ന് തോന്നുന്നത്. മറ്റേ ഇവരുടെ ഒരു ട്രിനിറ്റി ഒക്കെ ഉണ്ടല്ലോ, ഋഷി ആൻഡ് സിബ അർജുൻ ത്രയം ത്രിത്വം അതെ പരിശുദ്ധ അതെ. ത്രിത്വം എന്നൊക്കെ പറയുന്ന പോലെ അപ്പൊ അതിൽ നിന്നൊക്കെ പുള്ളി ഒന്ന് പുറത്തിറങ്ങിയ പോലെയൊക്കെ എന്തോ ഞാനിങ്ങനെ കേട്ടു. അത് നമുക്ക് ഇനിയിപ്പോ ഇത് 2-3 എപ്പിസോഡ് നമുക്ക് ബാക്കിയുണ്ടല്ലോ ഈ ആഴ്ചത്തെ. അപ്പൊ അതുകൂടെ കണ്ടിട്ട് അപ്പോഴേക്കും എന്തൊക്കെയോ സംഭവിക്കുന്നുണ്ടെന്ന് ഞാനിങ്ങനെ കേട്ടു. നല്ല കാര്യങ്ങളാണെങ്കിൽ ഓക്കെ.
അപ്പൊ അങ്ങനെയാണെങ്കിലും പക്ഷെ എന്നാലും എപ്പോഴും ഉണ്ടാവും ഒരു സോഫ്റ്റ് കോർണർ ഉണ്ട്. ഉണ്ട് ഉണ്ട് കാര്യം അർജുൻ നമ്മുടെ പിന്നെ ഉണ്ടാവാണ്ട്. ക്ലാസ്മേറ്റ് ആയിരുന്നുകൊണ്ട്. പിന്നെ ഉണ്ടാവുന്നുണ്ട്. അപ്പൊ അടുത്തത് അന്നത്തെ ഇതിന്റെ അകത്ത് പിന്നെ നടന്നത് റോക്കി ജാസ്മിന്റെ അടുത്ത് അവരുടെ ആ ഒരു ജാസ്മിൻ ജബ്രിയുടെ കോംബോയെ പറ്റിയിട്ട് സംസാരിക്കുന്ന സമയത്ത് നീ ആ, എന്ത് കോമ്പോയ്ക്ക് പേരൊക്കെ ഇടുന്നത്? അവര് ഫ്രണ്ട്സ് ആണല്ലോ. അവര് ഫ്രണ്ട്സ് ഇല്ല ആണല്ലോ. ജാസു എന്റെ ഫേവറേറ്റ് ആണ് കേട്ടോ, അത് പിന്നെ പറയാതിരിക്കാൻ വയ്യ. ശ്രീതു ഫേവറേറ്റ്, ജാസു ഫേവറേറ്റ്, പിന്നെ ജാസു ആരുണ്ട് ഇനി? ഫേവറേറ്റ്, അർജുൻ പിന്നെ പണ്ട് ഫേവറേറ്റ് ആണ്. അതെ അതെ അതെ. അല്ല നീ ഇങ്ങനെ ഞാനിങ്ങനെ എന്റെ ഫേവറേറ്റുകളുടെ എന്റെ ബിഗ് ബോസിലെ ഫേവറേറ്റുകളുടെ പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അവരെല്ലാം അവസാനാവുമ്പോ അവരാരും കപ്പടിക്കില്ല. അതാണ് എന്റെ ഫേവറേറ്റുകളുടെ പ്രത്യേകത. ഞങ്ങൾ എനിക്ക് കണ്ട സീസണിൽ ഞാൻ എന്റെ ഫ്രണ്ടും കൂടെ കാണുന്ന സീസണുകളിലൊക്കെ ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു പേഴ്സണൽ ഫേവറേറ്റ്സ് ആണ്. ഉം. അവരായിരിക്കും ഞങ്ങളുടെ ഹൈലൈറ്റ്സ്. ഓ, പക്ഷെ നീ എന്താന്ന് നിന്റെ അറിഞ്ഞൂടാ അവർക്ക് പ്രീവിയസ് ആ ബിഗ് ബോസ് മേറ്റും കൂടി ഇരുന്ന് കാണുമ്പോഴുള്ളതാണ്. ബിഗ് ബോസ് മീറ്റും കൂടെ ഇരുന്ന് കാണുമ്പോൾ, അതെ അദ്ദേഹവുമായിട്ട് ഇരുന്ന് കാണുമ്പോൾ അപ്പൊ എപ്പോഴും ഞങ്ങൾക്ക് ഇങ്ങനെ ഫേവറേറ്റ് ആയിട്ടുള്ള ആളുകളാണ്. പക്ഷെ എല്ലാ സീസണിലും ഞങ്ങളുടെ ഒരു ഒരു ഫേവറേറ്റ് ആയിട്ടുള്ള ആള് പച്ച മലയാളത്തിൽ എനിക്ക് പറയാൻ പറ്റാത്തതുകൊണ്ട് അവരാരും എല്ലാവരും എന്താ പറയുന്നത് പടയെട്ടി പുറത്താകും. എല്ലാവരും 3G ആവാറുണ്ട്. അതുകൊണ്ട് എനിക്കറിയില്ല എന്താണ് അതിന്റെ ഒരു എന്താണ് അതിന്റെ ഒരു അപ്പൊ അങ്ങനെ നോക്കുകയാണെങ്കിൽ ജസ്സും ശ്രീത്തും എന്തെങ്കിലുമൊക്കെ സംഭവിക്കാൻ സാധ്യതയുണ്ട് അല്ല അടുത്ത ഓണ 2 മൂന്ന് ആഴ്ചകളിൽ. പക്ഷെ ജാസ്മിൻ ചിലപ്പോ കാണുമായിരിക്കും. അല്ല ഓൺ സീരിയസ് നോട്ട് എനിക്ക് എന്താണ് അപ്സരയുടെ പെർഫോമൻസ് ഭയങ്കരമായിട്ട് ഇഷ്ടമാണ് കേട്ടോ. കാരണം പുള്ളിക്കാരി അപ്സര ഒരു ക്യാപ്റ്റൻ ആയി കഴിഞ്ഞപ്പം നമുക്കത് മനസ്സിലായി. പുള്ളിക്കാരി അത്യാവശ്യം നല്ല ക്യാപ്റ്റനാണ്. പുള്ളിക്കാരി കാര്യം അത്യാവശ്യം ഇപ്പം ക്യാപ്റ്റൻ ആയിട്ടുള്ള ഇതൊക്കെ ആണെങ്കിലും ബെസ്റ്റ് ക്യാപ്റ്റൻ ഇതൊക്കെ നേടിയായിരുന്നല്ലോ. അപ്പം അത്യാവശ്യം ലീഡർഷിപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ തന്നെ നിന്ന് കളിക്കാൻ പറ്റുന്ന രീതിയിലൊക്കെയാണ്. അപ്പം അതെ അതെ. അതുകൊണ്ട് അപ്സര ഓക്കെയാണ്. പിന്നെ എനിക്ക് ഒരു കാര്യം പറയാനുള്ളത് ഈ കണ്ടസ്റ്റൻസിന്റെ നമ്മൾ ഈ ഷോയിലെ കാര്യങ്ങൾ വെച്ച് മാത്രം വിലയിരുത്തണമെന്നാണ് ഞങ്ങൾ ശ്രമിക്കുന്നത് കേട്ടോ. അവരുടെ പുറത്തു നിന്നുള്ള പല കാര്യങ്ങളും കേൾക്കാറുണ്ട്. ഇപ്പം ജാസിന്റെ ആണെങ്കിലും നോറയുടെ ആണെങ്കിലും അങ്ങനെ ഓരോരുത്തരുടെയും അവരകത്ത് പറഞ്ഞ കഥകളുടെ ഇതിനെയൊക്കെ ആൾക്കാര് ബദലായിട്ട്. അതിന് ആ ഇത് അതിന്റെ മറ്റൊരു സൈഡ് പറഞ്ഞുകൊണ്ട് പലരുടെയും വന്നിട്ടുണ്ട്. പക്ഷെ അതൊന്നും ഞങ്ങൾ കണക്കിലെടുക്കുന്നില്ല. കാര്യം ഞങ്ങക്ക് കാണുന്ന ഷോയ്ക്കകത്ത് ആൾക്കാരെ മാത്രം കണ്ട് നമ്മൾ അതിനെക്കുറിച്ചാണല്ലോ കാര്യം നമ്മൾ അവരുടെ എന്ത് നമ്മൾ അവരുടെ വെളിയിലുള്ള ഗോസിപ്സ് പറയേണ്ട ആവശ്യമില്ല. കാരണം അകത്ത് തന്നെ നല്ല ഗോസിപ്പുകൾ നടക്കുന്നുണ്ട്. ഉണ്ട്. അവരകത്ത് തന്നെ അത്യാവശ്യത്തിന് കണ്ടന്റ് ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ പുറത്തുനിന്നുള്ളത് നോക്കേണ്ട കാര്യമില്ല. അവരുടെ പേഴ്സണൽ ഇതിലോട്ട് കടക്കാതിരിക്കുന്നതായിരിക്കും നമുക്ക് അവരുടെ ആ ഒരു അങ്ങനത്തെ ഒരു ജഡ്ജ്മെന്റിലൂടെ കാണുമ്പോഴത്തേക്ക് നമ്മൾ ഒരുപാട് അവരുടെ പേഴ്സണൽ ഇതിലൂടെ അങ്ങ് കണക്ട് ചെയ്ത് പോകുമ്പോഴത്തേക്കും നമുക്കും അത് പേഴ്സണൽ ആവും. ദിസ് ഇസ് നത്തിങ് പേഴ്സണൽ, ഇറ്റ്സ് ജസ്റ്റ് എ ഗെയിം. അപ്പൊ നമ്മൾ ആ ഗെയിമിന്റെ പെർസ്പെക്റ്റീവിൽ മാത്രം കാണണമെന്നാണ് ഞാൻ കാണികളോടും നമ്മളെ കേൾക്കുന്ന നമ്മുടെ ഓഡിയൻസിനോട് അപേക്ഷിക്കാനുള്ളത്. അപ്പൊ റോക്കി നമ്മുടെ ജാസ്മിന്റെ അടുത്ത് സംസാരിച്ചപ്പം ബലൂണിന്റെ ഒരു ഉപമ പറഞ്ഞായിരുന്നു. അപ്പൊ അത് എന്താ ഞാൻ ഓർക്കുന്നു. അത് നിനക്ക് ഓർമ്മയില്ല എന്തായിരുന്നു? അതായത് പുള്ളിക്കാരി പറയും, അതായത് ഈ ജാസ്മിനോട് ചോദിച്ചു ഗബ്രിയുടെ കൂടെ നീ എപ്പോഴും ഇരിക്കുന്നുണ്ട്, നിന്റെ ഗെയിം പോവാന്നോ. പുള്ളിക്കാരി അങ്ങനെ എന്തോ ഉപദേശിച്ചുകൊണ്ടിരിക്കുക പുള്ളിക്കാരിയെ റോക്കി. അപ്പോൾ പുള്ളിക്കാരിയോട് റോക്കി പറഞ്ഞു, അല്ല ഇപ്പൊ പുള്ളിക്കാരി അപ്പൊ അതിനൊരു അനാലജി പോലെ ഒരു ഉപമ ചെയ്തു. അതായത് ഒരു ഫ്രണ്ട്ഷിപ്പ് അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഒരു ബലൂൺ പോലെയാണ്. അത് എപ്പോ വേണമെങ്കിലും പൊട്ടിപ്പോവാം. അപ്പൊ നമ്മൾ പുതിയൊരു ബലൂൺ എടുക്കും എന്നുള്ള രീതിയിൽ പറഞ്ഞു. അങ്ങനെ എന്തോ ആണ് കേട്ടോ, എനിക്ക് കറക്റ്റായിട്ട് ഓർമ്മയില്ല. അപ്പൊ അങ്ങനത്തെ ഒരു നിന്റെ അപ്പൊ പുള്ളി ചോദിച്ചു ഗബ്രിയാണോ നിന്റെ ഗബ്രിയാണോ ബലൂൺ ഇപ്പത്തെ നിന്റെ പുതിയ, അല്ല ഗബ്രിയാണോ നിന്റെ പുതിയ ബലൂണെന്ന് പറഞ്ഞു. ബലൂൺ എന്നുള്ളത്. അപ്പൊ അങ്ങനെ ഒരു ബലൂൺ റോക്കിക്ക് പിന്നെ പഞ്ച് ഡയലോഗ്. ഡയലോഗുകൾക്ക് കുറവൊന്നും ഇല്ലായിരുന്നു. പുള്ളി ആദ്യം അതെ തൊട്ടേ അതെ 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 അതെ. ഡയലോഗുകളുടെ ഒരു ആശാൻ. ഏതെങ്കിലും നല്ല 10 പേരുടെ രസിച്ചിരിക്കും. ഡയലോഗ് കാണാപ്പാടം പഠിച്ചുകൊണ്ട് വന്നവനല്ല ഞാൻ. റോക്കി ഭായി ആയിരുന്നില്ല, അതിന്റെ പിന്നീട് കാണാനുണ്ടായിരുന്നു. അവസാനം ഒരു ഡയലോഗും തുണക്കി വന്നില്ല എന്നുള്ളതാണ് അതിന്റെ സത്യം. ഇപ്പം പിന്നെ ഇവർ ഈ കണ്ടസ്റ്റൻസ് ചില സമയത്തൊക്കെ ഇവര് യൂസ് ചെയ്യുന്ന ഇംഗ്ലീഷ്, അതായത് ചില ഇംഗ്ലീഷ് ആക്സെന്റിൽ സംസാരിക്കാൻ വേണ്ടിട്ട് ഇങ്ങനെ പറയുന്നത് ഒരു ബന്ധമില്ലാത്ത എന്തൊക്കെയോ പറയും. എന്തിനാ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ പറയാൻ പോകുന്നു? ദാറ്റ്സ് വൈ ആക്സെന്റിന്റെ ഹി പിന്നെ ലൈക്ക് പോട്ടെ, ദാറ്റ്സ് വാട്ട് ഹി ലൈക്ക് ടു ബി. ആ അത് മറ്റേ ശരണ്യാണ് പുള്ളിക്കാരി ഇച്ചിരി ഒന്ന് ശരണ്യ. എന്താണ് മോഡേൺ ആവാൻ നോക്കിയത്. ഐ മീൻ മോഡേൺ അല്ല, പുള്ളിക്കാരി ഒരു ഫാഷനബിൾ ആണല്ലോ, പുള്ളിക്കാരി ഒരു ഫാഷനിസ്റ്റ് ആണല്ലോ. അപ്പൊ അതിന്റെ ഒരു ക്യാരക്ടർ വെച്ച് പിടിക്കാൻ നോക്കിയതാണെന്ന് എനിക്ക് തോന്നുന്നു.
പക്ഷെ അത് ഇച്ചിരി പാളിപ്പോയി, ഇച്ചിരി ബുദ്ധിമുട്ടായിരുന്നു. ഞങ്ങളത് 2 മിനിറ്റ് ഇതെന്ത് എന്താണ് പറയണത് എന്നുള്ള രീതിയിൽ നമ്മൾ നോക്കി. അപ്പൊ പെട്ടെന്ന് നിങ്ങൾ ഷാനന്റെ ഓർക്കുമോ ഇവന്മാര് ഇംഗ്ലീഷ് രണ്ടുപേരും വലിയ ഇംഗ്ലീഷുകാര് അങ്ങനെ ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാല് ഞങ്ങക്ക് അത്യാവശ്യം ഞങ്ങൾക്കൊരു എഡ്യൂക്കേഷണൽ ബാക്ക്ഗ്രൗണ്ട് ഉണ്ട് അതിനകത്ത് അല്ലേ, നമുക്ക് ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. അങ്ങനെയാണ്. അതെ അതെ അതെ. പിള്ളേരെ ഇംഗ്ലീഷ് പഠിപ്പിക്കാൻ ലാംഗ്വേജ് പോകുന്ന ആൾക്കാരാണ് ലിറ്ററേച്ചർ ഉള്ള. വിത്ത് വിത്ത് വേറെ കുറെ സാധനങ്ങൾ എല്ലാം കൂടെ ഉള്ള ഒരു ഇത് പഠിച്ചതിന്റെ ബാക്ക്ഗ്രൗണ്ടിലാണ് കേട്ടോ. പിന്നെ ഞങ്ങൾ രണ്ടുപേരും ഇംഗ്ലീഷ് സംസാരിക്കുന്ന മേജർ സ്ഥലങ്ങളിൽ ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രീസിലാണ് ഒരാളിപ്പോ ആണ്, ഞാൻ ആയിരുന്നു. ഇപ്പോഴുമാണ്. അതുകൊണ്ടല്ല അതിന്റെ ഒരു ചെറിയ പ്രശ്നമാണ്, വേറെ കുഴപ്പമൊന്നുമില്ല. അത് സംസാരിക്കുന്ന ആക്സെന്റിന്റെ പ്രശ്നമല്ല. ഒരിക്കലും നമ്മൾ ആക്സെന്റ് നോക്കേണ്ട കാര്യമില്ല. കാര്യം ഇവിടെ ഇപ്പൊ ഞാനുള്ളിടത്താണെങ്കിലും അങ്ങനെ ആക്സെന്റ് ഒന്നും, അവർക്ക് ആക്സെന്റിൽ സംസാരിക്കുന്ന ആൾക്കാരെ ഇഷ്ടമാണ്. പക്ഷെ അതല്ല, നമ്മൾ പറയുന്നത് കറക്റ്റ് ആയിരിക്കണമല്ലോ. ഓ, ആക്സെന്റ് ഇംഗ്ലീഷ് ആണെങ്കിലും എന്താണ്. ഉണ്ടാക്കിയ നാട്ടിലായിരുന്നു ഞാൻ, UK-ല്. എന്നിട്ട് അവിടുത്തെ ഞാൻ ലിവർപൂൾ എന്ന് പറയുന്ന ഏരിയയിലായിരുന്നു. നല്ല രസമാണ് അവിടുത്തെ ആക്സെന്റ് കേൾക്കണം. ഇംഗ്ലീഷ് തന്നെയാണോ നമുക്ക് തോന്നിപ്പോകുന്ന ഒരു മനോഹരമായിട്ടുള്ളൊരു സാധനമാണ്. ഞാനൊക്കെ അവിടെ ചെന്ന് ആ കഴിഞ്ഞിട്ട് ഞാൻ കരച്ചിലായിരുന്നു എല്ലാ ദിവസവും, എനിക്ക് വയ്യായേ ഞാൻ പോവാണ്. അല്ല, പക്ഷെ പരസ്പര ഒരു ഗ്രമാറ്റിക്കലി ചില അതെ ഇതൊക്കെ അതെ അതെ, അതുപോട്ടെ ആക്സെന്റിന്റെ കാര്യം നമ്മൾ എന്തായാലും. അതിനെ അങ്ങനെ ചൂഷണം ചെയ്യേണ്ട കാര്യമില്ല. ഞാൻ പറഞ്ഞല്ലോ, അത് ഇംഗ്ലീഷ് ഉണ്ടാക്കിയ നാട്ടിൽ വരെ പലയിടത്തും പല റീജിയനിലും പല പോലെയാണ്. ബട്ട് എന്താണ് ആഹ് ഇത് പറയുന്ന രീതി, അതായത് അറ്റ്ലീസ്റ്റ് ആ ഒരു എന്താ സബ്ജക്ട് വേർബ് പറയുന്നതെന്നുള്ള അത് ഒബ്ജക്ട് പറയുമ്പോ ഗ്രാമർ. ഒരു അതെ അതെ അതെ. അതെ അതെ അതെ. എന്താണേലും അതിലോട്ട് നമ്മൾ അധികം കിടക്കുന്നില്ല. നമ്മൾ ബിഗ് ബോസ് ആണല്ലോ പറയുന്നത്. അപ്പൊ എന്താണേലും പിന്നെ ആ പിന്നെ അന്നത്തെ ദിവസമാണ് മറ്റേ ബോള് എറിഞ്ഞിട്ടുള്ള ടാസ്ക് നടക്കുന്നത്. അതായത് കുറെ കപ്പുകൾ കൊണ്ട് ഇവര് ഒരു വീട് പണിയണം. എന്നിട്ട് ഓപ്പോസിറ്റ് ടീമിൽ നിൽക്കുന്ന ആൾക്കാര് മറ്റേ സ്പോഞ്ച് ബോൾ കൊണ്ട് എറിഞ്ഞ് പുറത്ത് താഴെ ഇടണം. പോകും. അതെ അതെ, വൻ ഹൈലൈറ്റ്. ഒന്ന് ആലോചിച്ച് നോക്കി, ഐസ്ക്രീം അടി കഴിഞ്ഞിട്ട് അടുത്ത എപ്പിസോഡിലാണ് മറ്റേ ഇത് നടക്കുന്നത്. ഉം, ഈ എയറിന്റെ കാര്യം നടക്കുന്നു. ആ അതെ അതെ അതെ. അപ്പം അപ്പം ഇതിനകത്ത് എനിക്ക് ജാസ്മിൻ. തോന്നുന്നു ഗബ്രി ആ, സത്യം പറഞ്ഞാല് ലൈവായിട്ട് നിന്ന 2 എപ്പിസോഡുകളാണിത്. അത് കഴിഞ്ഞിട്ട് പുള്ളിയെ പിന്നെ അങ്ങ് ഒരു സോഫയുടെ മൂലയ്ക്ക് ഇങ്ങനെ ഒരുമാതിരി പ്രതിഷ്ഠിച്ച അവസ്ഥയായിരുന്നു എനിക്ക്. പുള്ളി ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് ഇങ്ങനെ ഇതായിട്ട് പോകും. പ്രശ്നം ഉണ്ടാക്കി പോകും. ആൾക്കാരൊക്കെ പറയും അതെ 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 അതെ. അപ്പം അപ്പൊ അത് ഇങ്ങനെ അവര് ടാസ്ക് ഇതാണ്, ഇത് എന്തിനുള്ള ടാസ്ക് ആയിരുന്നു നിനക്ക് ഓർമ്മയുണ്ടോ? ഇത് മറ്റേ ഇതിന്റെ കണ്ടിന്യൂഷൻ തന്നെ. അതായത് ഇതിൽ നിന്നൊക്കെ ഓരോ ടാസ്കുകളിൽ നിന്നും പോയിന്റ് നേടുന്ന ടീമാണ്, ഏറ്റവും കൂടുതൽ പവർ ടീം പോയിന്റ് നേടുന്ന ആവുന്നത്. ടീമാണ് പവർ ടീം ആവുന്നത്. ആ, അപ്പൊ ആ, എനിക്ക് തോന്നുന്നു 2-3 ടാസ്കുകളോ അങ്ങനെ എന്തോ ആണെന്ന് തോന്നുന്നു. അതിൽ ഓരോന്നിലും പോയിന്റ് നേടി ഏറ്റവും കൂടുതൽ പോയിന്റ് നേടുന്ന ആരാണ് അവര് പവർ ടീം. ഇപ്പൊ ആദ്യത്തേത് കഴിഞ്ഞു, ആ, കുട്ടിയായിട്ട് അഭിനയിച്ചവരെ പ്ലീസ് ചെയ്യുക എന്നുള്ളത്. ഓക്കെ. രണ്ടാമത്തേതാണ് ഇത് നടക്കുമ്പോഴാണ് നമ്മുടെ ഇത് ഗബ്രിയും. സത്യം പറഞ്ഞ ഗെയിം ഇതായിരുന്നു. സിംപ്ലി പറയുകയാണെങ്കിൽ അവർ പേപ്പർ കപ്പ് കൊണ്ട് അവരൊരു ഒരു പിരമിഡ് പോലെ ഉണ്ടാക്കണം. എന്നിട്ട് അവിടെ ഈ ഉണ്ടാക്കുന്ന സമയത്ത് അവിടെ കുറച്ച് ദൂരത്ത് നിന്ന് കുറെ ടീം മെമ്പേഴ്സ് ബാക്കിയുള്ള ഓപ്പോസിറ്റ് ടീമിന്റെ ഈ പിരമിഡ് എറിഞ്ഞ് തകർക്കണം. എന്നിട്ട് വിസിലടിച്ചത് കോമ്പറ്റീഷൻ തീരുമ്പോൾ ആരുടെ ആണോ പ്രോപ്പർ പിരമിഡ് ഷേപ്പിലുള്ളത് അവർ ജയിക്കും. അതാണ് കളി. സോ അപ്പം മറ്റേ അവരെ ഈ ഉണ്ടാക്കുന്ന ആൾക്കാര് ഒരു രണ്ടുപേരുണ്ടാക്കുവാണെങ്കിൽ മറ്റവര് ഫ്രണ്ട് ചെയ്യുന്ന അതിനെ ഡിഫെൻഡ് ചെയ്യാം, അതിനെ കവർ ചെയ്തുകൊണ്ട് അങ്ങനെ. അപ്പൊ അങ്ങനെ ജാസ്മിൻ എറിഞ്ഞ് ജിൻഡോയുടെയൊക്കെ ടീമിന്റെ ആദ്യത്തെ ട്രയൽ തന്നെ എറിഞ്ഞ് വീഴ്ത്തി. അല്ല, അതെന്തായിരുന്നെന്നറിയാവോ? അത് ജാസ്മിൻ അന്നേരം അല്ല എറിഞ്ഞത്. അതായത് അവരെല്ലാരും പണിത് കഴിഞ്ഞിട്ട് ഈ റോക്കിയുടെ വിസിലടിച്ച് സോറി കഴിഞ്ഞു. റോക്കി അല്ല, വിസിലടിച്ച് കഴിഞ്ഞിട്ട് മറ്റേ ജിൻഡോയുടെ ടീം പ്രോപ്പറായിട്ട് ഉണ്ടാക്കിയത്. പക്ഷെ വിസിലടിച്ച് കഴിഞ്ഞിട്ടാണ് ജാസ്മിൻ എറിഞ്ഞത്. അപ്പൊ എറിഞ്ഞ് കഴിഞ്ഞപ്പോ അന്നേരം അവള് പറഞ്ഞു ഇല്ലല്ല ഞാനത് കഴിഞ്ഞിട്ടാണ് എറിഞ്ഞത്. പക്ഷെ എന്തോ അത് അങ്ങ് മുങ്ങിപ്പോയി. ജഡ്ജ്മെന്റിന്റെ ടൈം ആയപ്പോഴത്തേന് അപ്സരയാണല്ലോ ഇപ്പോഴത്തെ ക്യാപ്റ്റൻ. അപ്പം ജഡ്ജ്മെന്റിന്റെ ടൈം ആയപ്പോൾ അത് മുങ്ങിപ്പോവുകയും അർജുന്റെ ടീം ജയിക്കുകയും ചെയ്തു. കാരണം അർജുന്റെ ടീം ആയിരുന്നു ആദ്യത്തെ ട്രയൽ കേട്ടോ. ഫസ്റ്റ് ട്രയല് അർജുന്റെ ടീം ജയിച്ചു. പക്ഷെ അതേസമയം വേറൊരു കാര്യം സംഭവിച്ചു. 3 ടേബിളായിട്ടാണല്ലോ, 3 ടീമാണല്ലോ. 3 ടേബിളായിട്ട് വെച്ചപ്പോൾ ഒരെണ്ണം ജിൻഡോയുടെ ഓൾറെഡി തകർന്നു. ജിൻഡോയുടെ പ്രശ്നം അവിടെ സൈഡിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതേസമയം ഇപ്പുറത്തെ സൈഡിൽ നിൽക്കുന്ന റോക്കി എന്തോ പിറക്കിയെടുക്കും, എന്തിനു വേണ്ടി പുള്ളി കുനിഞ്ഞ. അത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് റോക്കി എറിഞ്ഞ ബോളുകൾ, ഇവര് എറിയുന്ന ബോളുകൾ അവരെ തന്നെ പോയി പെറുക്കി എടുക്കും ഓരോ ഇറക്കണം. റൗണ്ട് കഴിയുമ്പോഴത്തേക്കും.
അപ്പൊ പുള്ളി അങ്ങനെ പെറുക്കാൻ പോയതാണ്. പെറുക്കാൻ പോയപ്പോ പുള്ളി കുനിഞ്ഞ് പെറുക്കി കുനിഞ്ഞതേ ഉള്ളൂ. അപ്പൊ ടേബിളിന്റെ അടുത്ത് പോയിട്ടൊന്ന് കുനിഞ്ഞതേ ഉള്ളൂ. പക്ഷെ കാറ്റടിച്ചാണ് ഈ പോയത്. ഗബ്രിയുടെ ഒക്കെ പണിത് വെച്ചിരുന്ന വീട് മറിഞ്ഞ് വീണത്. പക്ഷെ അത് ഉടനെ ജാസ്മിൻ പുള്ളി തട്ടിയിട്ട പോലെ ആക്കി. അത് പുള്ളിക്ക് പുള്ളി ഉറപ്പില്ലേ. അറിഞ്ഞില്ല. പുള്ളി ആ അറിഞ്ഞില്ല. ഓ കാരണം പുള്ളി കുനിഞ്ഞു നിൽക്കുകയാണല്ലോ. കുനിഞ്ഞ് നിന്ന് എണ്ണിട്ടപ്പോ ഈ സാധനം താഴെ വീണു. പക്ഷെ കാറ്റടിച്ചാണ് ഉം, അതൊരു കോയിൻസിഡന്റൽ ആയിട്ട് സംഭവിച്ച. ഞങ്ങളുടെ അടുത്ത് നോക്കിയായിരുന്നത്. പക്ഷെ അത് പുള്ളി ഉം. ചെയ്തതല്ല. പക്ഷെ അടി അല്ല ഉണ്ടായി പുള്ളി അത് കഴിഞ്ഞപ്പോ തൊടുന്ന പോലും ഇല്ല. ഉം. പക്ഷെ ജാസ്മിനായിട്ട് അടി ഉണ്ടായി കഴിഞ്ഞപ്പോ പിന്നെ പുള്ളി ബാക്കിയുള്ളത്, അതായത് ആദ്യം കുറച്ചേ പോയുള്ളായിരുന്നു, പിന്നെ പുള്ളി അതെല്ലാം മൊത്തം അങ്ങ് തകർത്തു. ഫുള്ള് ഓളം പുള്ളി പുള്ളിയുടെ. മനപ്പൂർവ്വം എറിഞ്ഞിട്ടു പിന്നെ രണ്ടാമത് പിന്നെ. പക്ഷെ ആദ്യത്തെ തവണ പുള്ളിയുടെ ഫോൾട്ട് അല്ല. എന്നിട്ട് പിന്നെ അല്ല അല്ല. അപ്പൊ ഗബ്രി ആണെങ്കിൽ ഇതിന്റെ ഇടയിൽ ഇവരിങ്ങനെ ഇത് കണ്ടിന്യൂ ചെയ്യാം. അപ്പൊ ഓൾറെഡി ഇത് പുള്ളി അത് മറിച്ചിട്ടു എന്നുള്ള രീതിയിൽ അതെല്ലാവരും വിശ്വസിച്ചു. കാരണം പുള്ളിയും കണ്ടില്ല. പുള്ളി ഓർത്ത് കാണും ചിലപ്പോൾ ഞാൻ എഴുന്നേറ്റപ്പോ എല്ലാം തട്ടിക്കാണും അങ്ങനെ പോയതാണ്. പോയതായിരിക്കും എന്ന് പുള്ളി ഓർത്തു. പക്ഷെ കാറ്റടിച്ചാണ് വീണത്. അവിടെ റോക്കറ്റ് തെറ്റില്ലായിരുന്നു. അപ്പൊ ഗബ്രി ഇത് കഴിഞ്ഞിട്ട് പിന്നെ അങ്ങോട്ട് ട്രിഗറിങ് തുടങ്ങി. അതായത് ഇവര് എല്ലാ ഈ ആ, നമ്മുടെ യമുന, ശ്രീരേഖ, ഗബ്രി ഇവരാ നിക്കുന്നത്. ജാസ്മിന് നിന്ന സമയത്ത് ഇവര് പാവാട ഇങ്ങനെ അല്ല ഇട്ടിരിക്കുന്ന ചുരിദാറിന്റെ ഇത് ഇങ്ങനെ ഇങ്ങനെ പൊക്കി പിടിച്ച് വിരിച്ചു നിർത്തി. അതായത് വിരിച്ച് നിർത്തിയിട്ട് ആ, അതിനെ തടയാനായിട്ട് നോക്കി. പക്ഷെ അത് ബിഗ് അതായത് ബോസ് പിന്നെ പറഞ്ഞു. അനാർക്കലി പോലത്തെ ഉടുപ്പാണ് ഇട്ടിരിക്കുന്നത്. എന്നിട്ട് അതൊരുമാതിരി ഫാൻ പോലെ ഇങ്ങനെ വിരിച്ച് വെച്ചേക്കാം. അപ്പം അവർ ഈ ബോൾ എറിയുമ്പം അവർക്ക് അത് വെച്ച് ഒരുമാതിരി നെറ്റ് പോലെ അതിനെ ഡിഫെൻഡ് ചെയ്യാം അങ്ങനെ. പക്ഷെ അപ്പൊ അതിന് അത് പണി കിട്ടി. ബിഗ് ബോസ് പറഞ്ഞു ബിഗ് ബോസ് ചോദിച്ചിട്ട് പറഞ്ഞു. തുണിയെ അല്ല കൊണ്ടിടണം. അല്ലെങ്കിൽ തന്നെ അതും ജിൻഡോയുടെ ഒക്കെ ടീമിനാണ് ശരിക്കും ബുദ്ധിമുട്ട് വന്നത്. കാരണം അവരുടെ ടീമിൽ ആകെ 3 പേരേ ഉള്ളൂ. ആ നിഷാന, ജിൻഡോ പിന്നെ റസ്മിൻ. അപ്പൊ ഇവര് 3 പേരും കൂടെ നിന്നതുകൊണ്ട് 2 പേരും ഉണ്ടാക്കണം. ഇപ്പം ജിൻഡോ ഒറ്റയ്ക്ക് നിന്നാണ് ബോളുകളെല്ലാം തടഞ്ഞു ഡിഫെൻഡ് നിർത്തിയത് ചെയ്യുന്നത്. മല്ലയ്യ. ഉം. അപ്പൊ അതാണ്. ബാക്കിയുള്ളവർക്കൊക്കെ അത്യാവശ്യം നമ്പർ ഓഫ് ആൾക്കാരുണ്ടായിരുന്നുണ്ട്. പിന്നെ അർജുന്റെ ടീമിന് ഇച്ചിരി ബുദ്ധിമുട്ടായിരുന്നു. അല്ല അർജുന്റെ അവര് ടീമിലല്ലേ. കുറച്ച് ആൾക്കാരെ ഉള്ളായിരുന്നു. നൻസിബയും ഉണ്ടായിരുന്നുള്ളൂ. ഋഷിയും റോക്കിയും അർജുനും 4 പേരെ ഉള്ളവര്. റോക്കി എറിയാൻ പോയിരിക്കുകയാണല്ലോ. അപ്പൊ ഇവര് ഉം. 3 പേരും കൂടെ 3 പേരെ ഉള്ളൂ. നിന്നിട്ടാണ്. ആ അപ്പൊ അങ്ങനെ. അപ്പൊ അതുകൊണ്ട് അവർക്കും ബുദ്ധിമുട്ടായിരുന്നു. പക്ഷെ ഇവർക്ക് അത്യാവശ്യം ആൾക്കാരുണ്ടായിരുന്നു പിന്നെ അത് കവർ ചെയ്യാനായിട്ട് ബാക്കിയുള്ളവർക്കൊക്കെ. അപ്പൊ അങ്ങനെ ഗബ്രി അന്നേരം റോക്കിനെ പ്രൊവോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ആണുങ്ങളെ നേർക്കെറിയടാ നീ പെണ്ണുങ്ങളുടെ നേർക്കെറിയാതെ. അതെന്താണെന്നറിയാം, ഈ ഒന്നാമത്തെ ട്രൈ ഫെയിൽ ആയല്ലോ. അപ്പൊ രണ്ടാമത്, ഉം, അതായത് അവർക്ക് അപ്സരയ്ക്ക് ജഡ്ജ് ചെയ്യാൻ പിരമിഡ് ഒന്നും ഇല്ല അവിടെ. എല്ലാ പിരമിഡ് ആകെ ഉണ്ടായിരുന്ന പിരമിഡ് അർജന്റീന, അതിനാണ് അവർ കൊടുക്കാൻ ഇരുന്നത്. അതായത് ഫസ്റ്റ് ട്രയൽ ഉം. ജയിച്ചു എന്ന് പറയാൻ കൊടുക്കാൻ ഇരുന്നത്. പക്ഷെ അപ്പൊ അവര് സമ്മതിച്ചില്ല അതാണ് അങ്ങനെ. ജാസ്മിൻ. ആ ആ ആ, ഉം. എന്നിട്ടാണ് പിന്നെ എന്താ ഒന്നുകൂടെ വെച്ചു അവര് ആ മത്സരം, അവർ ഒന്നുകൂടെ ചെയ്തു. ആ സമയത്താണ് നീ പറയുന്ന ഇൻസിഡന്റ് നടന്നത് എന്നാണ് എൻ്റെ ഒരു ട്രിഗറിങ് ഓർമ്മ. നടക്കുന്നത്. അതെ. ആ അപ്പൊ ഇവര് ഗബ്രി ശരിക്കും പ്രൊവോക്ക് ചെയ്തു ഇങ്ങനെ. അതായത് ആണുങ്ങളെ നേർക്കറിയ നീ പെണ്ണുങ്ങളെ എറിയാതെ ആണുങ്ങളെ എറിയ ആ ആണുങ്ങളെ പുള്ളിക്ക് എറിയെന്നൊക്കെ സ്ഥിരമുള്ള പറഞ്ഞ് ട്രിഗർ. ഡയലോഗ്. അതെ 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 എനിക്ക്. ഇപ്പൊ ഇന്ന് വരെ ആ പുള്ളി അതായത് ഇന്നത്തെ ഞങ്ങൾ അവസാനം കണ്ട ലാലേട്ടന്റെ എപ്പിസോഡാണ്, ഞങ്ങൾ 22ാമത്തെ എപ്പിസോഡ് കണ്ട്. അതിൽ വരെ അതായത് പുള്ളി ആ ഒരു. ഈസ്റ്ററിന്റെ വരെയുള്ള ഇതിന്റെ കാര്യം ഞങ്ങൾ പറയുന്നത് കേട്ടോ. അപ്പോൾ അതിൽ വരെ പുള്ളി ഇങ്ങനെ ആ ഒരു എന്താണ് ഇത് ആണുങ്ങളോട് പറയടാ, ആണുങ്ങളെ പോലെ നോക്കടാ, അല്ലെങ്കിൽ ആ നീ എന്തിനാടാ നിങ്ങളോട്. പെണ്ണുങ്ങളുടെ മണ്ടയ്ക്ക് എറിയുന്നത്, ആണുണ്ടല്ലോടാ, ആ ആണിനെ എറിയടാ, ആണിനെ പോലെ ആ ആണിനെ എറിയടാ, ഇങ്ങനെയൊക്കെയാണ് പറയുന്നത്. അതൊക്കെ ഭയങ്കര നമുക്ക് റോങ് ആയിട്ടുള്ള ഒരു ഇതാണ്. കാരണം ബിഗ് ബോസ് ഹൗസിന്റെ അകത്ത് അങ്ങനെ ഒരു വ്യത്യാസം ഇല്ല. അവരെല്ലാരും മത്സരാർത്ഥികളാണ്. അപ്പൊ അങ്ങനെ പറയേണ്ട കാര്യം ഇല്ല അവിടെ. ആൺ പെൺ വ്യത്യാസം അവിടെ വരാൻ പാടില്ല. പക്ഷെ അതാരും ആ വീട്ടിലാരും അത് പറയുന്നില്ല. അതെന്താണെന്ന്. കാര്യം ഇവര് ഗബ്രിയുടെ കാര്യമൊക്കെ പറയുന്ന എപ്പോഴും ജാസ്മിനായിട്ടുള്ള കോംബോയുടെ കാര്യം പറയും. ഇവരവിടെ മാറിയിരിക്കുന്നു അങ്ങനെ ഇതൊക്കെ വാലിഡ് ആയിട്ടുള്ള പോയിന്റ് ആണ്. ഗബ്രിയുടെ ആണ്. ഇത്തരം പക്ഷേ സംസാരങ്ങളൊന്നും ശരിയല്ല. വർഷങ്ങളായിട്ട് മനുഷ്യൻ കേട്ട് വരുന്ന ഒരു എന്താണ് ഒരു ക്ലീഷേ ഡയലോഗ് ആണല്ലോ അത്. ഇപ്പൊ അല്ല ആണുങ്ങളെ പോലെ ആണ് നിക്കടാ എന്നൊക്കെ പറയുന്നത് ഒരു ക്ലീഷേ ഡയലോഗ് ആണല്ലോ. ആണ് പക്ഷേ ഉണ്ടല്ലോ ഞാനൊരു കാര്യം പറയട്ടെ. ഇപ്പൊ ഈ മറ്റേ രതീഷ് ഉണ്ടായിരുന്ന സമയത്ത് ഇപ്പൊ പെണ്ണുങ്ങള് പറഞ്ഞപ്പം രതീഷ് കേട്ടില്ലല്ലോ. എന്നിട്ട് ഗബ്രി പറഞ്ഞപ്പം കേട്ടല്ലോ. അതെന്താന്ന് ശ്രീരേഖ യമുനയൊക്കെ ചോദിച്ചല്ലോ, ക്വസ്റ്റ്യൻ ചെയ്തല്ലോ. ആ ആ ആ ആ കഴിഞ്ഞ കഴിഞ്ഞതിന്റെ ആഴ്ചയിൽ മനസ്സിലായി രതീഷ് മനസ്സിലായി. ഉണ്ടായിരുന്ന സമയത്ത്. ഉം. അപ്പൊ അങ്ങനെ ക്വസ്റ്റ്യൻ ചെയ്യാനായിട്ട് അത് നോട്ടീസ് ചെയ്യുന്നവര് ഈ ഗബ്രിയുടെ ഇത്തരം ഡയലോഗുകൾ എന്താണ് നോട്ടീസ് ചെയ്യാത്തത്? ഇവര് ഗബ്രിയുടെ ഈ ജാസ്മിനായിട്ടുള്ള കോംബോയുടെ കാര്യം പറയുന്നുണ്ട്. ആ കോംബോ കൊണ്ട് അവിടെ ഇപ്പൊ ഈ ആഴ്ച എന്തോ അവർക്ക് ഇത് കിട്ടിയിട്ടുണ്ട്. കാര്യം ഈ ആഴ്ച എന്തോ അവര് ഗെയിം കളിച്ചു തുടങ്ങിയിട്ടുണ്ടെന്നാണ് ഞാൻ കേട്ടത്. അവര് ഗെയിമിന്റെ അകത്തും അവർ ആ കോംബോ വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിനു മുമ്പ് വരെയുള്ള ആഴ്ചകളിൽ അവർ ആവശ്യമില്ലാതെ
ഉം. അതായത് അതിലോട്ട് മാത്രം അങ്ങ് ഫോക്കസ് ചെയ്ത് പോവുകയാണ് അവരുടെ ഇതിലോട്ട്. ഇത്തരം കാര്യങ്ങളൊന്നും അവിടെ ആരും പറയുന്നില്ല എന്നുള്ള ഒരു കാര്യമുണ്ട്. എനിക്കത് ഗബ്രിയുടെ ഇതില് എനിക്ക് ആ കാര്യം ഭയങ്കര കോംബോയുടെ കാര്യമൊന്നും എനിക്ക് നെഗറ്റീവ് റെഡ് വിഷയമുള്ള ഫ്ലാഗ് കാര്യമില്ല. ആണല്ലേ? ആ ഉം. അതെ അതെ, കോംബോ നമുക്ക് കണ്ടോണ്ടിരിക്കുമ്പോൾ ഉള്ള ക്രിഞ്ചേ ഉള്ളൂ. അതും ബിഗ് ബോസ് സൗകര്യപൂർവ്വം ഏറ്റവും എപ്പിസോഡിന്റെ ലാസ്റ്റ് ആണ് കൊണ്ടുപോയി അവരുടെ കോംബോ കാണിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് തീർച്ചയായും അത്ര വലിയ വേണ്ടവർക്ക് മാത്രം കണ്ടാൽ ബുദ്ധിമുട്ടില്ല. മതി, ബാക്കിയുള്ളതിനെ ആ എൻ്റർടൈൻ വേണ്ടവർ മാത്രമേ ചെയ്യരുത്. എപ്പിസോഡ് ഫുള്ള് കാണണമല്ലോ എന്നുള്ളത് കൊണ്ട് വേണേൽ കണ്ടാൽ മതി. അല്ലെങ്കിൽ അവർക്ക് അത് നിർത്തിയിട്ട് പോവാം. അങ്ങനെ ഒരു ഗുണമുണ്ട് ബിഗ് ബോസ് അവിടെ കൊണ്ടുവെക്കുന്നുണ്ട്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ലൈവൊക്കെ കാണുമ്പോഴൊക്കെ ആയിരിക്കും ചിലപ്പോൾ ബുദ്ധിമുട്ടുണ്ടാകുമെന്ന് തോന്നുന്നു. ഞങ്ങൾ ഇത് കണ്ടിട്ടുള്ള എപ്പിസോഡുകളിലൊക്കെ സാധാരണ അങ്ങനെ അവരുടെ ആ അതെ, പ്രണയ നിബിഡമായ, അല്ല സോറി, ഐ മീൻ അവരുടെ ഫ്രണ്ട്ഷിപ്പിന്റെ കൂട്ടുകാരാണല്ലോ, ആഴം ഫ്രണ്ട്സ് കാണിക്കുന്നുണ്ട്. ആണല്ലോ. ആ അല്ല, അത് സത്യം പറഞ്ഞ എനിക്കത് വിഷയമുള്ള കാര്യമല്ല. അത് കാണുമ്പോൾ ക്രിഞ്ചായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ അതൊരു ഗെയിമായിട്ട് തന്നെയാണ് ഞാൻ അതിൻ്റെ അകത്ത് കാണുന്നത്. ജാസ്മിന്റെയും ഗബ്രിയുടെയും ഒരു ഗെയിമിന്റെ ഭാഗമായിട്ടുള്ള ഒരു ഒരു കോംബോയാണത്. അത് എന്തെങ്കിലും ആയിക്കോട്ടെ, അതുകൊണ്ട് നമുക്ക് ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ. കാണുമ്പോൾ ക്രിഞ്ചാണെന്നുള്ള ഇതല്ലേ ഉള്ളൂ. അതുകൊണ്ട് നമുക്കത് ആരും നമ്മളങ്ങോട്ട് എന്നെ പേഴ്സണലായിട്ട് ബാധിക്കുന്നില്ല. മറ്റുള്ളവരുടെ കാര്യം എനിക്കറിയാൻ പാടില്ല. എനിക്കത് വിഷയമുള്ള കാര്യമല്ല. ബിഗ് ബോസ് കാണുമ്പോൾ മാത്രമേ ഇത് കണ്ടാൽ മതി. ആ, അല്ല, അത് അങ്ങനെയുള്ള ഇത് കൊണ്ടുള്ളത്. കാണുന്നവന്റെ, അതായത് കണ്ടോണ്ടിരിക്കുന്ന ആ ഒരു മണിക്കൂർ ഇത് സഹിക്കണമല്ലോ എന്നുള്ള ഒരു ബുദ്ധിമുട്ടേ ഉള്ളൂ, അല്ലാതെ പ്രശ്നങ്ങളൊന്നുമില്ല. ഉള്ളു. പക്ഷെ അത് എനിക്ക് എങ്ങനെ ഫീൽ ആവുന്നതെന്ന് അറിയാം. നമ്മൾ ഈ സിനിമയ്ക്കകത്തൊക്കെ ഇങ്ങനെ ക്രിഞ്ച് ആയിട്ടുള്ള റൊമാൻസ് പോർഷൻസ് ഒക്കെ വരില്ലേ, ആ ഒരു പക്ഷെ അത് ഫീലിംഗ് കുറച്ച് എനിക്കുള്ളൂ. നേരമല്ലേ ഉള്ളൂ, അത് 5 മിനിറ്റ് അല്ലേ ഉള്ളൂ. ഇത് അങ്ങനെയല്ലല്ലോ. ഇത് ഇതും അത്രയല്ലേ ഉള്ളൂ, ഇതും അത് അത്രയല്ലേ പ്രശ്നം ഉള്ളൂ. എന്താണെന്നറിയാവോ, നമ്മൾ സിനിമ ഓരോ ദിവസവും കാണണം കാണുന്നതൊക്കെ എന്നുള്ളതുകൊണ്ട്. അതുകൊണ്ട് അത് പോട്ടെ. അതല്ലാതെ തന്നെ നമ്മൾ സിനിമ കാണുമ്പോൾ അത് അവർ കുറച്ച് സിനിമാറ്റിക് ആയിട്ടൊക്കെയാണ് എടുക്കുന്നത്, നമുക്കത് കണ്ടോണ്ട്. ഇതങ്ങനെയല്ല, ഇത് ബിഗ് ബോസ് ആവശ്യമില്ലാത്തടത്തൊക്കെ ഇങ്ങനെ സൂം ചെയ്തൊക്കെ കാണിക്കും, ചില ആ അതാണ് അനാവശ്യമായിട്ട്. എനിക്ക് എനിക്ക് ഈ കോംബോയുടെ കാര്യത്തിൽ പറയാനുള്ളത്. അതാണ്, അത് ബിഗ് ബോസ് ഇങ്ങനെ ആവശ്യമില്ലാത്ത സൂം ചെയ്ത് കാണിച്ച് നമ്മളെ വെറുപ്പിക്കുന്നതുകൊണ്ടല്ലേ. അല്ലാണ്ട് അവരവിടെ ഏതോ ഒരു മൂലയ്ക്ക് പോയി, ക്യാമറ ഉള്ളിടത്ത് ഒരു മൂലയ്ക്ക് പോയി ഇരുന്ന് കാണിക്കുന്നു. ഉം. അത് നമ്മളിലേക്ക് എത്തിക്കുന്ന ബിഗ് ബോസ് ആണ്. അതുകൊണ്ട് നിങ്ങൾ അവരെ പറയുന്നതിലും കൂടുതൽ നിങ്ങൾ ബിഗ് ബോസിനെയാണ് തെറി വിളിക്കുന്നത്. കാര്യം അത് അങ്ങേരാണ് ഇത് മുഴുവൻ സൂം ചെയ്ത് ആവശ്യമില്ലാത്ത ആംഗിളൊക്കെ കാണിക്കുന്നത്. ആവശ്യമില്ലാത്ത ആംഗിളും, അത് ഇപ്പൊ അവര് കൈ പിടിച്ചിരിക്കുകയാണെങ്കിൽ അവരുടെ കൈയുടെ വിരലുകൾ വരെ ഫോക്കസ് ചെയ്ത് സൂം ചെയ്ത് കാണിക്കും. നിങ്ങൾ കാര്യം കണ്ടില്ലെങ്കിൽ ഞാൻ കണ്ടോളെ. ഇതിലൊരു പ്രൈവസി ഇല്ലല്ലോ. ഇനിയിപ്പോ അവർക്ക് കോംബോയുടെ ഭാഗമായിട്ടാണെങ്കിലും അല്ലെങ്കിൽ ശരിക്കുള്ളതാണെങ്കിലും അവരെങ്ങനെ ചെയ്യുമ്പോഴും ഇത്തിരി ഒരു കാര്യമുണ്ട്. പ്രണയത്തിലാകുന്നവർക്ക് അല്ലെങ്കിൽ അങ്ങനെ ഇതിലിരിക്കുന്നവർ അല്ലെങ്കിൽ അത്രയും പേഴ്സണൽ ആയിട്ട് ഇടപഴകുന്ന ഫ്രണ്ട്സിന്റെ ഇടയിൽ അത് ബ്യൂട്ടിഫുൾ ആയിരിക്കും, അത് വണ്ടർഫുൾ ആയിരിക്കും. പക്ഷെ മറ്റുള്ളവർക്ക് അത് ചിലപ്പോൾ ക്രിഞ്ചായിട്ട് തോന്നിയിരിക്കും. കാര്യം നമുക്ക് അത് ചിലപ്പം അങ്ങനെ ഒരു കണ്ടോണ്ടിരിക്കാൻ പറ്റിയെന്ന് വരില്ല. അത് അപ്പൊ അത് റിയൽ ഒരു ലൈഫിലാണെങ്കിൽ നമുക്ക് അവിടെ അവോയ്ഡ് ചെയ്ത് പോകാം, വീടിൻ്റെ ആ, അകത്ത് മറ്റുള്ളവർ ചെയ്യുന്ന പോലെ. പക്ഷെ ഇത് ബിഗ് ബോസ് ആയതുകൊണ്ട് അണ്ണൻ അത് സൂം ചെയ്ത് കാണിക്കുന്നത് കൊണ്ടാണ് നമുക്ക് ഇങ്ങനെ കാണേണ്ട വരിക, അവർക്ക് ഇത്ര ഹേറ്റ്രെഡ് വരികയും ചെയ്യുന്നത്. ആ, ബിഗ് ബോസ് അത് കാണിക്കുന്നില്ലെങ്കിൽ അവർക്ക് ഈ പ്രശ്നം വല്ലതും വരുന്നുണ്ടോ? അപ്പൊ ഇല്ല ഇല്ല. വീട്ടുകാരെന്തെങ്കിലും ആ, പറയുമായിരിക്കും, അവരെപ്പോഴും ഒരുമിച്ചിരിക്കുന്നു എന്ന് പറയുമായിരിക്കും. അത് പറഞ്ഞപ്പോഴാണോ ഓൺ ദാറ്റ് നോട്ട് ഞാനൊരു കാര്യം പറയാം. ഇത് ഈ ബിഗ് ബോസ് ചെയ്യുന്നത് തെറ്റാണെന്നാണ് ഞാൻ പറയുന്നത്. കാരണം ഇവരെ ഫോക്കസ് ചെയ്യുന്നുണ്ട്. ഇവർ ചെയ്യുന്ന സെയിം കാര്യമല്ലേ ഈ ശ്രീതുവും മറ്റേ ശരണ്യം ചെയ്യുന്നത്. അവരുടെ സെയിം ശരണ്യ ഇതുപോലത്തെ തന്നെ കോംബോ ആണ് അത്. അവർ രണ്ടുപേരും ഭയങ്കര ഫ്രണ്ട്സ് ആണ്. അവര് രണ്ടും ഒരേ ജെൻഡർ ആയതുകൊണ്ടാണ് കാണിക്കാത്തത്. അവരെ അങ്ങോട്ട് സൂം ചെയ്ത് അവർ കാണിക്കണം. അവര് രണ്ടുപേരും കൈപിടിച്ച് ഒറ്റയ്ക്കും മണ്ടയ്ക്ക് കയറിയൊക്കെ അല്ലേ ഇരിക്കുന്നത്. അവരെ സൂം ചെയ്യണം, അത് അവരെന്ത് സൂം ചെയ്ത് പക്ഷെ അവർ അത് ഫ്രണ്ട്സ് അത് ആയതുകൊണ്ട്, അവരുടെ രണ്ട് സെയിം ഫ്രണ്ട്സ് ജെൻഡർ ആണ്. ആയതുകൊണ്ട്. വേറെ ആണും പെണ്ണും വരുമ്പോഴത്തേക്കാണ് അത് പ്രശ്നമാകുന്നത്. പെണ്ണും പെണ്ണും സെയിം ഇരിക്കുമ്പോഴത്തേക്ക് അത് ജെൻഡർ കുഴപ്പമില്ല. ആയതുകൊണ്ടാണ് കാണിക്കാത്തത്. സെയിം അതെന്താ, ജെൻഡർ സെയിം ജെൻഡർ ആയതുകൊണ്ടാണ്. ആൾക്കാർക്ക് പ്രേമിച്ചൂടെ? ഓ, അതോ കല്യാണം അല്ല അവിടെ ഒരു കഴിച്ചുകൂടായിരുന്നു? അവിടെ എന്താണെന്നറിയാം, അവിടെ ഒരു കോംബോ ഉണ്ടാകുന്നില്ലല്ലോ. കാര്യം അവർ രണ്ടുപേരും ഹെട്രോസെക്ഷൽ ആണല്ലോ. അപ്പം ഓക്കെ. അത് ഇപ്പൊ അപ്പൊ അവർ നീ രണ്ടുപേരും രണ്ട് ഇൻഡയറക്ട്ലി പറയുന്നത് ബിഗ് ബോസ് ഹോമോസെക്ഷൽ, ഹോമോഫോബിക് ആണെന്നല്ലേ നീ പറയുന്നത്? അല്ല, ഹോമോഫോബിക് ആണെന്നല്ല ഞാൻ പറയുന്നത്. ഇപ്പൊ അതിന്റെ അകത്ത് രണ്ട് LGBT കമ്മ്യൂണിറ്റിയിലുള്ള രണ്ട് പേരുണ്ടെന്ന് വെച്ചു. അവര് തമ്മിൽ എന്തെങ്കിലും ഇതുപോലത്തെ സിമിലർ ആയിട്ടുള്ള ഇത് ഉണ്ടാകുകയാണെങ്കിലും ചിലപ്പോൾ ബിഗ് ബോസ് കാണിക്കുന്നിരിക്കും. കാര്യം അവര് തമ്മിൽ പ്രണയമുണ്ടല്ലോ. ബിഗ് ബോസിന് വേണ്ടത് പ്രണയമാണ്. അല്ല, ഇത് ഈ പ്രണയം അല്ലെന്നല്ലേ ശ്രീരേഖ ഇവര് പറയുന്നത്. ഇവര് ശ്രീരേഖ ഫ്രണ്ട്ഷിപ്പ് ആണെന്നല്ലേ പറഞ്ഞത്. എന്നിട്ട് ഇവര് എന്തിനാ അത് അവര് കാണിക്കുന്നത്? പറയുന്നു. പക്ഷെ അവരുടെ ചേഷ്ടകളിലൂടെ ബിഗ് ബോസ് സൂം ചെയ്ത് കാണിച്ച് നമ്മളോട് എടി പറയാൻ ഇതേ, ശ്രമിക്കുന്നു. കാര്യം അതാ അവര് ഞാൻ പറഞ്ഞേ, ഇതേ ചേഷ്ടയാണ് അവിടെ ഇരുന്ന് ശ്രീതു ശരണ്യം ചെയ്യുന്നത്. ആ ചേഷ്ട എന്താ കാണിക്കാത്തത്? ആവോ. കാര്യം ബിഗ് ബോസ് കാര്യം അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവര് ഫ്രണ്ട്സ് ആണല്ലോ. കാര്യം മറ്റേ അത് ഇവരും ആണല്ലോ. ശരൺ ആണ്. പക്ഷെ ഇവരുടെ പോലത്തെ ഫ്രണ്ട്ഷിപ്പ് അല്ലല്ലോ അവരുടെ ഇത്. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ അതിപ്പോ എങ്ങനെയാ പറയാ, ഇങ്ങനത്തെ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞാല് ഇപ്പൊ ഞാൻ പറയാം. ഇപ്പം ശരണ്യയുടെ ഓൾറെഡി വിവാഹം കഴിഞ്ഞു വന്ന ആളാണ്. പിന്നെ ശ്രീതുവിനെ കാണുന്ന അനിയത്തിയായിട്ടാണെന്ന് പറയുന്നുണ്ട്. അവിടെ ഒരിക്കലും അവര് ഫ്രണ്ട്സ് ആണെന്ന് പറയുന്നില്ല, ഒരു ചേച്ചി അനിയത്തി ബന്ധമാണെന്ന് അവര് തന്നെ പറഞ്ഞിട്ടുണ്ട്.
അതിപ്പം മനസ്സിലായി ഇവര് ജാസ്മിൻ തമ്മിൽ എന്താ ജാസ്മിൻ മറ്റേ ആണെന്ന് ഗബ്രീനെ ബ്രോ പറഞ്ഞിട്ടില്ല. എന്നാ വിളിക്കുന്നത്. സിബ്ലിങ്സ് ആണ് അങ്ങനെ ബ്രോ പറയുന്നില്ലല്ലോ, എന്നാ അങ്ങനെ വിളിക്കുന്നത്. പറയുന്നില്ല. ബ്രോന്ന് വിളിക്കുന്നു, പക്ഷെ അവരങ്ങനെ പറയുന്നില്ല, ഞങ്ങൾ ഫ്രണ്ട്സ് ആണെന്നാണ് പറയുന്നത്. അപ്പൊ ഇവരുടെ ഫ്രണ്ട്ഷിപ്പ് ആണോ ലവ് ആണോ എന്നുള്ളത് കൺഫ്യൂഷൻ ബിഗ് ബോസിന് തന്നെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ബിഗ് ബോസ് നമ്മളെ കാണിച്ചിട്ട് നമ്മളോട് ചോദിക്കണം നിങ്ങൾ തീരുമാനിക്കുക എന്താണെന്നുള്ളത് എന്നുള്ള രീതി. അല്ല കാര്യം അവരവിടെ തീരുമാനിക്കുന്നില്ല, അവര് ഫ്രണ്ട്സ് ആണെന്ന് പറയുന്നു. കേട്ടോണ്ടിരിക്കുന്നവരെ ഞാനൊരു കാര്യം ഉം. പറയട്ടെ. അതായത് കേട്ടോണ്ടിരിക്കുന്നവർ വിചാരിക്കരുത് ഞാൻ എന്താണ് ശരണ്യയും ശ്രീതുവിന്റെയും ക്യാരക്ടർ അസസിനേഷൻ നടത്തുകയാണെന്ന് വിചാരിക്കരുത്. ഞാൻ ബിഗ് ബോസിന്റെ ഒരു ഫ്ലോ പറഞ്ഞതാണ്. അതായത് ഒരു ആരെങ്കിലും വിരോധാഭാസം, ആ അതായത് സിമിലർ അത് ആക്ടിവിറ്റി അവിടെ വേറെ ആൾക്കാർ ചെയ്യുമ്പോൾ, പക്ഷെ അവരുടേത് അവരിങ്ങനെ കൈ പിടിച്ചിരിക്കുന്നില്ല, കൈയൊക്കെ അടിക്കുന്നില്ല എന്നൊക്കെ ഇങ്ങനെ ചിലപ്പോൾ ആൾക്കാർ പറഞ്ഞു കാണുന്നുണ്ട്. അങ്ങനെയൊന്നും കാണിക്കുന്നതായിട്ട് നമുക്ക് അറിയത്തില്ലല്ലോ. എനിക്കറിയാം. എനിക്കത് മനസ്സിലാവുന്നില്ല. അത് ജെൻഡർ വൈസ് ആണോ ഇപ്പം ഈ എങ്ങനെ ഫോക്കസ് ചെയ്യണം, എങ്ങനെ ഫോക്കസ് ചെയ്യണ്ട എന്നൊക്കെ ടിപ്പിക്കൽ തീരുമാനിക്കുന്നത്? ടിപ്പിക്കൽ ഒരു സൊസൈറ്റിയുടെ ഇതിലനുസരിച്ച്, നമ്മുടെ ഒരു കൾച്ചറിന്റെ ഭാഗം അനുസരിച്ച് അങ്ങനെ ചില അസൈൻഡ് ആയിട്ടുള്ള ചില ജെൻഡർ റോളുകളും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പൊ അപ്പൊ അങ്ങനെ പിന്നെ നോക്കുമ്പോ ആ ഗബ്രിയെ ഒരു കുറ്റം തിയറി പറയാൻ വെച്ചിട്ടാണ് പറ്റുമോ? ഞാൻ പറഞ്ഞത്. അപ്പൊ പിന്നെ എന്ത് ഗബ്രിയെ കുറ്റം കിട്ടുന്നത് പറയാൻ പറ്റുമോ? അവന് എന്താണ് പെണ്ണുങ്ങളുടെ മേത്ത് എറിയരുതെന്ന് പറയുന്നതിന് കുറ്റം പറയാൻ പറ്റുമോ? ബിഗ് ബോസ് ഈ പരിപാടിയാണ് ചെയ്യുന്നത്, പിന്നെ അവൻ എന്താ പറഞ്ഞാല്? ഏഹ് ബിഗ് ബോസ് അത് എവിടെ എക്സ്പ്ലിസിറ്റ് ആയിട്ട് പറയുന്നില്ലല്ലോ. നമ്മൾ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇത് അണ്ടർലൈനിങ് മീനിങ് നമ്മൾ പോയി കണ്ടുപിടിച്ചാൽ ഇത് ഇപ്പം കേട്ടോണ്ടിരിക്കുന്ന ആരെങ്കിലും ഈ കോംബോനെ പറ്റി ശ്രദ്ധിച്ചിട്ടുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മൾ ഈ ഒരു ബിഗ് ബോസിന്റെ ഈ ഒരു വിരോധാഭാസം കാണിക്കാൻ വേണ്ടിയിട്ട് അതിങ്ങനെ പ്രൊജക്ട് ചെയ്ത് എടുത്ത് അത് പറയുന്ന കാര്യം അവര് അതുകൊണ്ടല്ല. തന്നെ അല്ല, പറയുന്നത്. ഈ ആ ശ്രീധുവിന്റെയും ശരണ്യയുടെയും കാര്യത്തിലാണെങ്കിൽ അവര് ഒരേ എന്തേലും ഒരു നോമിനേഷൻ കൊടുക്കാൻ പോയി കഴിഞ്ഞാൽ അവര് പറയുന്ന റീസൺ വേർഡ് ടു വേർഡ് സെയിം ആണ്. അവരൊരുമാതിരി സിമിലർ, ട്വിൻസ് പോലെ. അതാണ് അതുകൊണ്ടാണ് ഞങ്ങൾ ജബ്രിയുടെ ഇതിന്റെ കാര്യം പറഞ്ഞത്. കാരണം ജബ്രികളും അങ്ങനെയാണ്. ആ, അവര് നോമിനേഷനിൽ വരുന്നത് ആ കൂട്ടത്തിൽ റസ്മിനും കൂടെ ഉണ്ട്. കാര്യം റസ്മിൻ ഇവരുടെ ഒരു ഇതില് കോംബോയിൽ വരുന്ന ഒരു ഒരു മൂന്നാമത്തെ ട്രയോ ഒരു ആണ്. അതെ അതെ. ഹോളി ജബ്രിയൊക്കെ ട്രിനിറ്റിയിൽ മൂന്നാമത്തെ അംഗമാണ്. അതെ അതെ അതെ. അപ്പൊ അവരൊരു കോംബോ, ഇവര് പറയുന്നതും ഏതാണ്ട് ഒരേ കാരണങ്ങളാണ്. പക്ഷെ ശ്രീതു ശർമ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് നമ്മളെ പോലെയാണ്, അവര് ജിങ്സ് ആണ്. അവരിങ്ങനെ ഒരേ കാര്യങ്ങളെ നോമിനേഷനിൽ വരാറുള്ളൂ. എന്നിട്ട് ചിലപ്പോ ഇവര് നോമിനേറ്റ് ചെയ്തിട്ട് ഇറങ്ങി വന്നിട്ട് ജിങ്സ് എന്ന് പറയുമായിരിക്കും, എനിക്കറിയില്ല. എന്താണെങ്കിലും so അവരുടെ എല്ലാ നോമിനേഷനും അങ്ങനെയാണ് ആദ്യത്തെ ആഴ്ച തൊട്ട്. അതാ ഞാൻ പറഞ്ഞ ഒരു ചേച്ചി അനിയത്തി അങ്ങനെ ഒരു ബന്ധമാണെന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അത് anyways, എനിക്കറിയില്ല. അപ്പൊ അത് പോട്ടെ, ഇത് നമ്മുടെ ബിഗ് വിഷയത്തിൽ നിന്ന്. ബ്രദറിലാണെങ്കിൽ ഇങ്ങനെ ആയിരിക്കും. അതായത് ഇംഗ്ലീഷ് ബിഗ് ബോസ് ഇങ്ങനെ ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ആ ബിഗ് ബ്രദറില് പെണ്ണുങ്ങളിരുന്നാലും പെണ്ണുങ്ങളിരുന്നാലും അവർ ഫോക്കസ് ചെയ്യും, ആണുങ്ങളിരുന്നാലും അവർ ഫോക്കസ് ചെയ്യും, എന്താ പെണ്ണാണ് ഇരുന്നാലും ഫോക്കസ്, എല്ലായിടത്തും ഫോക്കസ് ചെയ്യും. അത് ഫോക്കസ് ചെയ്ത് അത് ഒരു ഇങ്ങനത്തെ ഒരു ഡിമീനിങ് രീതിയിലായിരിക്കത്തുമില്ല കാണിക്കുന്നത്. അവരുടെ ആ ഒരു കോംബോ ബിഗ് കാണിക്കാൻ വേണ്ടി ബ്രദറില് അവരെല്ലാം. പബ്ലിക് അഫെക്ഷൻ അങ്ങനെ അവര് കാണിക്കാറില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ എന്നാലും കിസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. ഞാൻ കണ്ടിട്ടില്ല ബിഗ് ബ്രദർ. അല്ല, ഞാൻ പറഞ്ഞതിന്റെ ഹിന്ദിയിലൊക്കെ മീനിങ് ഇതുണ്ടെന്ന് അതാണ്. കേട്ടിട്ടുണ്ട്. അല്ല, ഞാൻ പറഞ്ഞതിന്റെ കാര്യം ഇത്. അതായത് ബിഗ് ബോസിൽ, ഐ മീൻ ബിഗ് ബ്രദറിൽ ഒരു ഇംഗ്ലീഷ് പ്ലാറ്റ്ഫോം ആയതുകൊണ്ട് അവർക്ക് ആ ഒരു ജെൻഡർ റോൾ അസൈനിങ് ഇല്ല. അത് ചെയ്യുന്നില്ല ബിഗ് ബോസ്. അപ്പൊ അവിടെ ഉള്ള ആ ഒരു വിശാല മനസ്കത എന്തുകൊണ്ട് ഈ ബിഗ് ബോസ്, നമ്മുടെ മലയാളി ബിഗ് ബോസ് ചെയ്യുന്നില്ലെന്ന് എനിക്കൊരു കാര്യം അറിയില്ല. ഇതിന്റെ ഓഡിയൻസിന്റെയും കൂടെ അവരുടെ ടാർഗറ്റ് ഓഡിയൻസ് അത്തരക്കാരാണ്. അവർക്കറിയാം ഈ ജബ്രികളുടെ. ഇപ്പൊ ഒന്ന് ആലോചിക്കുക, ബിഗ് ബോസ് കമന്റുകളും മറ്റു കാര്യങ്ങളും എല്ലാം ശ്രദ്ധിക്കുന്നുണ്ട്. കാര്യം അവർക്ക് അത് അറിഞ്ഞേ പറ്റുള്ളൂ. ഉം. അപ്പൊ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഒരുപക്ഷെ ജബ്രി കോംബോനെ പുറത്താക്കണം, ഇവരുടെ ഇത് അവസാനിപ്പിക്കണം, ഇങ്ങനത്തെ കാര്യങ്ങൾ. അപ്പൊ അതുകൊണ്ടാണ് ബിഗ് ബോസ് എപ്പോഴും ഇവരെ സൂം ചെയ്ത് കാണിക്കുന്നത്. കാര്യം അങ്ങനെ ഉണ്ടാകുമ്പോഴേ ഇവർക്ക് എൻഗേജ്മെന്റ് ഉണ്ടാകുന്നുള്ളൂ. അത് ശരിയാ. പിന്നെ അടുത്ത ശ്രീധുവും ലാലേട്ട ശരണ്യയും പിന്നെ ഇൻവിസിബിൾ മാൻ ആണ് ശരിക്കും. അല്ല, അവര് ഇൻവിസിബിൾ ആണ്. ഇപ്പൊ ശ്രീധുവൊക്കെ എന്തോ ഒന്നും കാണാൻ പോലും ഇല്ലായിരുന്നു. എല്ലാ ദിവസവും മോർണിംഗില് ഡാൻസിന്റെ സമയത്ത് കാണാം, അല്ലാത്ത സമയത്ത് കാണാൻ പോലും ഇല്ലായിരുന്നു. അപ്പൊ ഇനിയുള്ള ഇപ്പൊ നമ്മൾ കാണാത്ത എപ്പിസോഡുകളിൽ എങ്ങനെയാണെന്ന് എനിക്കറിയാൻ പാടില്ല. ഇപ്പൊ ശ്രീധു കുറച്ച് കേറി വരുന്നുണ്ടെന്ന് കേട്ടായിരുന്നു. അപ്പൊ അറിയത്തില്ല എന്താണേലും. നിങ്ങൾ കണ്ട അത്രയൊന്നും ഇതില് വലിയ ഇതൊന്നും ഇല്ല. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ പ്രത്യക്ഷപ്പെടും എന്നുള്ളതല്ലാണ്ട് അങ്ങനെ വലിയ ഇതൊന്നും ഇല്ല. അപ്പം അതുകൊണ്ടാണ്. അപ്പൊ അവരുടേതെടുത്ത് സൂം ചെയ്ത് കാണിച്ചാലും നാട്ടുകാർക്ക് പ്രത്യേകിച്ചൊന്നും തോന്നാനൊന്നും തോന്നുന്നില്ല. അവര് സിസ്റ്റേഴ്സ് അങ്ങനത്തെ ഒരു ആത്മബന്ധം ബോണ്ടിങ്ങിന്റെ ഭാഗമായിട്ട് എന്നൊക്കെ ചിന്തിക്കുള്ളൂ. പക്ഷെ ഇവിടെ ജാസ്മിനും ഗബ്രിയും കൂടെ വരുമ്പോഴത്തേക്കാണ് അവിടെ ബുദ്ധിമുട്ടാകുന്നത്. അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ഇപ്പം പലരും അർജുൻ ശ്രീതു കോംബോ, ശ്രീജുൻ എനിക്ക് ശ്രീതുൻ എനിക്ക് സത്യമായിട്ട് അറിഞ്ഞൂടാ. ഞാൻ അഫ്രി അതുങ്ങൾ ഒന്ന് എന്നൊക്കെ പറയും. ചിരിക്കുന്ന പോലും ഞാൻ കണ്ടിട്ടില്ല. ഒന്ന് ചിരിയോ വിട്ട് അവർ സംസാരിക്കുന്ന പോലും ഞാൻ കണ്ടിട്ടില്ല അങ്ങോട്ടും ഇങ്ങോട്ടും. ഇതുങ്ങൾക്ക് എവിടെ നിന്ന് കോമ്പോ കിട്ടുന്നു എനിക്കറിയാൻ വയ്യ. പക്ഷെ അപ്സര എന്തോ കേട്ടു അങ്ങനെ എന്തോ പറഞ്ഞിട്ട് എന്തോ ഒക്കെ പക്ഷെ നമ്മൾ സംഭവിച്ചായിരുന്നു. എന്തോ ഇതുവരെ അപ്സര കണ്ട മാത്രം. എപ്പിസോഡ്സിലൊന്നും നമ്മൾ കണ്ടില്ല
കണ്ടില്ലല്ലോ ഇല്ല ഇല്ല അങ്ങനത്തെ കാര്യം. ഇല്ല ഇല്ലല്ലോ. ഇല്ല, അങ്ങനത്തെ കാര്യം കണ്ടില്ല. ഇനി കാണാനുള്ളവരായിരിക്കും തോന്നുന്നു, അറിയില്ല, നോക്കണം. അപ്പം അന്നത്തെ ഈ പറഞ്ഞു പോയി, നമ്മുടെ റോക്കിയുടെ ഈ എയറിന്റെ ഇതില് ഗബ്രി ഒരുപാട് പ്രൊവോക്ക് ചെയ്ത് റോക്കി പിന്നെ നല്ല ആഞ്ഞെറിയുന്നുണ്ട്. അത് എറിഞ്ഞു കഴിഞ്ഞിട്ട് ഇവരുടെ ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് പുള്ളി പോയിട്ട് അതെല്ലാം തല്ലിപ്പൊട്ടിക്കുന്നത്. മറ്റേ ഈ വീടെല്ലാം മറ്റേ ഇടിച്ചു പ്ലാസ്റ്റിക് അല്ല, പൊളിക്കും. ഈ കപ്പ് കൊണ്ടുള്ള വീട് എറിഞ്ഞ് പിന്നെ പുള്ളി എറിഞ്ഞു വീഴ്ത്തുന്നുണ്ട്. അപ്പൊ അന്നത്തേതില് ജിൻഡോയുടെ ടണൽ ടീമാണ് ജയിക്കുന്നത്. ഉം. പിന്നെ അടുത്ത എപ്പിസോഡില് ഓ അല്ല, ഉം, അതിനകത്തിൽ പുള്ളി ഉം, എന്താണ് പുള്ളിയുടെ അവിടെ നോക്കി എന്തോ ഒരു പ്രത്യേക ഏരിയയിൽ നോക്കി, ഗ്രോയിൻ ഏരിയയിൽ നോക്കി എറിഞ്ഞു. അപ്പൊ പുള്ളിക്ക് ഉം, ഉം, വേദനിച്ചു ഉം. എന്നൊക്കെ പറയുന്നുണ്ട്. അതായത് ആ ഗബ്രി ആ പറയുന്നുണ്ട് റോക്കി ഗബ്രി മനഃപൂർവ്വം ഇറങ്ങിയതാണ്, ഉന്നം ആ വെച്ച് മനഃപൂർവ്വം അവിടെ ഇറങ്ങിയതാണ്. നോക്കി, ആ ഉന്നം വെച്ച് അവിടെ നോക്കി എറിഞ്ഞു. അപ്പൊ റോക്കി അവരെല്ലാം കൂടെ ഒരു നിരന്ന് ഡയലോഗും നിന്ന ഗ്യാപ്പിൽ ഒരു പറയുന്നുണ്ട്. സൂചി പോലും കിടക്കാനുള്ള അതെ ഞാൻ എന്നാ ഇത് ഷൂട്ട് എന്ത് സ്നൈപ്പർ എന്റെ അല്ല, എന്റെ ഗണ്ണ് കയ്യിൽ വെച്ചിട്ടാണ്. തോക്കല്ലല്ലോ, തോക്കല്ല, ഉന്നം ആ വെച്ചെറിഞ്ഞത്. ആ എന്റെ കയ്യിൽ തോക്കാണല്ലോ ഉന്നം വെച്ച് അടിക്കാനായിട്ട്, ആ, അങ്ങനെ എന്തോ പറഞ്ഞു പുള്ളി. ഉം, അത് ന്യായമായിട്ടുള്ള ഒരു ചോദ്യമാണ്. കാര്യം ഇവരെല്ലാവരും കൂടെ ഇങ്ങനെ നിരന്ന് നിൽക്കാണ്, അവിടെ ഒരു സൂചി കിടക്കാനുള്ള ഗ്യാപ്പ് പോലും ഇല്ല. അപ്പം എറിയുന്നത് റോക്കി നല്ല എയർ എറിഞ്ഞു എന്നുള്ളത് ശരിയാണ്. പക്ഷെ പക്ഷെ എന്നാലും അവൻ സ്പോഞ്ച് പറയുന്ന പോലെ, ബോളല്ലേ, എന്തുവാ എത്ര എന്നാലും വേഗം. ഉണ്ടല്ലോ ചില സമയത്ത് ഇപ്പൊ നമ്മൾ ഈ മറ്റേ ക്രിക്കറ്റിനൊക്കെ നമ്മൾ ഈ മറ്റേ ഇതില്ലാത്ത ടെന്നീസ് ബോൾ പോലത്തെ സാധനം വെച്ച് കളിക്കാറില്ലേ, എന്നാലും പക്ഷെ അത് ചില അതുപോലത്തെ സമയത്ത് അതിന്റെ ബോളാണെന്ന് എനിക്ക് സ്പീഡിൽ. തോന്നുന്നില്ല. മറ്റേ ഈ കയ്യിൽ ഇല്ല, വെച്ച് ഇത് മസാജ് സ്പോഞ്ചാ, ചെയ്യുന്ന മറ്റേ കൈ ബോളില്ലേ? വെച്ച്, അതെ ആ അതെ 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 മസാജ്. അതെ. എന്നാലും അത് ആണെങ്കിലും ചിലപ്പോ എറിയുമ്പോ ആ വേദന എടുക്കുമായിരിക്കും നൊന്തൂന്നിരിക്കട്ടെ, റോക്ക്. പക്ഷെ ഇതിപ്പോ ആ ഉന്നം വെച്ചെറിഞ്ഞു എന്ന് പറയേണ്ട കാര്യം. അത് ഉന്നം വെച്ച് ആ, എറിഞ്ഞു അത് എന്ന് അർജുൻ. പറയുന്ന അല്ല അതിനകത്തിലെ പ്രോബ്ലം. അതിനകത്ത് ഇവൻ പറയുന്ന പ്രോബ്ലം എന്ന് വെച്ചാൽ പെണ്ണുങ്ങളുടെ വയറിൽ നോക്കി എറിഞ്ഞു, പെണ്ണുങ്ങളുടെ പ്രത്യേക കാര്യം സ്ഥലത്തൊക്കെ നോക്കി കാര്യം എറിഞ്ഞു. ശ്രീരേഖയുടെ ഇടുപ്പിന്റെ ഭാഗത്ത് കണ്ട് കൊണ്ടുവന്ന് പുള്ളിക്കാരി പറയുന്നുണ്ട്. പക്ഷെ അത് പുള്ളിക്കാരി അത് ഗെയിമായിട്ട് അന്നേരം എടുത്തു. പക്ഷെ ഈ ഗബ്രി അത് ഒന്ന് ട്രിഗർ ചെയ്ത് അങ്ങനെ മനഃപൂർവ്വം എറിഞ്ഞാണെന്നുള്ള രീതിയിൽ ആദ്യം പറഞ്ഞു. പിന്നെ ഗബ്രി അത് വലിയ വിഷയമാക്കാൻ ശ്രമിച്ചപ്പോ ശ്രീരേഖയ്ക്ക് കത്തി, ആ ഇവൻ അവരെ ഞങ്ങളെ വെച്ചിട്ട് യൂട്ടിലൈസ് കളിക്കുകയാണ് ചെയ്യാണ്. എന്നുള്ളത്. ഉം. അപ്പം ശ്രീരേഖ പറഞ്ഞു അത് ഞാനത് ഗെയിമിന്റെ ഭാഗമായിട്ട് എടുത്തു, അത് എന്റെ പേര് പറഞ്ഞ് വിഷയം ഉണ്ടാക്കണ്ട എന്ന് പുള്ളിക്കാരി നൈസായിട്ട് പറഞ്ഞു. അത് അങ്ങനെ ഗബ്രിയുടെ പ്ലാൻ അവിടെ ഫെയിലായി. കഷ്ടം. അപ്പൊ ഗബ്രി ഇനി ആരും കഷ്ടം ട്രസ്റ്റ് ചെയ്യില്ല ഗബ്രിയുടെ. എന്നൊക്കെ അന്ന് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. അപ്പൊ ഇത് കഴിഞ്ഞിട്ടുള്ള അന്നത്തെ ദിവസമല്ലേ പുള്ളി പോയിട്ട് മറ്റേ ഭിത്തി ഇടിച്ച് പൊളിക്കുന്നത്, ഓ റോക്കി. ആ ആണെന്ന് തോന്നുന്നു. ശരിയാണ്, ശരിയാണ്. ആ അതെ അതെ ആണ്. ഉം. ഇത് കഴിഞ്ഞു കഴിഞ്ഞിട്ട് ഇവര് ജാസ്മിനും ഗബ്രിയും കൂടെ സോഫയിൽ ഇരുന്നിട്ട്, അപ്പം അവരുടെ ഓപ്പോസിറ്റ് ആയിട്ട് കുറച്ച് ദൂരെയായിട്ട് റോക്കി ഇപ്പം ഇരിപ്പുണ്ട്. അപ്പൊ റോക്കി അവിടെ ഇരുന്ന് എന്തോ കോഫി കുടിച്ചോണ്ടിരിക്കുന്നു, ഇവരവിടെ ഇരിക്കുന്നുണ്ട്. ഇവരവിടെ ഇരുന്നിട്ട് ഗബ്രി, ആ ഗെയിം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അവരങ്ങനത്തെ ആ ഒരു കോംബോ ആണെങ്കിൽ ആൾക്കാർക്ക് അതെ അതെ അതെ, നല്ലൊരു ഇതായിരുന്നു. നല്ലായിരുന്നു. കാര്യം റോക്കീനെ നോക്കിയിട്ട് ജാസ്മിന്റെ ചെവിയിലിരുന്ന് പുള്ളി ഇങ്ങനെ എന്തോ എന്തോ പാട്ട് പാടിക്കൊണ്ടിരിക്കുകയല്ലായിരുന്നു. അലകളിൽ ആ ഒരു ആ ഒരു പുഴ ആ ഒരു ഭൂമി അങ്ങനെ എന്തോ പറഞ്ഞോണ്ട് മറ്റേ ഈ പുള്ളി പാട്ട് എന്തോ പറഞ്ഞു. എന്തായിരുന്നു? എന്തോ കളകളമിളകും ഒരരുവിയിൽ ഇളകളിൽ ഒരു ആ കുളത്തിൽ ഒരു അത് തന്നെ കുയിലിന് അത് ഒരു തന്നെ. പിളകം. അവസാനമാണ്. അതെ അതെ. പുളകം ആ സാധനം തന്നെ, അത് തന്നെ. അതൊക്കെ പാടിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ റോക്കി വിചാരിക്കുന്ന റോക്കിനെ കുറിച്ച് എന്തോ പറഞ്ഞ് അതെ. ചിരിക്കുകയാണെന്നുള്ള കാര്യം. അത് അതായത് പുള്ളിയെ ജാസിനോട് നോക്കി ചൂണ്ടിയൊക്കെയാണ് ചിരിച്ചോണ്ടാ സംസാരിക്കുന്നത്. അപ്പൊ പുള്ളിയെ സംസാരിക്കുന്നത്. ചൊറിയണം. പക്ഷെ അവര് ചൊറിയണം. സംസാരിക്കുന്നത് വേറെ ടോപ്പിക്കാണ്. അത് ആ ഗബ്രി അത് പറഞ്ഞുകൊണ്ടാണ് ജാസ്മിനോട് പറയുന്നുണ്ട്, ഇത് നമ്മൾ അങ്ങനെ സംസാരിക്കുകയാണെങ്കിൽ അവൻ ഉറപ്പായിട്ട് എന്തെങ്കിലും ട്രിഗർ ആവും എന്നുള്ള രീതി പറഞ്ഞുകൊണ്ട് അവർ പ്ലാൻ ചെയ്തിട്ടാണ് അങ്ങനെ സംസാരിക്കുന്നത്. അപ്പൊ അതുപോലെ തന്നെ റോക്കി അതിൽ വീഴുകയും ചെയ്തു. റോക്കിയുടെ ഒരു പ്രശ്നം അതാണ്. റോക്കി ഭയങ്കര എന്താ പറയുന്നത്, പെട്ടെന്ന് ഈസിലി ട്രിഗർ ചെയ്യാൻ എളുപ്പമാണ്, ഭയങ്കര അഗ്രസീവ് ആണെന്ന് മാത്രമല്ല, എന്താ പറയുന്നത്, റോക്കി പലപ്പോഴും എന്തെങ്കിലും കാര്യം പറഞ്ഞുകൊണ്ട് വരുമ്പോഴും അങ്ങോട്ട് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുടെ നെഞ്ചത്തോട്ട് കയറി വരുന്നു. കഴിഞ്ഞ എപ്പിസോഡിൽ ഞാനത് പറഞ്ഞു, ഇങ്ങനെ പെണ്ണുങ്ങളുടെ ഇതിലോട്ടൊക്കെ എന്താണല്ലേ. സംസാരിക്കുമ്പോഴും ആ ഒരു ഭയങ്കര പേഴ്സണൽ പേഴ്സണൽ സ്പേസ് എന്നുള്ള സ്പേസ് കാര്യം. ഇല്ല. ജിഗ്സ്. അത് റോക്കി മാത്രമല്ല, അതിപ്പം ഇവിടെ ഉള്ള പല കണ്ടസ്റ്റൻസും അങ്ങനെയാണ്. പേഴ്സണൽ സ്പേസ് എന്നുള്ള കാര്യം ജിൻഡോ ഒക്കെ ആണെങ്കിലും ഒക്കെ അതുപോലെയൊക്കെ ഉണ്ട്, ഇങ്ങനെ കയറി അങ്ങ് വരുവാണ്. പക്ഷെ പക്ഷെ റോക്കിയുടെ ജിൻഡോ ഇച്ചിരി കൂടെ ഭേദമാടാ. ഭീകരമാണ്. ജിൻഡോ ഉം. ഭയങ്കര ഭേദമാണ്. കാരണം റോക്കിയുടെ നമുക്കൊരു അസഹനീയമായിട്ട് തോന്നുന്ന ടൈപ്പിലുള്ള ഒരു അടുത്ത് വരവാണ്. അങ്ങ് ഇപ്പൊ ഓൾമോസ്റ്റ് നമ്മുടെ മൂക്കെ മുട്ടി എന്നുള്ള രീതിയിലാണ് പുള്ളി അടുത്ത് വരുന്നത്. ജിൻഡോ ജസ്റ്റ് ആ ഉം. ഒരു ജിൻഡോ ചെയ്യുന്ന കറക്റ്റാന്നല്ല ഞാൻ പറഞ്ഞു. ഇയാളെ വെച്ച് നോക്കുമ്പോൾ ഭേദമെന്നാണ് പറഞ്ഞത്.
ഇത് നമുക്കും ആ അനുഭവം ഉള്ളതാ. ഇതൊരുമാതിരി ഭയങ്കരമായിട്ട് അത് ആർക്കാണെങ്കിലും അൺകംഫർട്ടബിൾ ആകും, പ്രത്യേകിച്ച് പെണ്ണുങ്ങളൊക്കെ ആകുമ്പോഴത്തേക്കും അത് കുറച്ചുകൂടെ കൂടുതൽ. പെണ്ണുങ്ങളൊന്നും വേണ്ട, ഇപ്പം പക്ഷെ ആണുങ്ങളാണ് ഉണ്ടല്ലോ, ആരാണ് ഇപ്പൊ എന്റെ അടുത്തോട്ട്. എനിക്ക് ആ എനിക്ക് ഈ റോക്കിയോട് ജാസ്മിൻ, എനിക്ക് ആ ജാസ്മിൻ ഒരു ആ മൊമെന്റിൽ എനിക്ക് ജാസ്മിൻ ഭയങ്കര നല്ലതായിട്ട് തോന്നി. പുള്ളിക്കാരി ഇങ്ങനെ ഈ അടുത്തോട്ട് മോന്തയ്ക്കോട്ട് കയറി കയറി വരുമ്പോൾ ഏതോ ഒരു എപ്പിസോഡിൽ പുള്ളിക്കാരി പറയുന്നുണ്ട്, നീ എന്താ ബാക്കിയുള്ള ആൾക്കാരുടെ കൂട്ട് നീ മോന്തയ്ക്കോട്ട് കയറി വരുമ്പോഴത്തേനും വായു അടച്ച് പേടിച്ച് പൊത്തിയിരിക്കുന്നവരാണെന്ന് മാറുന്നു. വിചാരിക്കണ്ട, എന്തുവാ നീ ആ കയറി വന്ന് നോക്കടാ എന്ന് പറയുന്നുണ്ട്. അപ്പൊ പുള്ളി അങ്ങ് മാറുന്നുണ്ട്. പറയുന്നുണ്ട്. ആ, ഇല്ല അപ്പൊ ഇല്ല പറ- കേറത്തില്ല, ജാസ്മിന്റെ അടുത്ത് പുള്ളി അങ്ങനെ ചെല്ലത്തില്ല. കാര്യം ഇല്ല. ജാസ്മിന്റെ അടുത്ത് അങ്ങനെ ചെല്ലാൻ പറ്റത്തില്ല, പുള്ളി പുറകോട്ട് മാറത്തില്ലെന്ന് അറിയാം. അപ്പൊ ആ, അതുകൊണ്ട് പുള്ളിയുടെ ആ പരിപാടി ജാസ്മിന്റെ അടുത്ത് നടക്കത്തില്ല. നടക്കത്തില്ല. അല്ല ഉം. അതുകൊണ്ടൊക്കെയാണ് ജാസ്മിൻ അങ്ങനെയൊക്കെ നോക്കുവാണെങ്കിൽ അക്കാര്യത്തിലൊക്കെ നല്ലതാണ്. കാര്യം ഇപ്പൊ ഈ പലരും പറയുന്നുണ്ട് ഗബ്രിയുടെ ഗെയിമിന്റെ ഇത് കളയുന്നത് ജാസ്മിനാണ്, അവരുടെ ആ കോമ്പോയില്. എനിക്കത് തോന്നുന്നില്ല. ഗബ്രി നോറയുടെ വെളിപ്പെടുത്തിയ വെളിപ്പെടുത്തൽ അനുസരിച്ചാണെങ്കിൽ ഗബ്രി ഫസ്റ്റ് വീക്ക് തൊട്ടേ ഒരു കോംബോ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ട്. ആ, അപ്പൊ അതെ അവന് ഈ അതെ. ജാസ്മിനുമായിട്ട് ഭയങ്കരമായിട്ട് പുള്ളി അങ്ങ് ഡിപ്പെൻഡഡ് ആയിപ്പോയി. അപ്പൊ പുള്ളിക്ക് അവളില്ലാതെ കാര്യം, പുള്ളിനെ എന്ത് കാര്യത്തിലും സപ്പോർട്ട് ചെയ്യുന്നതും എല്ലാത്തിനും കൂടെ നിൽക്കുന്നതും ജാസ്മിൻ മാത്രമേ ഉള്ളൂ. അപ്പൊ ഇച്ചിരി ജാസ്മിന്റെ ഒരു സപ്പോർട്ട് ഇമോഷണൽ കൂടിപ്പോയോ സപ്പോർട്ട്. ചേട്ടാ എന്ന് പറയാനാണ് എനിക്ക് തോന്നിയത്. കാരണം അവനെ പറയാൻ അവന്റെ അത് കുഴപ്പമില്ല, വിട്. അവനെ പറയാൻ സമ്മതിക്കത്തില്ല അവള്. അവള് കയറിക്കിടന്നു പറയുള്ളൂ. അല്ല അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഇപ്പം അവന് അതുകൊണ്ട് വേറെ ഗുണമുണ്ട്. കാര്യം അവന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ അവൻ നേരിട്ട് ഇടപെട്ട് അവന് തീർക്കേണ്ട വരുന്നില്ല. എല്ലാരും പറയുന്നത് ഉം. ജാസ്മിൻ ഗബ്രീനെ സംസാരിക്കാൻ സമ്മതിക്കുന്നില്ല എന്നുള്ള. ഗബ്രി അവിടെ മിണ്ടാതെ ഇരിക്കുകയാണ്. കാര്യം ജാസ്മിൻ അവന് വേണ്ടിയിട്ട് അടി ഉണ്ടാക്കി, ജാസ്മിനാണ് പിന്നെ ഓരോ കുഴപ്പത്തിൽ ചെന്ന് ചാടുന്നത്. ജാസ്മിൻ അങ്ങനെ പോയിട്ട് ചാടേണ്ട കാര്യമില്ല. ഗബ്രി അവളുടെ പ്രശ്നത്തിൽ വരുമ്പോഴത്തേക്ക് അതുപോലെ ഇടപഴകുന്നുണ്ടോ എന്നുള്ളത്, അവളുടെ പ്രശ്നത്തിൽ അവള് തന്നെ പോകുന്നു, അവന്റെ പ്രശ്നത്തിൽ അവള് തന്നെ അങ്ങനെ പോകുന്നു. അങ്ങനെ അങ്ങനെ അത് മൊത്തത്തിൽ അവള് തന്നെയാണ്. ഇപ്പൊ വാട്ട് എവർ റിലേഷൻഷിപ്പ് ദേ ആർ ഇൻ, എനിക്കറിയില്ല അവരുടെ എന്താണ് അവരുടെ ഇതെന്ന്, അത് നമുക്ക് അറിയാൻ താല്പര്യമില്ല. ഫ്രണ്ട്ഷിപ്പ് വാട്ട് എന്ന് എവർ. പറയാം, ഇപ്പൊ ഫ്രണ്ട്സ് അവര് ഫ്രണ്ട്സ് എന്നാണല്ലോ പറഞ്ഞത്. അല്ല അതല്ല ഞാൻ പറയാൻ വന്ന കാര്യം ഇതാണ്. അതായത് എന്തോ ആയിക്കോട്ടെ, അവര് അടിയിട്ട് കഴിഞ്ഞാലുണ്ടല്ലോ, ജാസ്മിൻ ആദ്യത്തെ ആ വീക്കിൽ തന്നെയാണെന്ന് തോന്നുന്നു പുള്ളിക്കാരി അടിയിട്ടിട്ട് എഴുന്നേറ്റ് പോയി. എന്താ ഇവള് വിചാരിച്ചു പുള്ളിക്കാരൻ വന്നിട്ട് പുള്ളിക്കാരിന്നു, അവനൊരു അയാൾക്കുണ്ടല്ലോ, അവള് പോയാലും വലിയ കുഴപ്പമൊന്നുമില്ല ആറ്റിറ്റ്യൂഡിൽ പുള്ളി എവിടെയെങ്കിലും എന്നാ പിന്നെ പോട്ടെ, എന്നുണ്ടെങ്കിൽ ഇഷ്ടമുള്ളെങ്കിൽ വരട്ടെ എന്നൊക്കെയുള്ള രീതിയിലാണ് ഈ ജബ്രി അല്ല പക്ഷെ അത് കൊണ്ടു. ആദ്യത്തെ ആഴ്ച വല്ലപ്പോഴും ഇപ്പൊ പക്ഷെ അങ്ങനെയൊക്കെ ഇപ്പൊ. തന്നെയാണ്. പുള്ളിക്കാരിയുടെ അടുത്ത് ഒരു ദിവസം ദേഷ്യപ്പെട്ട്, നീ ഓർക്കുന്നില്ല, ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ടിട്ട് പുള്ളിക്കാരിയെ കരയിപ്പിക്കുകയോ എന്തൊക്കെയോ ചെയ്തു. ഇങ്ങനെ തന്നെയാണ് പുള്ളി, ഒരു കലിപ്പനല്ല, അല്ല പക്ഷെ ഒരു ഇപ്പം ഒരു തണുത്ത ഇപ്പം പുള്ളിക്കാരി ഊക്കിലുള്ള ഇല്ലാതെ പറ്റത്തില്ല. കലിപ്പന. കാര്യം കാര്യം ജാസ്മിൻ ലാലേട്ടന്റെ ഈ കഴിഞ്ഞ ലാലേട്ടന്റെ എപ്പിസോഡിന്റെ അകത്ത് പുള്ളിക്കാരി എനിക്ക് ഇതിൽ നിന്ന് മാറി പവർ ടീമിലോട്ട് അല്ലെങ്കിൽ മറ്റൊരു ഗ്രൂപ്പിലോട്ട് പോയാൽ കൊള്ളാമെന്നുണ്ട് എന്ന് പറഞ്ഞപ്പം ഗബ്രി ജാസ്മിൻ പോകുന്നത് വേണ്ട എന്ന് പറഞ്ഞു, ആ, ജാസ്മിൻ പോകണ്ട എന്ന് പറഞ്ഞു. അപ്പം അപ്പൊ അവൻ ഡിപ്പെൻഡഡ് ആണ്. പക്ഷെ പുള്ളിക്കാരിക്ക് അങ്ങനെ ഡിപ്പെൻഡഡ് ആയിട്ട് നിൽക്കണമെന്നില്ല. കാര്യം പുള്ളിക്കാരിക്ക് ഒറ്റയ്ക്ക് നിന്നാലും പുള്ളിക്കാരിക്ക് കയറി വരാനായിട്ടുള്ള ഉണ്ട് പോസിബിലിറ്റീസ് ഉണ്ട്. ഉള്ള ഒരു കണ്ടസ്റ്റന്റ് തന്നെയാണ്. ആമ ഉണ്ട്. അപ്പൊ അതെ. ഈ കോംബോയുടെ പേരിലാണ് ഏറ്റവും കൂടുതൽ വെറുപ്പ് സമ്പാദിക്കുന്നതും കാര്യങ്ങളൊക്കെ എന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ മറ്റു അതിപ്പം ചില ഹൈജീന്റെ ആയിട്ടുള്ള ചില ബുദ്ധിമുട്ടുകളൊക്കെ അതങ്ങോട്ട് ഉണ്ട്. വരുമ്പോൾ പറയാം. അതിലൂടെ അല്ല പക്ഷെ ആ ഞാനിങ്ങനെ ഒരു കമന്റ് കണ്ടാണ്, അത് എനിക്ക് പറഞ്ഞേ പറ്റത്തുള്ളൂ. കാരണം എന്തിനാ ഈ വീട്ടുകാരെയൊക്കെ പറയുന്നത്? അവരുടെ ഇതിന്റെ ഞാനൊരു കമന്റ് സെക്ഷനിൽ കണ്ടതാണ്. അതായത് എന്താ അവരുടെ തന്തയ്ക്ക് ഒരു വട്ടം അറ്റാക്ക് വന്നുള്ളല്ലോ, അത് അത്ഭുതമാണ്, ഇവളെയൊക്കെ ജനിപ്പിച്ചപ്പോ തൊട്ടേ അയാള് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് കമന്റ്സ് വരുന്നത്. എന്തൊരു അൺകംഫർട്ടബിൾ ആയിട്ടുള്ള കാര്യമാണ്. എന്തിനാ അങ്ങനത്തെ കാര്യം സംസാരിക്കുന്നത് ഇവര്? ഒന്നും പറയാനില്ല എനിക്ക്. എന്ത് അല്ല അതൊരു ഒരു 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 ടൈപ്പ് ഓഫ് ഗെയിം പ്ലേ ആണ്. നമ്മുടെ ആൾക്കാർ അങ്ങനത്തെ ഗെയിം പ്ലേ കണ്ടിട്ടില്ല, ഒരു ഫെമിലിയർ അല്ലാത്തതുകൊണ്ട് മേ ബി അതിന്റെ ഒരു തുടക്കത്തിലെ ഒരു ഇഷ്യൂ ആയിട്ടാണ് എനിക്ക് തോന്നിയത്. ഇതിപ്പം ഒരു 2-3 സീസണുകളിൽ ഇങ്ങനത്തെ ഒരു കോംബോ ഉണ്ടെങ്കിൽ ആൾക്കാരത് ബിഗ് ബോസിന്റെ ഇപ്പം നമ്മൾ സിനിമയിലൊക്കെ അവർ അഭിനയിക്കുമ്പം ഇതുപോലെ ഇപ്പൊ ബാലയ്യയുടെ ഒക്കെ പടം കണ്ടു കഴിഞ്ഞാൽ നായിക പുള്ളിയുടെ നെഞ്ചത്ത് കയറിയിരിക്കുന്ന പോലെയൊക്കെയാണ്. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ളതൊക്കെ നമ്മൾ കാണുന്നത് നമ്മൾ സിനിമയായിട്ട് കണ്ട് അവോയ്ഡ് ചെയ്ത് വിടുന്നുണ്ടല്ലോ. ഞാൻ പറയുന്നത് ബിഗ് ബോസ് കാണുവാണെങ്കിൽ നിങ്ങൾ അങ്ങനെയൊക്കെ കണ്ട് കണ്ട് അവോയ്ഡ് ചെയ്ത്, ഓക്കെ റിയാലിറ്റി ഉണ്ട് ഇതിൽ ഒരുപാട് കാര്യം, നമ്മൾ റിയൽ ആയിട്ടുള്ള ആൾക്കാരാണ് പോകുന്നത്, സ്ക്രിപ്റ്റഡ് അല്ല എന്നൊക്കെ പറഞ്ഞാലും അവര് ഒരു ഗെയിം പ്ലാൻ അവരുടെ അതൊരു സ്ക്രിപ്റ്റ് ആയിട്ട് കണ്ട് അങ്ങനത്തെ ഒരു ലാഘവത്തിൽ വിടുക എന്ന് ഞാൻ പറയത്തുള്ളൂ. കാര്യം നമ്മൾ അതിനെക്കുറിച്ച് എന്തിനാണ് ബോധേഡായിട്ട് വെറുതെ അതിനെക്കുറിച്ച് ഓർത്ത്, കാര്യം അത് വേറെ മാറാനൊന്നും. അല്ല അല്ല വേറൊരെണ്ണം നമ്മുടെ ഞാൻ ഒരു കണ്ടായിരുന്നു. എന്റർടൈൻമെന്റ് പോവാണ്. ആ, ആ
അല്ല, ഒരു പ്രീവിയസ് കണ്ടസ്റ്റന്റ് വന്നിട്ട് പുള്ളി പറയുന്നത് ഞാനിങ്ങനെ കേട്ടതാണ്. എന്താ ശരിക്കുള്ള ദിവ്യപ്രണയം ആകെ നമ്മുടെ പേർളി മണി ആൻഡ് ശ്രീനീഷ് ഒരു മാത്രമുള്ളായിരുന്നു എന്ന്. ഒരു കാര്യം അതിന് ഞാൻ പറയട്ടെ, ദിവ്യപ്രണയത്തിന്റെ കാര്യം നോക്കുന്ന എന്തിനാ നിങ്ങൾ? ഇത് ബിഗ് ബോസ് അല്ലേ, ദിവ്യപ്രണയം ഉണ്ടാവത്തില്ലല്ലോ. അതെന്തോ അത്. അല്ല, ദിവ്യപ്രണയത്തിന്റെ കാര്യം തന്നെ എടുക്കും. ഇപ്പം പേളി ശ്രീനിഷൊക്കെ ഉള്ള സമയത്ത് ലൈവ് സ്ട്രീമും ബി ബി പ്ലസ് ഉണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. പക്ഷെ ഈ ലൈവ് 24/7 ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് തോന്നുന്നില്ല ആൾക്കാർക്ക് ചിലപ്പോൾ ഇതേ അഭിപ്രായം തന്നെ. കാര്യം അവർ ഒരുമിച്ചുണ്ടായിരുന്ന നിമിഷങ്ങളൊക്കെ ചിലപ്പോൾ കാണുമായിരിക്കും. എപ്പിസോഡുകളിൽ ഉണ്ടായിരുന്നില്ലെന്നാണ് ഞാൻ കേട്ടത്. അവരെങ്ങനെയുള്ള ഇതുവരെ ഇത്രയും ക്രിഞ്ചായിട്ടുള്ള പരിപാടികൾ അങ്ങനെ ഇല്ല, 1-2 തവണയൊക്കെ ഉള്ളൂ എന്നൊക്കെ ഉള്ള രീതിയിലൊക്കെ എന്തോ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അത് നമുക്കറിയത്തില്ലല്ലോ. 24/7 ഇവരാരും കണ്ടിട്ടുണ്ടാവില്ല. അവിടെ ഉണ്ടായിരുന്നെങ്കിലോ? അപ്പൊ ഈ കോംബോ ഇതുപോലെ തന്നെ വാഴ്ത്തപ്പെടുവാണെന്നുള്ള കാര്യം അല്ല, എനിക്കറിയാൻ പാടില്ല. അന്ന് ഇതില്ലായിരുന്നു ലൈവ് സ്ട്രീമിംഗ് അല്ലേ, ഈ മറ്റേ ഫുള്ള് ഇല്ല ഇല്ല 24/7 ഇല്ല ഇല്ല. ഉള്ള സാധനം ഈ ഇല്ലേ? ഈ 24/7 മലയാളത്തിൽ വരുന്നത് സീസൺ 4 തൊട്ടാണെന്നാണ് എനിക്ക് തോന്നുന്നത്. 4 5 എന്തോ. കാര്യം ഞാൻ ഈ 3 കഴിഞ്ഞിട്ട് ഞാൻ കണ്ടിട്ടില്ല ബിഗ് ബോസ്. അതുകൊണ്ട് 4 5 എന്തോ ആണെന്ന് തോന്നുന്നു ഇങ്ങനെ 24/7 ഒക്കെ വരുന്നത്. 24/7 പിന്നീടാ വരുന്നത്. ആദ്യത്തെ ബിഗ് ബോസുകളിലൊന്നും അതില്ല. അതൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ രജിത് കുമാറിന്റെ ബിഗ് ബോസ് ഒക്കെ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാല് ചിലപ്പം രജിത് കുമാർ ഇത്രയൊന്നും ആവത്തില്ലായിരിക്കും. കാര്യം പുള്ളി പോയി ചൊറിയുന്ന നിമിഷങ്ങളൊക്കെ ചിലപ്പോൾ 24/7 അപ്പം നമുക്കറിയത്തില്ലല്ലോ. നമ്മള് എപ്പിസോഡ് കാണുമ്പോൾ കിട്ടുന്ന പ്രതീതി എന്താണെന്നറിയോ? എല്ലാരും കൂടെ പുള്ളീനെ ഒറ്റപ്പെടുത്തുന്നു, അവിടെ ഉള്ള കണ്ടസ്റ്റൻസ് എല്ലാം കൂടെ പുള്ളീനെ അറ്റാക്ക് ചെയ്യുന്നു എന്നുള്ള രീതിയിലാണ് ഒരു സഹതാപ തരംഗം ഉണ്ടാകുന്ന രീതി. കാര്യം പുള്ളി അതിനുവേണ്ടി എന്തെല്ലാം പറഞ്ഞു കൂട്ടിയിട്ടുണ്ട്, എന്തെല്ലാം ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യം നമുക്ക് ഫുള്ളി നമുക്ക് അവയർഡ് ആയിരിക്കണമെന്നില്ല. അവരന്ന് മറ്റേ ആര്യ ആരണ്ടൊക്കെ ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേക്ക് നിങ്ങളത് ലൈവ് ഇത് കണ്ടിട്ടില്ലല്ലോ, അത് നിങ്ങൾക്ക് മൊത്തം കാര്യങ്ങൾ അറിയില്ല എന്ന് പറയുമ്പോൾ നമ്മളത് അർഹിക്കുന്ന അവജ്ഞയോടെ പുച്ഛിച്ച് കളഞ്ഞ സാഹചര്യങ്ങൾ ഉണ്ടായിരിക്കാം. പക്ഷെ ഈ 24/7 കാണുന്നത് കൊണ്ട് നമുക്കറിയത്തില്ല. അങ്ങനെ കാണുവാണെങ്കിലേ നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ. അപ്പൊ ഇതും അങ്ങനെ പോയതാവാനാണ് സാധ്യത. അല്ല, കാരണം 24/7 വരുന്ന കുറേ കാര്യങ്ങളുണ്ട് നമുക്ക്. അതായത് ഞാൻ ഇതിൻ്റെ മെയിൻ എപ്പിസോഡ്സ് മാത്രമേ കാണാറുള്ളൂ. അപ്പം ഞാനിങ്ങനെ ആലോചിക്കും, എന്താണ് ഇതിൻ്റെ ഇടയ്ക്ക് നടന്നത്, നമുക്ക് എന്തോ മിസ്സായല്ലോ എന്ന് വിചാരിക്കുമ്പോൾ നമുക്ക് പോയിട്ട് എന്താണ് അവിടെ പ്രശ്നം എന്ത് നടന്നിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാവും. അപ്പം ആ പ്രശ്നം എന്താണെന്ന് നമുക്ക് പോയി കാണാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അത് ശരിയാണ് കേട്ടോ. അത് കാരണം നമുക്ക് അതിൻ്റെ ഒരു ബ്രോഡർ പേഴ്സ്പെക്റ്റീവ് അറിയാൻ പറ്റും. നമുക്ക് പല കാര്യങ്ങളിലും കുറച്ചുകൂടെ ഒരു കൂടുതൽ കോണ്ടെക്സ്റ്റ് ക്ലാരിറ്റി കിട്ടും. ഉണ്ട്. അതെ അതെ. ലൈവ് ഒക്കെ കാണുമ്പോഴത്തേക്ക് പല കാര്യങ്ങളും ലൈവിലുണ്ടാവും. അപ്പൊ അതിൽ നമ്മൾ നോക്കുമ്പോഴത്തേക്കായിരിക്കും ഇത് ഇന്ന കാര്യമാണ് ഇന്ന ഇതിലോട്ട് വന്നിട്ടുണ്ടാവുക. എപ്പിസോഡിൽ അവർക്ക് എല്ലാം കൂടെ പാക്ക് ചെയ്ത് വെക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെ ഒരു ഇതുണ്ട്. പലത് എപ്പിസോഡിൽ മാത്രമായിട്ട് കാണുമ്പോൾ മിസ്സാവാറുണ്ട്. അപ്പൊ റോക്കി പോയിട്ട് ഇവര് പറഞ്ഞ് ഇതിൽ ട്രിഗറായിട്ട് പോയിട്ട് പുള്ളി അവിടെ ഉണ്ടായിരുന്ന ബിഗ് ബോസിന്റെ പ്രോപ്പർട്ടി ഇടിച്ച് നശിപ്പിച്ച് കൈയൊക്കെ ഏതാണ്ട് അതിന്റെ ചീളൊക്കെ കുത്തിക്കേറി ഇതാകുന്നുണ്ട്. ഒരു കാര്യമില്ല. അല്ല, ഞാനിത് ആദ്യത്തെ ആഴ്ച തൊട്ടേ ഞാൻ റോക്കിനെ നോട്ടീസ് ചെയ്തപ്പോൾ ഞാൻ ഓർത്ത ഒരു കാര്യമാണ്, എന്തെങ്കിലും ഒരു ഇതിൽ ട്രിഗേർഡ് ആയിട്ട് പുള്ളി പോകുന്നു. അങ്ങനെ തന്നെ അതെ അതെ. സംഭവിക്കുകയും അല്ല, ചെയ്തു. അത് നീ എന്നോട് അന്ന് പറഞ്ഞായിരുന്നു. ഞാൻ ഓർക്കുന്നുണ്ട് നീ എന്നോട് പറയുന്നത്. പുള്ളി അതായത് വന്ന് കയറി ഇൻട്രൊഡക്ഷൻ നടക്കുന്ന സമയത്തെ ഞങ്ങൾ ഇതിങ്ങനെ കണ്ടോണ്ടിരുന്നപ്പോൾ പുള്ളി ഒന്ന് ഞങ്ങൾ ആദ്യം ഓർത്ത് ഇത് മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റി ഒക്കെ ഉള്ളവരെയൊക്കെ കയറ്റി വിടുക. 2 പേഴ്സണാലിറ്റി ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങൾ ഓർത്തേ ഇതെന്തോന്നൊക്കെ ആലോചിച്ചു. അത് കഴിഞ്ഞിട്ടും പുള്ളി നല്ലവനുക്ക് ആക്ച്വലി നല്ലവൻ, കെട്ടവനുക്ക് കെട്ടവൻ. കേട്ടവനെന്നൊക്കെ അപ്പോൾ അത് പറഞ്ഞപ്പോഴേ എന്നോട് ദിഗംബരൻ പറഞ്ഞതാണ്, ഈ പുള്ളി ഇച്ചിരി എന്തൊരു ബുദ്ധിമുട്ടുണ്ടല്ലോ എന്ന് എന്നോട് ഇങ്ങനെ പറഞ്ഞ് ഞാൻ ഓർക്കുന്നുണ്ട്. ശരിയാണ്. അപ്പം അങ്ങനെ എന്താണേലും ഇടിച്ചു പൊളിച്ച് അകത്ത് എന്നിരുന്ന് കൈയൊക്കെ വേദനെടുത്ത് ആരൊക്കെയോ ആസെപ്റ്റിക് എന്താണ്ട് വെച്ചു, ആന്റിബയോട്ടിക് വെച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ അത് പറഞ്ഞപ്പോഴാണ് ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ ആക്ച്വലി അർജുനെ വിഷ് ചെയ്തിരുന്നു. ബട്ട് ആ എപ്പിസോഡ് കഴിഞ്ഞിട്ട് ഒരു വലിയ ഗ്യാപ്പ് ആയതുകൊണ്ട് നമുക്കൊരു ട്രിബ്യൂട്ട് എന്നോണം പിന്നെയും ബിലേറ്റഡ് ഹാപ്പി ബർത്ത്ഡേ പറഞ്ഞുകൊണ്ട് ഈ എപ്പിസോഡിലായിരുന്നു അർജുൻ്റെ ഹാപ്പി ബർത്ത്ഡേ സെലിബ്രേഷൻ. ബിലേറ്റഡ് ഹാപ്പി ബർത്ത്ഡേ അർജുൻ, ഞങ്ങളുടെ ഫേവറേറ്റ് കണ്ടസ്റ്റന്റ്, ഞങ്ങളുടെ പേഴ്സണലായിട്ട് ഞങ്ങൾക്ക് അറിയാമായിരുന്ന കണ്ടസ്റ്റന്റ്. അപ്പോൾ അങ്ങനെയാണ് എനിക്ക് തോന്നുന്നു സത്യം പറഞ്ഞാൽ ഇതും എനിക്കൊന്ന് ലൈവിലാണ് അവരുടെ പ്രോപ്പർ സെലിബ്രേഷൻ നടക്കുന്നത്. ബട്ട് എല്ലാവരും പുള്ളിയെ ഇങ്ങനെ
കേക്ക് ഒക്കെ ഉണ്ടായിരുന്നു തോന്നുന്നു. ഞാനത് കണ്ടില്ല. ഞാൻ അതിന്റെ കേക്ക് ഉണ്ടായിരുന്നു. വീട്ടിൽ നിന്ന് അവന്റെ അച്ഛന്റെ അമ്മയുടെയും വിഷ് റെക്കോർഡ് ചെയ്തത് കേൾപ്പിച്ചായിരുന്നു ബിഗ് ബോസ്. പുള്ളി കുറച്ചൊന്ന് ഇമോഷണൽ ഒക്കെ ആയിരുന്നു. അപ്പൊ അതുണ്ടായിരുന്നു. യെസ്, അത് നൈസായിരുന്നു. പിന്നെ ഇവരുടെ ഒരു സർക്കാസം, അതായത് ഇങ്ങനെ ഈ പവർ ടീമിനെ കളിയാക്കിക്കൊണ്ട് 3 ടീമുകാര് ഒരു സ്കിറ്റ് പോലെ അവതരിപ്പിച്ച് കാണിക്കുന്ന ടാസ്ക് ഒക്കെ ഉണ്ടായിരുന്നു. സിജോയുടെ ടീമിൻ്റെതായിരുന്നു പിന്നെയും കുറച്ചുകൂടെ എന്താ പറയുന്നേ, എന്താ പറയുക, കുറച്ചുകൂടെ നല്ലതായിട്ട് തോന്നിയത്. അവരെയാണ് സർക്കാസം മര്യാദക്കൊക്കെ കാണിച്ചത്. ഈ റോക്കിയുടെയും അയ്യോ എനിക്കതൊന്നും റോക്കിയുടേത് മനസ്സിലായിട്ടില്ല. സത്യം പറഞ്ഞു റോക്കിയുടേതൊന്നും മനസ്സിലായി. അതും റോക്കിയുടേതെന്ന് പറഞ്ഞു കഴിഞ്ഞാല്, റോക്കി ഓർക്കുന്നുണ്ടോ മറ്റേ രതീഷിന്റെ മൂക്കയിൽ കൊണ്ട് തൊട്ടിട്ട് ജോക്കർ എന്നുള്ള ജോക്കർ ജോക്കറിന്റെ മൂക്കിന്റെ അറ്റത്ത് ഇതുണ്ടല്ലോ. അപ്പൊ അങ്ങനത്തെ അർത്ഥ ബുദ്ധിപരമായിട്ട് തലാന്തരങ്ങളിലൂടെയൊക്കെ സഞ്ചരിക്കുന്ന ബുദ്ധിപരമായിട്ടുള്ള ജോക്സ് ഒക്കെ, ഇന്റലിജന്റ് ജോക്സ് ഒക്കെ അടിക്കുന്നതായതുകൊണ്ട് അങ്ങനെ എന്തോ ഇന്റലിജന്റ് ജോക്സ് കൂട്ടിച്ചേർത്ത് എന്തോ ഒരു സ്കിറ്റ് ആയിരുന്നു. ഒരു തേങ്ങ മനസ്സിലായില്ലെന്ന് മാത്രമല്ല, അവർക്ക് 3-ാം സ്ഥാനം കിട്ടുകയും ചെയ്തു. ജിൻഡോയുടേത് ഷോർട്ട് ആയിരുന്നു. പിന്നെ ഇവരെ വെച്ച് നോക്കുമ്പോൾ ബെറ്റർ. തമ്മിൽ ഭേദം എന്ന് പറയുന്നത്. പക്ഷെ മറ്റവരുടെ നല്ലതായിരുന്നു. സിജോയുടെ ടീമിന്റെ നല്ല ഇതായിരുന്നു. യെസ് യെസ്. അപ്പം പിന്നീട് അല്ല, അതിലെന്തോ പ്രശ്നം ഉണ്ടാക്കി ആ റോക്കി. അന്നേരം സമയത്താണോ അന്നേരം എന്തോ പ്രോബ്ഡ് ആയി പുള്ളി എന്തോ ദേഷ്യപ്പെടുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അതെ അതെ, അത് കൊടുത്തില്ലെന്നും പറഞ്ഞുകൊണ്ട് പുള്ളിനെ ഇതാക്കിയത്. മഹാറാണി ഉറങ്ങിയത് ചോദ്യം ചെയ്തുകൊണ്ട് അത് മറ്റേ ഇത് എന്താണ് കൊടുത്തോണ്ടല്ലേ. അതായത് രാവിലെ എല്ലാവരും എഴുന്നേറ്റ് ഇച്ചിരി, അതായത് എനിക്ക് തോന്നുന്നു അന്ന് രാവിലെ എന്തായിരുന്നു പ്രത്യേകത എന്ന് ഞാൻ ഓർക്കുന്നില്ല. ജനങ്ങൾ പറഞ്ഞു ഇവരെ രാവിലെ 6:30 കണ്ട് എഴുന്നേൽപ്പിക്കണമെന്നോ, നേരത്തെ ആ എഴുന്നേൽപ്പിക്കണമെന്നൊക്കെ ആ പറഞ്ഞു. ആ ആ അപ്പോൾ ആ, ഇവരെ അതെ നേരത്തെ അതെ. വിളിച്ച് ഉണർത്തി ബിഗ് ബോസ്. അപ്പോൾ ജാസ്മിൻ എന്ത് ചെയ്തു, എന്തോ പുള്ളിക്കാരി പതുക്കെ മയങ്ങി തൂങ്ങി അവിടെ ചെന്ന് ഇവരുടെ വാഷ്റൂം ഏരിയയിൽ ഒരു ചെറിയ ഒരു കൗച്ച് പോലെ ഉണ്ട്. അവിടെ ഒരു ചെറിയൊരു സെറ്റി പോലത്തെ ഒരു സാധനം. അപ്പം അവിടെ ചെന്നിരുന്ന് പുള്ളിക്കാരി അവിടെ ഇങ്ങനെ കിടക്കുക. എന്നിട്ട് പുള്ളിക്കാരി പറയുന്നത് ഞാൻ ജസ്റ്റ് കണ്ണടച്ചതേ ഉള്ളൂ എന്നാണ് പറയുന്നത്. പക്ഷെ നമുക്ക് കണ്ടിട്ട് ഉറങ്ങുന്ന പോലെ തോന്നി. അപ്പൊ എന്താണേലും പട്ടി ഉറങ്ങുമായിരുന്നു കുരച്ചു. പുള്ളിക്കാരി. അതെ. എന്താണേലും പട്ടി കുരച്ചു. അപ്പൊ കുരച്ചപ്പം അയ്യോ ആരാ ഉറങ്ങിയെന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളിക്കാരി ഭയങ്കര ഉറങ്ങിയോ? ആര്? ഞാനല്ലല്ലോ എന്നൊക്കെ. അത് അവസാനം വരെ പുള്ളിക്കാരി സമ്മതിച്ചില്ല. അതായത് പുള്ളിക്കാരി പറയുന്നത് ഞാൻ കണ്ണടച്ചതേ ഉള്ളൂ, ഞാൻ സംസാരിച്ചില്ല എന്നൊക്കെയാണ്. അല്ല സോറി, സംസാരിച്ചില്ലെന്ന്, സോറി, ഞാൻ ഗബ്രിയോട് ഉറങ്ങിയില്ല പറഞ്ഞു, എന്നൊക്കെയാണ് പറയുന്നത്. അല്ലേ, ഞാൻ ആൾക്കാരോട് ഉറങ്ങിയെന്ന് ചോദിക്കുമ്പോഴും പുള്ളിക്കാരി തോന്നുന്നു. അതേ റിയാക്ഷനാ പറയുന്നത്. അതെ. എനിവേസ് അപ്പൊ അത് പറഞ്ഞിട്ടാണ്, അതിനെ ബേസ് ചെയ്തിട്ടാണ് എന്താണ് റോക്കി ഈ കാര്യം പറഞ്ഞത്. അതായത് പുള്ളിക്കാരിക്ക് എന്തും ചെയ്യാം, പുള്ളിക്കാരി പവർ ടീമിലാണ് ആ സമയത്ത്. അപ്പം പുള്ളിക്കാരിക്ക് എന്തും ചെയ്യാം, നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ള രീതിയിൽ പറയുന്നത്. മഹാറാണി അവർക്ക് ഉറങ്ങിയത് ചോദ്യം ചെയ്തുകൊണ്ട് എനിക്ക് 3 ദിവസത്തെ ഇതെന്ന് പറഞ്ഞു, ശിക്ഷ കൊടുത്ത് കൊടുത്തല്ലേ, ആ, പണിഷ്മെന്റ് കൊടുത്തു. എന്താണെങ്കിലും പിന്നെ ഇത് റോക്കി, പക്ഷെ എനിക്ക് ഇത് റോക്കി എപ്പോഴും ചോദിക്കുന്ന ഒരു കാര്യമായിരുന്നു, ഇതിനെക്കുറിച്ച് നിനക്ക് എന്താണ് അഭിപ്രായം എന്ന് പറയുന്നത്. റോക്കിയുടെ ഒരു സ്റ്റേറ്റ്മെന്റ് ഞാൻ പറയും. അതായത് ഇത് ജബ്രി കോംബോയുടെ കുറിച്ചുള്ള അവരെ ഫോക്കസ് ചെയ്ത് നമ്മുടെ റോക്കി പറഞ്ഞ ഒരു കമന്റ് ആണ്, നീയാണോ അവനാണോ നീ എന്ന് മനസ്സിലാകുന്നില്ല എന്ന്. അതിനെക്കുറിച്ച് നിനക്ക് എന്താണ് പറയാനുള്ളത്? അതായത് പ്രീവിയസ് നമ്മൾ നേരത്തെ പറഞ്ഞു വെച്ചല്ലോ ഒരു സ്റ്റേറ്റ്മെന്റ്, കുറെ കാര്യങ്ങൾ അതിനെ ജോയിൻ ചെയ്യിപ്പിച്ച് നിനക്ക് എന്താണ് ഇതിനെ കുറിച്ച് പറയാനുള്ളത്? അവര് അതായത് ഒരാൾക്ക് വേണ്ടിയിട്ട് ഇപ്പം ഗബ്രീനെ കുറിച്ച് പറയുമ്പോഴത്തേക്കും ജാസ്മിൻ കയറി വന്ന് സംസാരിക്കുന്ന പോലെ തന്നെ അങ്ങനെ തിരിച്ച് അവരങ്ങോട്ടും ഇങ്ങോട്ടും ഈ എന്താ പറയുന്നത്, ഇപ്പം ഗബ്രീനെ ചോദ്യം ചെയ്യുകയാണെങ്കിൽ ജാസ്മിൻ വരികയും ജാസ്മിനെ ക്വസ്റ്റ്യൻ ചെയ്യുകയാണെങ്കിൽ ഗബ്രി വരികയും ചെയ്യുന്നത് പോലെ അതിനെ പറ്റിയിട്ടാണ് അതിൻ്റെ അകത്ത് പറയുന്നത്. അതാണ് അങ്ങനത്തെ ഒരു സ്റ്റേറ്റ്മെന്റ്. അത് ശരിയാണ്. റോക്കിയുടെ അങ്ങനത്തെ ചില കാര്യങ്ങളിലൊക്കെ എന്താണ് എനിക്ക് അതാണ് റോക്കി ചില കാര്യങ്ങളൊക്കെ പറയുമ്പോഴത്തേക്കും കറക്റ്റ് ആണെന്ന് നമുക്ക് തോന്നും. അങ്ങനത്തെ ഇതിൽ വരുന്നുണ്ട്. പക്ഷെ എന്നാലും ഈ പറഞ്ഞ പോലെ ചില പ്രശ്നങ്ങൾ ഒക്കെ ഉണ്ടല്ലോ റോക്കിയുടെ. അത് ആ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞാൽ കറക്റ്റ് ആണ്. അതായത് നീയാണോ അവൻ, ഇവനാണോ നീ
എന്ന് അല്ല അറിഞ്ഞുകൂടാ. അത് അപ്പം ഇവര് അതായത് ഇതിന് ഈ കാര്യം ഇവരിൽ അലിഗേഷൻ വരുമ്പോഴത്തേനും ജബ്രി രണ്ടുപേരും പറയുന്ന ഒരു കാര്യമാണ്, നമ്മളെല്ലാരും മൊത്തത്തിൽ ഒറ്റപ്പെടുത്തി, നമ്മൾ മാത്രം ഉള്ളായിരുന്നു, അപ്പൊ അതുകൊണ്ടാണ് നമുക്ക് ഈ അവസ്ഥയിൽ ഇവിടെ നിൽക്കേണ്ട വരുന്നത്, ഞങ്ങളെ ഒറ്റപ്പെടുത്തിയത് കൊണ്ടാണ് ഞങ്ങളൊരു ഗ്രൂപ്പായത്, അല്ലാതെ ഇത് റിലേഷൻഷിപ്പോ കാര്യങ്ങളോ ഒന്നും അല്ല, ഞങ്ങൾ നല്ല ഫ്രണ്ട്സാണ്, നിങ്ങൾക്ക് എന്തുകൊണ്ടെന്ന് മനസ്സിലാകുന്നില്ല എന്നൊക്കെ ഉള്ള രീതിയിൽ പറയുന്നത്, അവരെ ഒറ്റപ്പെടുത്തിയത് ഉം. കൊണ്ടാണ് എന്ന്. അപ്പോൾ എനിക്കറിയില്ല. അവരെ ഒറ്റപ്പെടുത്തി എന്നുള്ള കാര്യത്തില് ആ ഈ പലപ്പോഴും ഈ ഹൗസ് മേറ്റ്സിന്റെ ഇതൊക്കെ വെച്ചിട്ട് നോക്കുവാണെങ്കിൽ എനിക്ക് തോന്നിയിട്ടുള്ളത് അവരെ ഒറ്റപ്പെടുത്തിയതിനേക്കാളും കൂടുതൽ ഇവരൊരു കോർണറിലിട്ട് അങ്ങോട്ട് സൗകര്യപൂർവ്വം അങ്ങോട്ട് ഒതുങ്ങിക്കൂടി എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ജാസ്മിൻ ഉണ്ടല്ലോ, ജാസ്മിൻ പിന്നെ എല്ലാവരെയും പോയിട്ട് സംസാരിക്കുകയും ഒക്കെ ട്രൈ ചെയ്യുന്നുണ്ട്. ഈവൻ പുള്ളിക്കാരിക്ക് ആരോടും എന്താ പറയുന്നത് താല്പര്യം ഇല്ലാത്തവരാണെങ്കിൽ പോലും പുള്ളിക്കാരി പോയി സംസാരിക്കാൻ ഇങ്ങനെ ശ്രമിക്കാറുണ്ട്. പക്ഷെ ഗബ്രി സൗകര്യപൂർവ്വം ജാസ്മിന്റെ കൂടെ അങ്ങ് ഒതുങ്ങി, അവനതിന് മെനക്കെടാനായിട്ട് വയ്യ. അതുകൊണ്ട് അവൻ ഒതുങ്ങിയിരിക്കുന്നതാണ്. അല്ലാണ്ട് ആൾക്കാർ പറയുന്ന പോലെ ജാസ്മിൻ അങ്ങോട്ട് ഗബ്രിയുടെ വായിക്കകത്ത് കയറിയൊന്നും അല്ലല്ലോ ഇരിക്കുന്നത്. അവന് വാതർന്ന് സംസാരിക്കാനും ഇടപെടാനും ഒക്കെ ഇതുണ്ടല്ലോ. അപ്പം അത് ആ സ്റ്റേറ്റ്മെന്റിനോട് എനിക്ക് അങ്ങനെ റോക്കി പറഞ്ഞ ആ സ്റ്റേറ്റ്മെന്റ് ഓക്കെയാണ്. കാര്യം അങ്ങോട്ടും ഇങ്ങോട്ടും അത് റോക്കി മാത്രമല്ല, ഈവൻ ലാലേട്ടൻ വരെ ചോദിക്കുന്നുണ്ട് ആ അതെ അതെ. ഗബ്രിയോട് സംസാരിക്കുമ്പോൾ എന്തിനാ ജാസ്മിൻ എനിക്ക് സംസാരിക്കുന്നത്, വേറൊരു അല്ലെങ്കിൽ കാര്യം ജാസ്മിൻ തോന്നുന്നത്, ഈ ബിഗ് ബോസിലുണ്ടല്ലോ ഒറ്റ കണ്ടസ്റ്റന്റിന് ലാലേട്ടനോടോ ഒരു ബഹുമാനവും ഇല്ല. ആദ്യത്തെ വീക്കിൽ അത്രയും കുഴപ്പമില്ലായിരുന്നു, രതീഷ് അണ്ണൻ ഉണ്ടായിരുന്ന ആ ഒരു വീക്കിൽ അത് അത്രയും കുഴപ്പമില്ലായിരുന്നു. പിന്നെ അങ്ങോട്ട് വന്നിട്ട് ലാലേട്ടനെ ഒരുമാതിരി എന്താണ് അപ്പൊ ആ ഇത്രയും ചെയ്ത് അതെ ഞാൻ അതെ അതെ. പൊട്ടൻ്റെ ബാലം വെക്കുന്ന അവസ്ഥയാണ്. എന്തൊരു കഷ്ടം. പ്രത്യേകിച്ച് ഈ ഈസ്റ്ററിന്റെ സ്പെഷ്യലായിട്ട് വന്ന ആ ആ വീക്ക് അതിലാണ് ഏറ്റവും കൂടുതൽ പ്രകടമായിട്ട് ഈ ലാലേട്ടനോടുള്ള ആ ഒരു ഒരു ഹോസ്റ്റ് എന്നുള്ള നിലയിൽ പുള്ളിക്ക് പുള്ളി അർഹിക്കുന്ന കുറച്ച് റെസ്പെക്റ്റും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് അത് കൊടുക്കാത്ത കണ്ടസ്റ്റൻസിന് അത് സത്യം പറഞ്ഞാൽ ബിഗ് ബോസിന് അത് ചോദ്യം ചെയ്യാനുള്ള റൈറ്റും ഉണ്ട്. മാത്രമല്ല ഹോസ്റ്റ് തീരുമാനിച്ചു കഴിഞ്ഞാൽ വേണമെങ്കിൽ ഒരാളെ നേരിട്ട് പുറത്താക്കുകയും ചെയ്യും. നോമിനേഷനിൽ എത്തിക്കുകയോ പുറത്താക്കുകയോ ചെയ്യാന്നുള്ളതാണ്. പക്ഷെ ലാലേട്ടൻ ആയതുകൊണ്ട് ഈ കഴിഞ്ഞ ആഴ്ച സംഭവിച്ച ഇത് പുള്ളി ആയതുകൊണ്ട് അതങ്ങ് വിട്ട് കളഞ്ഞു. വേറെ വല്ല സൽമാൻ ഖാനോ വല്ല ആയിരുന്നെങ്കിൽ അല്ല അത് ഞാൻ നല്ലത് എപ്പോഴും നല്ലോണം ആലോചിക്കും കിട്ടിയേനെ. കേട്ടോ, സൽമാൻ ഖാൻ ആണേലും കമലഹാസന്റെ ഒന്നും അടുത്ത് ആരും അങ്ങനത്തെ ഒരു ഇതിൽ നിൽക്കത്തില്ല അവര്. കുറച്ചും കൂടെ എന്താണ്, ലാലേട്ടൻ ഭയങ്കര അപ്രോച്ചബിൾ ആയതുകൊണ്ട് നമ്മൾ കഴിഞ്ഞ വീക്കിലും സംസാരിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ലാലേട്ടൻ ഭയങ്കര ഉം. അപ്രോച്ചബിൾ ആയതുകൊണ്ട് ആൾക്കാർ ഭയങ്കര ടച്ചിയാണ്, ആൾക്കാർക്കൊരു എന്താ പറയുന്ന ഒരു പുള്ളി ഒരുമാതിരി അപ്പുറത്തെ വീട്ടിലെ അണ്ണാച്ചിയുടെ കൂട്ടാണ് പുള്ളിയോട് സംസാരിക്കുന്നത്. അതെ 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 പുള്ളിക്ക് അതെ. ഇത്ര പ്രായമുള്ള ഒരു മനുഷ്യനല്ലേ എന്ന് മറ്റേ പാവം മുകേഷ് ജി ചോദിക്കുന്ന പോലെ അതെ അന്തസ് അതെ വേണം അതെ അതെ. കേട്ടോന്നൊക്കെ അങ്ങനെ കാര്യം ലാലേട്ടൻ പറയിപ്പിക്കും. അങ്ങനെ ഒരു ഇതുണ്ട്. ആ നമുക്ക് കുറച്ചുകൂടെ പുള്ളി അപ്രോച്ചബിൾ ആണ്, നമുക്ക് കുറച്ചുകൂടെ അങ്ങനെ, അതുകൊണ്ടാണ് ഇങ്ങനത്തെ ചില ബുദ്ധിമുട്ടുകളൊക്കെ പുള്ളിക്ക് ഫേസ് ചെയ്യേണ്ടി വരുന്നത്. പക്ഷെ പുള്ളി കാര്യമായിട്ട് ഒരു കാര്യമുണ്ട്, പുള്ളി ഇപ്പം സീരിയസ് ആയിട്ട് ദേഷ്യത്തോടെ നമുക്ക് അന്ന് സംസാരിക്കുകയാണെങ്കിലും നമുക്കത് ഫീൽ ആവുകയും ചെയ്യും. നമ്മളോടിപ്പം അങ്ങനെ ചൂടായിട്ട് പുള്ളി പറയുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഫീൽ ആവുകയും ചെയ്യും. ഹൗസ് മേറ്റ്സിനാണെങ്കിലും അത് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഏക്കും പുള്ളി പറഞ്ഞാല്. കാര്യം പുള്ളി അങ്ങനെ അല്ലല്ലോ, പുള്ളി കുറച്ചുകൂടെ ഫ്രണ്ട്ലി ആണല്ലോ. അപ്പൊ പെട്ടെന്ന് പുള്ളിയുടെ ഇത് മാറുമ്പോഴത്തേക്കും ഉം. അതാണേലും ഇപ്പം എപ്പിസോഡ് 14 കിടക്കുവാണെങ്കിൽ ലാലേട്ടന്റെ എപ്പിസോഡാണല്ലേ? അല്ല അതിനു മുമ്പേ നമ്മുടെ ടണൽ ടീം, നമ്മുടെ പവർ ടീമിലേക്ക് കയറിയ ആ ഒരു മികച്ച ടാസ്കിന്റെ കാര്യം നമ്മൾ പറഞ്ഞില്ല, അത് ജസ്റ്റ് ഒന്ന് വിട്ടുപോയി. അതായത് നമ്മുടെ ജിൻഡോ ചേട്ടന്റെ ടീമാണ് ടണൽ ടീം. അതിനകത്തിൽ നമ്മുടെ രശ്മിൻ ബായും നിഷാനയും ഉണ്ടായിരുന്നു. അപ്പോൾ ഇവര് ജയിച്ച് നമ്മൾ പറഞ്ഞല്ലോ മറ്റേ കപ്പ് പിരമിഡ് പരിപാടിയിൽ അവസാനം ജയിച്ചത്, അതായത് നമ്മുടെ പോയിന്റ് കിട്ടിയത്. ആ ഗബ്രിയെ എറിഞ്ഞു തകർത്തു എന്ന് പറഞ്ഞ ആ ഒരു ഗെയിമിൽ ജയിച്ചത് നമ്മുടെ ടണൽ ടീമാണ്. അപ്പം അതായത് ജിൻഡോയുടെ ടീമാണ്. അങ്ങനെയാണ് അവര് അവസാനം, അതായത് ഈ 3 ടീമുകളും കോമ്പീറ്റ് ചെയ്യും. എന്നിട്ട് ഈ 3 ടീമുകളിൽ ഏറ്റവും കൂടുതൽ പോയിന്റ് കിട്ടുന്ന ആള് പവർ ടീമുമായിട്ട് മത്സരിക്കണം. അങ്ങനെയാണ് പവർ ടീമിലേക്ക് വരുന്നത്, അങ്ങനെയാണ് നോർമലി ഇത് പോകുന്നത്. അപ്പോൾ ഇതിന്റെ അകത്തുള്ള മത്സരം എന്തായിരുന്നു എന്ന് വെച്ചാൽ, ഇവർക്ക് എന്താണ് ഒരു ഒരു തട്ട് പോലെ കൊടുക്കും, നമ്മൾ ഈ ത്രാസ്. തുലാഭാരം ഒരു തുലാഭാരം നടത്തുന്ന പോലെ, എക്സാക്ട്ലി പറയുകയാണെങ്കിൽ അത് തന്നെ സാധനം. പക്ഷെ അത് അപ്പം ക്യാപ്റ്റന് തീരുമാനിക്കും ആരാണ് ആ ത്രാസിൽ വെക്കുന്നതിന് ഇരിക്കുന്നതെന്നുള്ളത്.
അതെ അതെ, ഇതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് എന്താണ് അപ്സര നല്ല ക്യാപ്റ്റൻ അപ്സര. ആയിരുന്നു എന്ന്. കാരണം പുള്ളിക്കാരി അത് കറക്റ്റ് ആയിട്ടാണ്. പുള്ളിക്കാരി അത്യാവശ്യം നല്ല പുള്ളിക്കാരിക്ക് അതായത് ആർക്കും അന്നേരത്തെ പവർ ടീമിനെ ഇഷ്ടമല്ല. പവർ ടീമിനെ എങ്ങനെയെങ്കിലും വലിച്ച് താഴെ ഇടണം. അപ്പൊ ഇത് സത്യം പറഞ്ഞാൽ ഒരു കാര്യം അവര് തമ്മിലൊരു യൂണിറ്റി ഇല്ല. ഈ ഇല്ല. ആ, ജബ്രി കോംബോ കേറി കഴിഞ്ഞിട്ടാണ് അവരുടെ യൂണിറ്റി എല്ലാം തകർന്ന് പോയത്. തരിപ്പണമായത്. ആ നിഷാന നേരത്തെ ഇറങ്ങിക്കഴിഞ്ഞത് അത് പ്രശ്നം കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ഉണ്ടായിരുന്നു. പറഞ്ഞായിരുന്നു. ആ നേരത്തെ പ്രശ്നം ഉണ്ടായിരുന്നു. ബട്ട് ഇത് ഇവര് കയറി കഴിയുമ്പോഴത്തേന് ഭ്രാന്തായി. അതിനകത്തുള്ള അടിയും പിടിയും, ജാൻമണി ഓടുന്നു, അങ്ങോട്ട് ഓടുന്നു, എന്താണ് ശ്രീരേഖയും യമുനയായിട്ട് പ്രശ്നം, ഇവരെല്ലാരും അങ്ങോട്ടും ഉം. ഇങ്ങോട്ടും പ്രശ്നം, മൊത്തം അടിയും പിടിയും തന്നെ. അപ്പം എല്ലാവർക്കും ഇവരെ ഒന്ന് പുറത്താക്കണം എന്നുണ്ടായിരുന്നു ഈ പവർ ടീമിനെ. അപ്പം അപ്പൊ ഇത് ശക്തിയുടെ മത്സരമാണ് എന്ന് നമുക്കറിയാം. കാരണം അതായത് മത്സരിക്കുന്ന ടീം മെമ്പേഴ്സ് ഒരു റോപ്പിന്റെ അറ്റത്ത് പിടിച്ചിട്ട് ഒരു ഒരു തട്ട് പോലത്തെ സാധനമുണ്ട്, അത് പിടിച്ച് വലിച്ച് അവരെ പൊക്കി നിർത്തണം. തട്ടിലൊരാളിരിക്കും, ആ ആളെ പൊക്കി നിർത്തണം, അതാണ് ടാസ്ക്. അപ്പം ക്യാപ്റ്റന് തീരുമാനിക്കാം ആരെ ഇരുത്തണം എന്ന്. അപ്പം വെയിറ്റിനനുസരിച്ചാണല്ലോ നമുക്ക് എത്ര തന്നെ പിടിച്ച് നിർത്താൻ പറ്റും എന്നുള്ള കാര്യം. അതുമല്ല മറ്റിടത്ത് തന്നെ ജിൻറ്റോണൻ ഉണ്ട്, നമ്മുടെ ബോട്ടി ക്രാഫ്റ്റിന്റെ ജിൻറ്റോണൻ ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് പേടിക്കാനില്ല. 3 പേരുള്ളത് കൊണ്ട് ഇവിടെ 3 പേരെയാണ് വെച്ചത്. അവർ ഈക്വൽ വെച്ചത് ഈക്വൽ ആണ് വെച്ചത്. വെച്ചത് ഇപ്പൊ വെച്ചത് ഗബ്രി, ഈക്വലായി. ശ്രീരേഖ, ജാസ്മിൻ, പിന്നെ യമുനയാണോ, അല്ലല്ല ജാസ്മിനാണോ? ജാസ്മിൻ അവിടെ നിലത്ത് ജാസ് കിടക്കുമായിരുന്നു, ഓർക്കുന്നുണ്ടോ? റോപ്പിന്റെ ആ അറ്റത്ത് ആ പിടിച്ചിട്ട്. ശരി ശരി അപ്പം ശരി. അവര് മൂന്ന് അപ്പൊ ഇങ്ങനെ പിടിച്ചിട്ട് എന്ത് സംഭവിച്ചപ്പം ജിൻഡോണിന്റെ ഇതിന്റെ അകത്തില് ആ തട്ടിൽ ആരായിരുന്നു ഇരുന്നത്? റോക്കി ആയിരുന്നു റോക്കി. ആ തട്ടിലിരുന്നത്. അതെ, മറ്റേ തട്ടിൽ അൻസിബയായിരുന്നു. അപ്പൊ റോക്കി എന്ത് ചെയ്തു? അത് ഇവര് അപ്സര ജയിക്കാൻ അവിടെ വേണ്ടി ബുദ്ധിപൂർവ്വം കളിച്ചു. ആ ആ വെയിറ്റ് ഉള്ള റോക്കി ആണെങ്കിൽ അപ്സരേനെ കൊണ്ടുവന്ന് അവർക്ക് കൊടുത്തു. ആർക്കും അതായത് ആർക്കും ഈ പവർ ടീം അവിടെ ഉണ്ടാവണമെന്നില്ല. അപ്പൊ റോക്കിയാണെങ്കിൽ ഇവര് ജയിക്കാൻ വേണ്ടി അവിടെ മുകളിൽ തൂങ്ങിയൊക്കെ കിടക്കാൻ നോക്കി ആദ്യം. അപ്പൊ എല്ലാരും പറയും അവിടെ അതവര് പിടിക്കല്ലേ എന്നൊക്കെ പറയുന്നുണ്ട്. അതെ, ഇനി മുകളിലൊരു അതിന്റെ ബാർ, പേരിൽ അങ്ങനെ ഡിസ്ക്വാളിഫൈ ആയാലോ എന്ന് ഓർത്തോണ്ട്. പേടിച്ചു. അതായത് മുകളിൽ ഒരു ബാറുണ്ട്, ആ ബാറയിൽ തൂങ്ങിയിട്ട് വെയിറ്റ് കുറയുമല്ലോ, അപ്പം വെയിറ്റ് കുറയാൻ വേണ്ടി തൂങ്ങി ഉം. കിടക്കാൻ നോക്കി. പക്ഷെ എന്നെ അത് പിന്നീട് ജിൻഡോണെന്നുള്ളതുകൊണ്ട് പറയും. പിന്നീട് ജാൻമണി അത് പറഞ്ഞൊന്ന് ചെറിയൊരു ഇത് ഉണ്ടാക്കാൻ നോക്കി. കാര്യം അവർക്ക് ബ്രീത്തിങ് സ്പേസ് റോക്കി ഒരുക്കി കൊടുത്തു, ഇങ്ങനെ തൂങ്ങിയത് കൊണ്ടെന്ന് പറഞ്ഞു. ചെറിയതായിട്ട് അങ്ങനെ ആ, വലിയ ഇതായിട്ട് വലിയ ഇതാക്കി എടുത്തില്ല ആരും. പുള്ളിക്കാരി ഒന്ന് അല്ല അത് പറഞ്ഞു. തുടങ്ങുന്നതിന് അങ്ങനെ മുമ്പേ അല്ലല്ല, തുടങ്ങി കഴിഞ്ഞിട്ടായിരുന്നു. ബട്ട് സ്റ്റിൽ അത് കഴിഞ്ഞിട്ട് ഇവര് ജയിച്ചല്ലോ, ഇവര് ജയിച്ചു കഴിഞ്ഞിട്ട്. ശരി ശരി. അപ്പൊ അങ്ങനെ അപ്പൊ എനിവേസ് അവര് വിജയിച്ചു. ഇപ്പൊ ഉം. സ്വാഭാവികമായിട്ടും, കാരണം അതിനകത്തുള്ള 3 പേര് അത്യാവശ്യം എന്താണ് വർക്ക്ഔട്ട് ചെയ്യുന്ന ആൾക്കാരാണെന്ന് എനിക്ക് തോന്നുന്നു. ഒരാൾ ടീച്ചറാണ്, നമ്മുടെ ആ നിഷ്മിൻ ഭായ്. ഇപ്പം പിന്നെ ജിൻഡോ ബോഡി ആണെങ്കിൽ ക്രാഫ്റ്റ് ജിൻഡോയുടെ കാര്യം നമ്മൾ പറഞ്ഞു. ജിം ട്രെയിനർ ആണ്. ആ മറ്റേ പുള്ളിക്കാരി റസ്മിൻ ആ, പി ഫിസിക്കൽ ട്രെയിനിങ് ടീച്ചറാണ്. പിന്നെ നിഷാനൊക്കെ ആണെങ്കിലും അത്യാവശ്യം പുള്ളിക്കാരി എന്തോ വീട്ടിലൊക്കെ ആ, മറ്റേ പ്ലംബിംഗ് പണിയും അങ്ങനത്തെ ഒക്കെ ചെയ്യുകയും ആ മണൽച്ചാക്ക് എടുത്തിടുകയും അങ്ങനത്തെ ഒക്കെ അത്യാവശ്യം എല്ലാവരും നല്ല ഫിറ്റ് ആയിട്ടുള്ള ചെയ്യുന്ന ആൾക്കാരായതുകൊണ്ട് ആൾക്കാരാണ്. അതെ അതെ. അപ്പൊ എനിവേസ് അവര് അപ്പൊ ജയിച്ചു അവര് ജയിച്ചു. അങ്ങനെ. അത് അതും വേറൊരു കാര്യം കൂടെ ഉണ്ടായിരുന്നു. അൻസിബാൻ ഇവർ ആദ്യം തുടക്കത്തിൽ ഏറ്റവും അങ്ങ് ഹൈറ്റിൽ പൊക്കി പിടിച്ചിരുന്നതാണ്. പക്ഷെ അത് വെച്ചു. പിന്നെ പിന്നെ അങ്ങ് താന്ന് പിന്നെ പറ്റാണ്ടായി. പോയി. അതെ ശ്രീരേഖയുടെ ഒക്കെ കൈയൊക്കെ പോയെന്തോ ആ ഇങ്ങനെ തോറ്റുപോയി. യെസ്. അതെ. അപ്പൊ അത് അങ്ങനെ കഴിഞ്ഞിട്ട് അവർ ഈ പരിപാടിയെല്ലാം കഴിഞ്ഞിട്ടാണ് ജയിൽ നോമിനേഷൻ വരുന്നത്. ഇതെല്ലാം 13ാമത്തെ സീസണിലാണല്ലോ, എപ്പിസോഡിലാണ് നടക്കുന്നത് കേട്ടോ. ആ, എപ്പിസോഡ്. അപ്പം എന്താണ് ജയിൽ നോമിനേഷൻ വരുമ്പോ ഇവർ പറയുന്ന ന്യായം, ഇവൻ പറയുന്നു, അതായത് ദിഗംബരനാണ് എന്നോട് പറഞ്ഞത് അങ്ങനത്തെ ഒരു ന്യായം വാലിഡ് ആയിട്ടുള്ള ന്യായമാണെന്ന്. പക്ഷെ എനിക്കത് വാലിഡ് ഒരു ആയിട്ട് കാര്യം കൂടെ തോന്നുന്നു. പറഞ്ഞോട്ടെ. പറഞ്ഞു. ഈ ത്രാസ് പൊക്കുന്ന ഇതുണ്ടല്ലോ തമിഴില്, ആര്യയുടെ ഒക്കെ സീസണിന്റെ അകത്ത് ഇതുപോലത്തെ ഒരു ടാസ്ക്. പക്ഷെ അവർക്ക് ടിക്കറ്റ് ടു ഫിനാലെ ടാസ്കിലാണ് വന്നത്. ടിക്കറ്റ് ടു ഫിനാലെ എന്ന് പറഞ്ഞ ഒരു പരിപാടിയുണ്ട്. ഉം. ഫിനാലെ എടുക്കുമ്പോഴത്തേക്കും ഇതുപോലെ ഒരു സീരീസ് ഓഫ് ടാസ്കുകൾ നടത്തിയിട്ട് അതിൽ പോയിന്റ് കിട്ടി ജയിക്കുന്ന ആൾക്കാര് ഫിനാലയിലോട്ട് പോകും. മറ്റവര് സ്വാഭാവികമായിട്ടും പോവില്ല. അപ്പൊ അങ്ങനത്തെ ടാസ്കിന്റെ അകത്ത് അതുവരെ ഇതുപോലെ നമ്മുടെ ഈ ശ്രീതുവിനെക്കാളും കഷ്ടമായിട്ടൊരു പുള്ളിക്കാരി ഉണ്ടായിരുന്നു അതിന്റെ അകത്ത്. മറ്റേ എന്തായിരുന്നു അവളുടെ പേര് ഞാൻ തോന്നുന്നത്. അവൾ ഇതുപോലെ ഒരു ലവ് കോംബോ പോലെ ഒരു കോംബോ ആയിട്ട് ഇങ്ങനെ നിന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ വേറെ ഒന്നുമില്ല, പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല. ശിവാനി എന്ന് പറഞ്ഞൊരു പെണ്ണുണ്ടായിരുന്നു. അവളെ ഇതുപോലെ ഒരു കാര്യത്തിൽ അവളെ കാണാനേ ഇല്ല. ഇൻവിസിബിൾ ആയിട്ട് ഇങ്ങനെ അവിടെ കൂടെ നടക്കുന്നതാണ്. ശ്രീധുവിനെ പോലെ അല്ല, കുറെ ഇങ്ങനെ കാണാം, പക്ഷെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാറില്ല അങ്ങനെ ഒരു. പക്ഷെ ഈ അവസാനത്തെ സമയത്ത് ഈ ടാസ്ക് ഇതുപോലെ തന്നെ വെയിറ്റ് ഇതുപോലെ ഇങ്ങനെ രണ്ട് ടീം രണ്ട് സൈഡ് നിന്നിട്ട് അവർക്ക് മണൽച്ചാക്ക് പോലത്തെ എന്തോ ആയിട്ടായിരുന്നു ഇങ്ങനെ 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 കയറെ തൂക്കി പിടിച്ചുകൊണ്ട് നിൽക്കണം.
അന്നേരം ഈ ബിഗ് ബോസ് സിംഗപ്പെണ്ണയൊക്കെ ഇട്ട് കൊടുത്ത് അവരെ മോട്ടിവേറ്റ് ഒക്കെ ചെയ്ത് അതില് ഇവള് ജയിച്ചായിരുന്നു ശിവാനി. അപ്പം അങ്ങനെ അങ്ങനെ ഒരു ഇത് ഓ എനിക്കത് കണ്ടപ്പോ ഇതാ ഓർമ്മ വന്നത്. ഓ യെസ് യെസ്. ഇത് ഉം. അപ്പൊ നീ അപ്പൊ കണ്ടിന്യൂ എനിവേസ് ചെയ്തു. ആ അപ്പം എന്താണ് അടുത്തത് ജയിൽ വാസമാണ്. അപ്പൊ ജയിൽ വാസത്തിന് ആരാ വിടും ചോദിച്ചപ്പോ ഇവരെല്ലാരും കൂടെ എന്താണ് നമ്മുടെ അതായത് പവർ ടീമാണ് നോമിനേറ്റ് ചെയ്യേണ്ടത്. പവർ ടീം നോമിനേറ്റ് ചെയ്ത് ആരാണ്? നമ്മുടെ വണ്ണിനുള്ളി നമ്മുടെ എന്താണ് അർജുൻ. സ്നേഹപാക് ബാധകമായ അർജുനെ അവര് നോമിനേറ്റ് ചെയ്തത്. പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല, അവനൊന്നും ചെയ്യുന്നില്ലെന്നും പറഞ്ഞുകൊണ്ടാണ് അവനെ നോമിനേറ്റ് ചെയ്തത്. അങ്ങനെ നോമിനേറ്റ് ചെയ്യണമെങ്കിൽ അവിടെ ഉം. ശ്രീതു ഉണ്ട്, എന്താണ് മറ്റേ ശരണ്യുണ്ട്. ഋഷി ആണെങ്കിൽ ഒരു കരച്ചിൽ മാത്രമേ ഉള്ളൂ, ആ കരയുന്നുണ്ടെന്ന് വേണമെങ്കിൽ പറയാം. അവനെ നോമിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവൻ അവിടെ കരഞ്ഞു പോയി നാട്ടിക്കും അവൻ. അതുകൊണ്ടാണ് അപ്പൊ ഇത്ര പേരുണ്ട് അവനോട്. അവിടെ ഒന്നും ചെയ്യാത്തവര്, പക്ഷെ നമ്മുടെ അർജുനെ മാത്രം അവർ ടാർഗറ്റ് ചെയ്തു. സങ്കടം വന്നു. അപ്പൊ എനിക്കത് ഇഷ്ടപ്പെട്ടില്ല. അപ്പൊ ഇവൻ പറയുന്നു ഒന്നും ചെയ്യാതിരിക്കുന്നത് ഒരു തെറ്റാണ് എന്നാണ് ദിഗംബരൻ പറയുന്നത്. എനിക്കറിയില്ല. ആ ആണ് 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 അത് ശരിയാണ്. കാര്യം അത് അങ്ങനെ പറയാം. അങ്ങനെ പറഞ്ഞ അവർക്ക് ഇങ്ങനെ നോമിനേറ്റ് ചെയ്യും, ജയിലിലേക്ക് നോമിനേറ്റ് ചെയ്യുക മാത്രമല്ല നോമിനേഷനിൽ വരെ വേണമെങ്കിൽ കൊടുക്കുക അവർക്ക്. അതൊരു കാരണമാണ്. പക്ഷെ അവിടെ മറ്റാൾക്കാരുണ്ടായിരുന്നു, അവനേക്കാളും കൂടുതൽ ഡിസേർവ് ചെയ്ത ആൾക്കാരുണ്ടായിരുന്നു എന്നുള്ളതാണ് പറഞ്ഞ കാര്യം. ഓക്കെയാണ് എനിക്ക്. ആ ഒന്നും ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു, പക്ഷെ ഓക്കെ. ഇൻവോൾവ് ആവുന്നില്ല, ആക്റ്റീവ് അല്ല എന്നൊക്കെ പറയാം, അത് ഓക്കെയാണ്. കാര്യം ഞാൻ അങ്ങനത്തെ ബിഗ് ബോസിൽ ഞാൻ കണ്ടിട്ടുണ്ട് ഈ പറഞ്ഞ പോലെ ഇങ്ങനെ ജയിലിലേക്ക് നോമിനേറ്റ്. കാര്യം അങ്ങനത്തെ ബിഗ് ബോസ് തന്നെ ചിലപ്പോൾ പിടിച്ച് ജയിലിലിടാറുണ്ട് ഓ ഒന്നും ചെയ്യുന്നില്ലെന്നും പറഞ്ഞുകൊണ്ട്. അങ്ങനെയൊക്കെ ചെയ്യും. അല്ല ഇതിപ്പം ഇപ്പം നമുക്ക് നമുക്ക് ഇവിടെ നിന്ന് പറയുന്ന പോലെ അല്ലല്ലോ അവര് പറയുമ്പം. അവിടുത്തെ ഞങ്ങൾ പറയാണ് ശ്രീതു ഒന്നും ചെയ്യുന്നില്ല, എന്താണ് നമ്മുടെ ശരണ്യ ഒന്നും ചെയ്യുന്നില്ല, സ്കൈ ഒന്നും ചെയ്യുന്നില്ല എന്ന് നമ്മളിവിടെ നിന്ന് പറയാണ്. നമ്മൾ അത് അവരും പറയുന്നത് പറഞ്ഞല്ലോ, കഴിഞ്ഞ ആഴ്ച പറഞ്ഞല്ലോ. അത് കഴിഞ്ഞ ആഴ്ചയാണ് അവർ ശ്രദ്ധിക്കുന്നത് തന്നെ അവൾ അവിടെ ഉണ്ടെന്നും അത് ശ്രീതു അവിടെ ലാലേട്ടൻ ഉണ്ടെന്ന്. ചോദിച്ചോണ്ട് ഇവിടെ ആരാ നോമിനേറ്റഡ് ആവാത്ത ആരാന്നൊക്കെ ചോദിച്ചോണ്ടാണ് അവര് നോട്ടീസ് ചെയ്തത്. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഉണ്ട് എന്നുള്ളത്. അതെ, ശ്രീതു അങ്ങ് രക്ഷപ്പെട്ടു പോയതായിരുന്നു എന്റെ തമിഴ് പൈതൽ. ആ അതെന്തായാലും കൊള്ളായിരുന്നു. അപ്പൊ എനിവേസ് ഇപ്പൊ അങ്ങനെ പാവം നമ്മുടെ അർജുനെ ജയിലിലേക്ക് നോമിനേറ്റ് ചെയ്യുകയും അതിന്റെ വാശിയിൽ നമ്മുടെ അർജുൻ അവിടെ പ്രതിഷേധം നടക്കുകയും ചെയ്തു. നമ്മുടെ റിബലായി മാറി. ആ ഫ്രിഡ്ജിരുന്ന പ്രതിഷേധത്തിന്റെ പേരിൽ പാവത്തിന് അടുത്ത ആഴ്ച തന്നെ ഡ്രാഗൺ ഫ്രൂട്ട് ഒക്കെ നോമിനേഷന് എടുത്തു. വരികയും ചെയ്തു. ഡയറക്റ്റ് നോമിനേഷൻ. അല്ല, ഡയറക്റ്റ് നോമിനേഷനിൽ വന്നു. ജയിലിലേക്ക് വിടാനായിട്ട് പോവുകയും ചെയ്തു. അപ്പൊ അതുകൊണ്ട് പുള്ളി പോയിട്ട് അവിടെ ഫ്രിഡ്ജിലിരുന്ന് ഇതൊക്കെ ഇത് ജയിലിലേക്കാണ് അവര് തീരുമാനിച്ചത്. പക്ഷെ പുള്ളി പോയി ഫ്രിഡ്ജിലെ ഇതൊക്കെ എടുത്ത് തിന്നുകയും പിന്നുകൊണ്ട് ഒക്കെ ഡയറക്റ്റ് ചെയ്തതിന്റെ പേരിലാണ് പിന്നെ നോമിനേഷനിൽ അവർ നോമിനേഷൻ കൊണ്ടുപോകുന്നത്. കൊണ്ടുവന്നത്. അതൊരു കാരണമായിട്ട് വെച്ചിട്ട്. പക്ഷെ യമുനയുടെ അടുത്ത് എന്തോ ഒരു ആക്ഷൻ കാണിച്ചു എന്ന് പറഞ്ഞു. എന്തോ അത് ഞാൻ എനിക്കറിയാം കണ്ടില്ല. ഞാൻ എന്തോ. വരുന്നു. അന്നേരം നമ്മൾ കണ്ടതിന്റെ അകത്ത് ആക്ഷൻ ഒന്നും കാണിച്ചില്ല. പുള്ളി ഇങ്ങനെ പാല് കുടിക്കുന്ന, അല്ല അതായത് പക്ഷെ നമ്മള് വെള്ളം കുടിക്കുന്നു എന്ന് പറയുന്നത് നമ്മളിങ്ങനെ കൈ ഇങ്ങനെ മുഷ്ടി ചുരുട്ടിയിട്ട് നമ്മളിങ്ങനെ കാണിക്കത്തില്ല, അങ്ങനത്തെ എന്തോ കാണിച്ചു. അത് ചീത്തയാണെന്ന് എനിക്കറിയാൻ അതാണെന്ന് വയ്യ. തോന്നുന്നു. എനിക്കറിയാൻ എനിക്കറിയില്ല. അതൊരു അറിയത്തില്ല. വ്യക്തമല്ല എനിക്ക് അത് എന്താണ് അത്ര കാണിച്ചത്. ആ യമുന പറഞ്ഞ അതെന്തോ അത് കൊണോട്ടേഷൻ അത്ര. ഒന്നും നമുക്ക് അറിയത്തില്ല. അല്ല, യമുന പറഞ്ഞ അതെന്തോ അത്ര എന്തോ എന്തോ ഒരു ആക്ഷൻ കാണിച്ചു എന്നുള്ള രീതിയിൽ അവന്റെ ഫേക്ക് ഫേസ് പുറത്തു കൊണ്ടുവന്നു ആ എന്നൊക്കെയുള്ള രീതിയിൽ പുള്ളിക്കാരി പുള്ളിക്കാരി അഭിമാനിക്കുന്നുണ്ടായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് ഞാൻ പറയാം, എനിക്കൊരു സമാധാനമുണ്ട്. എന്താണ് ഇങ്ങനെ ഫേക്ക് ഫേസ് പുറത്ത് കൊണ്ടുവന്നു എന്ന് പറയുന്നതിൽ എനിക്കൊരു പുള്ളിക്കാരി സമാധാനമുണ്ട്. ഇവനെ നോമിനേറ്റ് ചെയ്തതല്ല, ഈ ജബ്രിയുടെ ഇതിലാണ് പുള്ളിക്കാരി അത് പറഞ്ഞത്. എന്നിട്ട് എന്തോ പുള്ളിക്കാരി അങ്ങ് ഇതായതുപോലെ. പക്ഷെ യമുന ഈ ആഴ്ചയൊക്കെ എന്തൊക്കെയോ സീരിയസ് ഇഷ്യൂസ് ഒക്കെ ഉണ്ടാക്കുന്നുണ്ടെന്ന് തോന്നുന്നു. യമുന ആക്റ്റീവ് അല്ലെന്ന് പറഞ്ഞപ്പോ എന്നാ പിന്നെ അങ്ങ് ആക്റ്റീവായി കളയാന്നുള്ള രീതിയിൽ. അത് അവസാനം ലാലേട്ടന്റെ വായന എന്തെങ്കിലും കേൾക്കുമോന്ന് അറിയില്ല. ഈ ആഴ്ച നമുക്ക് കാണുമ്പോ അറിയാം എന്താണ്. അപ്പൊ അങ്ങനെയാണ് 13-ാമത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. അങ്ങനെ പിന്നെ പിന്നീട് മുമ്പേ നമ്മൾ പറഞ്ഞു തന്ന പോലെ ലാലേട്ടൻ വരുന്ന പിന്നെ രണ്ടാഴ്ച. അർജുനെ ജയിലിലാക്കിയപ്പോ മറ്റാരും ജയിലിൽ കാണാത്ത ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. എല്ലാരും ജയിലിന്റെ ആ വാതിൽക്കൽ തന്നെയായിരുന്നു. അത് അവന്റെ അതെന്താന്നറിയാവോ? സ്റ്റോറി ആ ഉണ്ടായിരുന്നു. അത് തന്നെ അത് തന്നെ. അവന്റെ കഥ പറയുന്നുണ്ടായിരുന്നു. അർജുന്റെ കഥ അതിന് മുമ്പേ അത് ഭയങ്കര. ആയിരുന്നോ? അത് ആണോ? നമുക്കും അങ്ങനെ. അല്ല അല്ല, അത് കഴിഞ്ഞിട്ടാ. അത് ജയിൽ നോമിനേഷനൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് അവന്റെ ബർത്ത്ഡേയുടെ ഇത് കഴിഞ്ഞ ആ ഒരു സമയത്തൊക്കെ കഴിഞ്ഞിട്ട് എന്തോ കേക്കൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ടോ അങ്ങനെ എന്തൊക്കെയാണ് ഓ അവന്റെ കഥ പറയേണ്ട ഇത് വന്നപ്പോഴത്തേക്കാണ് പുള്ളി പറഞ്ഞത്. ആ പറയുന്നത്. അതായത് ഓക്കെ അവനെന്തോ അവന്റെ ഹെൽത്ത് ഇഷ്യൂസിന്റെ കാര്യമൊക്കെ പറയും, അവന്റെ ബോഡി ട്രാൻസ്ഫോർമേഷന്റെ കാര്യം. അത് നല്ലതായിരുന്നു കേട്ടോ. അവനങ്ങനെ ഒരു നല്ലതായിരുന്നു. അതെ, ആ സാധാരണ ഉണ്ടല്ലോ അത്യാവശ്യം. ഈ നോറയൊക്കെ കഥ പറയുമ്പോഴും നമുക്ക് പ്രത്യേകിച്ചൊന്നും എനിക്ക് സത്യം പറഞ്ഞാൽ നോറയുടെ കഥ ഭയങ്കര ഭയങ്കര ഡിസ്റ്റർബിങ് കഥയാണ്. ഭയങ്കര സാഡ് കഥയായിരുന്നു നോറയുടെ കഥ. പക്ഷെ പ്രശ്നം എന്താ പറയുക, പുള്ളിക്കാരി പറയുന്ന ആ ഒരു ടോണിന്റെ പ്രശ്നമാണ്. എന്താ പറയുക, സങ്കടം വന്നില്ല. പകുതി നേരം കരഞ്ഞുകൊണ്ട് പറഞ്ഞുകൊണ്ടായിരിക്കും. ഇപ്പൊ ആയിരിക്കും ശ്രീരേഖയുടെ ആയിരിക്കും. കഥയും ഇത്തിരി ഡാർക്ക് ആയിട്ടുള്ള കഥയായിരുന്നു. പക്ഷെ പുള്ളിക്കാരിയും നല്ല. ശ്രീരേഖയുടെ കഥ കേട്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി കേട്ടോ. അത് ഇച്ചിരി ആ, എന്തായിരുന്നു.
ഇച്ചിരി അത് വില്ലനാണ്. നല്ലൊരു ഇതിലാണല്ലോ പറഞ്ഞ്. അപ്പൊ അതെ അതുകൊണ്ട് അതെ അതെ. നമുക്ക് അങ്ങനെ ചിലര് പിന്നെ അത് ഡിപ്പെൻഡിങ് ഓൺ ദ ടൈപ്പ് ഓഫ് പീപ്പിൾ. അതായത് ചിലര് അവരുടെ കഥ പറയാൻ ചൂസ് ചെയ്യുന്ന രീതി എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇമോഷണൽ ആയിട്ട് കഥ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റാത്ത രീതിയിൽ കരഞ്ഞുകൊണ്ട് ഒക്കെ ആയിരിക്കും ചിലപ്പോ പറയുന്നത്. അത് നമുക്ക് ചിലപ്പോൾ കേൾക്കുമ്പോൾ അത്ര വലിയ ഇതൊന്നും തോന്നുന്നില്ല. പക്ഷെ ചിലര് അങ്ങേയറ്റം ട്രൊമാറ്റിക് ആയിട്ടുള്ള എക്സ്പീരിയൻസസ് ആയിരിക്കും അവർക്കുണ്ടാവുക. പക്ഷെ എന്നാലും അവരത് ഭയങ്കര ലാഘവത്തോടെ, കാര്യം അവരതിനെ സർവൈവ് ചെയ്ത് വന്നു എന്നുള്ളത് കൊണ്ട് അവരാ ഒരു ഇതിൽ തന്നെ അങ്ങ് പറഞ്ഞു പോവുള്ളൂ. അത് നമുക്ക് കേട്ടിരിക്കുമ്പോൾ നമുക്കും അത് കേൾക്കാനായിട്ട് തോന്നുകയും ചെയ്യും. പിന്നെ കുറച്ച് ഇൻസ്പിറേഷണലുമാണ്. അപ്പം അർജുന്റെ കഥയും അതുപോലെ നല്ലൊരു ഇതായിരുന്നു. നമ്മളോട് അങ്ങനെ ക്ലാസ്സിൽ വെച്ച് ഇങ്ങനത്തെ ഇതിനെ പറ്റി അവൻ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. അതായത് പണ്ട് അവനെ ഇങ്ങനെ അവന്റെ ആ ഒരു ഫിസിക്കിനെ വെച്ചുകൊണ്ട് അവനെ പണ്ട് ആൾക്കാര് ആൾക്കാര് കളിയാക്കിയിട്ടുണ്ട്. പറഞ്ഞ് പക്ഷെ അവന് ഈ ഇഷ്യൂ വരുന്നത് അവന്റെ BBA സമയത്ത് എന്തോ ആണ്. അപ്പം നമ്മളെ ഒപ്പം ഉണ്ടായിരുന്ന സമയത്തല്ല. ഈ അല്ല. മറ്റേ എന്ത് ജപ്പാനിൽ നിന്നോ അങ്ങനത്തെ വല്ലതും പറഞ്ഞേ. മറ്റേ എന്താണ് അസുഖത്തിന്റെ എന്തോ പേരെന്താ? ഒരു അസുഖത്തിന്റെ പേര് പറഞ്ഞു, അത് മറന്നുപോയി എന്താണ്. അപ്പം ഈ ഇഷ്യൂ വരുന്ന സമയത്തല്ല, അതിന് മുന്നത്തെ. പക്ഷെ അന്നേരം ഇതിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ ഇത് പറഞ്ഞ് ഞാൻ ഓർക്കുന്നുണ്ട്. അവൻ ഇത് പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനത്തെ പണ്ട് അവനിങ്ങനെ ആൾക്കാർ കളിയാക്കുമായിരുന്നു അവന്റെ ആ ഒരു സൈസിന്റെ ഇത് വെച്ചിട്ട്. അങ്ങനെ ഇത് പിന്നെ കളിയാക്കുമായിരുന്നു, പണ്ട് ബോഡി ഷെയിം ചെയ്യുമായിരുന്നു എന്നുള്ള കാര്യം. പെൺപിള്ളേരൊക്കെ ഭയങ്കരമായിട്ട് എന്താണ് പുള്ളിയെ കളിയാക്കുമായിരുന്നു, റിജക്ട് ചെയ്യുമായിരുന്നു എന്നൊക്കെ പറയേണ്ടി. എന്നെ ഇപ്പൊ കണ്ടില്ലേ, ആരാധകരുടെ എണ്ണം, ഫാൻ പേജസിന്റെ എണ്ണം കൂടി വരികയാണ് അർജുനേട്ടന്. എന്ത് ചെയ്യാം. ഉം. നല്ല രീതിയിൽ ഇപ്പൊ ഈ ഋഷിയുടെ ഒക്കെ അൻസിബ ഉണ്ടല്ലോ. അൻസിബ ആ വീട്ടില് മറ്റേ ശരശയ്യ കിടക്കുന്ന ഭീഷ്മരുടെ എന്നാണ് പലരും കമ്പയർ ചെയ്യുന്നത്. കാര്യം കട്ടിലേ കിടന്നുകൊണ്ടാണല്ലോ ഈ ഋഷി ഇവരുടെ ഒരു സംസാരങ്ങൾ ഉണ്ടാകും. പക്ഷെ എനിക്ക് മഹാഭാരതത്തിലെ ശകുനിയുടെ ഇതാണ് ശരശയ്യയിൽ കിടക്കുന്ന ശകുനിയായിട്ടാണ് ശരശയ്യയില് ശകുനി കടന്നിട്ടില്ല. പക്ഷെ അൻസിബയുടെ കാര്യം വരുമ്പോ ഒരു എന്താ പറയുന്നത്, എന്താ പട്ടുമഞ്ചത്തിൽ കിടക്കുന്ന ശകുനിയായിട്ട് വേണമെങ്കിൽ പറയും. ആ ഒരു മഞ്ചം കട്ടിലേ കിടന്നുകൊണ്ടാണ് പുള്ളിക്കാരി ആ വീട് മുഴുവൻ നിയന്ത്രിക്കുന്നത്. അതാണ് അൻസിബ. അപ്പം പവർഫുൾ അവരുടെ ആ ആണ്. കോംബോയിൽ നിന്നൊക്കെ അവൻ പുറത്തു വന്നു എന്നൊക്കെ ഞാൻ ഇങ്ങനെ കേട്ടു. അപ്പൊ അത് നമുക്ക് കാണണം. അതെ അതെ. അപ്പൊ അത് കഴിഞ്ഞിട്ടാണ് അപ്പൊ ഇവനെ ജയിലിലേക്ക് വിടുന്നത്. അപ്പൊ എല്ലാവർക്കും ഉണ്ടല്ലോ അവന്റെ ആ കഥയും കൂടെ കേട്ട് കഴിഞ്ഞപ്പോ എല്ലാരും ഭയങ്കര ഇമോഷണലി ടച്ച് ആയിട്ട് അവര് എല്ലാരും കൂടെ പോയി അവനെ അതുകൊണ്ട് എന്തൊക്കെയോ തിന്നാനായിട്ട് കൊണ്ട് കൊടുക്കുന്നു. ആ, എല്ലാരും അവിടെ വട്ടം കൂടി ഭയങ്കര ഇരിക്കുന്നു. സ്നേഹമായിരുന്നു ഫുൾ എല്ലാരും, ഫുൾ ഇൻക്ലൂഡിങ് ജാസ്മിൻ ആൻഡ് ജബ്രി, സോറി ഗബ്രി. എല്ലാരും ആ ജയിലിന്റെ വെളിയില് തമ്പടിച്ച് കിടക്കായിരുന്നു. പക്ഷെ ഇന്നേ വരെ ഒരു ജയിൽ നോമിനേഷൻ ഉണ്ടായിരുന്നു. നമ്മൾ അത് കണ്ടിട്ടില്ല അല്ലേ. ഐ മീൻ ആരും ഇല്ല ഒരു ഇല്ല. പട്ടിക്കുറുക്കനെ വഴി സാധാരണ ഇപ്പൊ ഈ പോവാറുണ്ട്. രതീഷും ജിൻഡോയും കടന്നപ്പോഴും പിന്നെ ഈ ജബ്രികൾ കടന്നപ്പോഴും ഒക്കെ ഒരു പട്ടിക്കുറുക്കനും ഇല്ലായിരുന്നു അവിടെ. ഒരു മനുഷ്യനില്ലായിരുന്നു. അനാഥ പ്രേതം പോലെ എന്ന് പറയുന്ന പോലത്തെ അവസ്ഥയായിരുന്നു. പക്ഷെ അർജുൻ കടന്നപ്പോ എല്ലാരും ഉണ്ടായിരുന്നു. പിന്നെ അന്നേരമാണ് മറ്റേ ഈ സിജോ കൊണ്ടുവന്ന് മറ്റേ ബ്രെഡ് കൊണ്ടുവന്ന് വെച്ചിട്ട് അതായത് തുണി അതെ, തേക്കലായിരുന്നു എച്ചി ഇവർക്കുള്ള കഴിച്ചത്. പണിഷ്മെന്റ്. അപ്പൊ മുണ്ടേ കൊണ്ട് വെച്ച് ബ്രെഡ് ടോസ്റ്റ് ചെയ്ത് തിന്നാൻ കൊടുത്തതൊക്കെ അതെ അതൊക്കെ അതെ അതെ, അന്നേരം ഭയങ്കര അല്ല, അല്ലെങ്കിൽ പൊതുവെ പുള്ളിയോട് ഒരു സ്നേഹമുണ്ട്. ആ വീടിനകത്തുള്ള ആൾക്കാർക്കൊക്കെ എല്ലാവർക്കും പുള്ളിയോടൊരു സ്നേഹമുണ്ട്. പുള്ളി ഉണ്ട്. അത്രയും ഡീസെന്റ് ആയിട്ടാണ് നിൽക്കുന്നതെന്ന് എനിക്ക് ഇപ്പൊ ഇന്ന് വരെ കേട്ടോ. നാളെ എന്താണെന്ന് കത്താമ്പരാൻ അറിയാം. അല്ല, നമ്മൾ കാണാനുണ്ട് ഇനി അവിടെ അതെ എന്തൊക്കെയോ അതെ. ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പം കാണാനുണ്ട്. ഇന്ന് വരെ നമ്മൾ കണ്ടത് വരെ അർജുനെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. ഒരു സ്നേഹമുണ്ട് എല്ലാവർക്കും. ഒരു വിശ്വാസമുണ്ട്, പുള്ളി പെട്ടെന്ന് അങ്ങോട്ട് ബാക്ക് സ്റ്റാബ് ചെയ്യത്തില്ല എന്നുള്ളൊരു വിശ്വാസം എവിടെയോ ആൾക്കാർക്കുണ്ട്. എനിക്ക് അവനിങ്ങനെ എല്ലായിടത്തും അവനിപ്പം കേറി അങ്ങ് ഇപ്പൊ ഈ റോക്കി ഇവരൊക്കെ കാണിക്കുന്ന പോലെ അങ്ങ് ട്രിഗേർഡ് ആയിട്ട് വരികയോ അങ്ങനെയൊന്നും ഇല്ല. പുള്ളി കാമായിട്ട് അങ്ങനെ ഇരുന്ന്. പക്ഷെ അതാണ് ആൾക്കാർ എന്താ അവനൊന്നും ചെയ്യുന്നില്ല എന്നുള്ള രീതിയിൽ പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷെ പറയുന്നത്. അവിടെ വീട്ടുകാർക്ക് അവനെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അവന്റെ പെരുമാറ്റം അങ്ങനെ ആയതുകൊണ്ടാണല്ലോ. അതെ അവനൊരു അതെ അതെ. എല്ലാവരോടും ചെന്ന് ജെന്റിൽമാൻ സംസാരിക്കുകയും ചെയ്തു ആയതുകൊണ്ടാണ്. തോന്നുന്നു. ഈവൻ വലിയ പ്രശ്നങ്ങൾ നടന്ന സമയത്ത് ഈ ജാസ്മിനോടും ഗബ്രിയോടും ഒക്കെ ചെന്ന് ഇവൻ സംസാരിക്കുന്നുണ്ട് അർജുൻ. അപ്പോൾ അവൻ അങ്ങനെ ഒരു ഇപ്പൊ ഈ അവസാനത്തെ നീ ഓർക്കുന്നുണ്ടോ, അവസാനത്തെ എപ്പിസോഡ് നമ്മൾ കണ്ടു നിർത്തിയാല് മറ്റേ ഈസ്റ്ററിന്റെ എപ്പിസോഡില് നമ്മുടെ ആ ജബ്രികൾ ഇരുന്ന് സംസാരിക്കുന്ന സമയത്ത് ഗബ്രി വരുന്നില്ല,
എന്നും പറഞ്ഞപ്പോ ജാസ്മിൻ വാ ചേട്ടായി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാക്ക എന്താ വിളിക്കുന്നത്, ഗബ്രി ഗബ്രി വാഹനം എന്താണ്ട് പറഞ്ഞിട്ട് ഇരിക്കുക. ഗബ്രി ആ ബ്രോ. ആ അപ്പൊ ഇവനാണ് എന്താണ് വന്ന് വിളിക്കുന്നതും, എന്താ വൈനുണ്ട് അപ്പമുണ്ട് എന്നൊക്കെ പറഞ്ഞ് വന്ന് വിളിക്കുന്നതും ആ ഭയങ്കര സ്നേഹത്തോടെയാണ് വിളിക്കുന്നതൊക്കെ. സംസാരിക്കുന്നത്. ബാക്കി എല്ലാവരും അയ്യോ ബാക്കി ആ. ആരും അവരെ മൈൻഡ് ചെയ്ത് പോലും ഇല്ല കേട്ടോ. അവരെന്തെങ്കിലും വന്ന് ചോദിച്ചാൽ പോലും അവരെ മൈൻഡ് ചെയ്യാറില്ല. അതായത് ഈ പ്രശ്നങ്ങൾ വന്ന് കഴിഞ്ഞിട്ടാണ്, ഇതിന് മുമ്പേ അല്ല. ആരും അല്ല മൈൻഡ് പക്ഷെ ചെയ്തവരില്ല, ഇത് ഇവരുടെ ഈ കഷ്ടമാണ്. കോംബോയെ പറ്റിയിട്ട് അൻസുവേടെ ഒക്കെ കൂടെ ഇരുന്ന് ചർച്ചയൊക്കെ ചെയ്യാറൊക്കെ ഉണ്ട്. അതുണ്ട്. എനിക്ക് ഒരു കാര്യത്തില് മാത്രം ഒരു ഒരു ഇത് തോന്നി. അത് പക്ഷെ അവൻ മാത്രമല്ല, ആ വീട്ടിലുള്ള എല്ലാവരും സിജോയുടെ കാര്യത്തില് ആ മാത്രം. അതെ അതെ, അത് ഇച്ചിരി ഭീകരമായിരുന്നു. അതില് അതില് റോക്കീനെ സപ്പോർട്ട് ചെയ്ത് പറയുന്നതിനോട് എനിക്ക് തീരെ യോജിക്കാൻ പറ്റിയില്ല. താല്പര്യമില്ല. ഇപ്പം അതെ ഇവൻ അതെ, അത് അർജുനാണെങ്കിലും ആരോഗ്യമില്ല. റോക്കി പോയതിന്റെ ഇതിലായിരുന്നു കൂടുതലും. അവർ ആ, അറ്റാച്ച്ഡ് ആണെന്നുള്ളത് ശരിയാണ്, പക്ഷെ അവൻ ചെയ്തത് തെറ്റായിട്ടുള്ള ഒരു തെറ്റാണ്. കാര്യമാണ്. എന്തിനാണ് അവനെ സപ്പോർട്ട് ചെയ്ത്? ഞാനത് ഓർത്ത്, ഇവൻ എന്തൊരു മണ്ടത്തരമാണ് ഈ കാണിക്കുന്നത്. അത് റോക്കീനെ സപ്പോർട്ട് ചെയ്താണോ പറയേണ്ടത്? സിജോ ട്രിഗർ ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ട്രിഗറായിട്ട് ഇയാളെന്തിനാ കയറി തല്ലാൻ പോയത്? അല്ല, അത് ഞാൻ നിന്നോട് പറഞ്ഞില്ലേ, മറ്റേ എന്തെങ്കിലും ഒരു അബ്യൂസ് വരുന്ന സമയത്തെ, ഇപ്പം ഉം. സ്ത്രീകളുടെ കേസിലാണെങ്കിൽ അബ്യൂസ് വരുന്ന സമയത്ത് അവൾ എന്തിനാ സമയത്ത് അവിടെ പോയത്, അവൾ അങ്ങനെ നിന്നിട്ടല്ലേ, ആ അല്ലെങ്കിൽ ആ അങ്ങനെ ആ അങ്ങനെ ആ ആ ഒരു പ്രവണതയായിട്ടാണ് എനിക്കതിനെ ആ തോന്നുന്നത്. അല്ലാതെ പെരുമാറ്റത്തിന്റെ, എനിക്കതിനോട് അതായത് വിക്ടിമിന്റെ പെരുമാറ്റത്തിന്റെ പ്രശ്നമല്ലേ എന്നുള്ള രീതിയിൽ വിക്ടിം ബ്ലെയിമിങ് നടത്തി അത് ഒരു ഇച്ചിരി പരിപാടി. ബുദ്ധിമുട്ടാണ്. അതെ അതെ അതെ. എന്തേനാലായിട്ട് അപ്പം ആ നമുക്ക് കമ്മിങ് ബാക്ക്, നമ്മള് എന്താണ് എപ്പിസോഡ് 14 ആൻഡ് ലാലേട്ടന്റെ എപ്പിസോഡ്. 15. ആ അതെ അതെ, 2 എപ്പിസോഡുകളുണ്ട്. അതും കൂടെ പറഞ്ഞിട്ട് നമ്മൾ അപ്പൊ അത് ഈ ഒരു സെക്ഷൻ നിർത്തുവല്ലേ. കാരണം 1 മണിക്കൂർ ആ കൂടുതലായി കേട്ടോണ്ടിരിക്കുന്നവരും ശരി. അടുത്ത ആറായി. അതെ അതെ അപ്പൊ അത് 2 പാർട്ടായിട്ട് ചെയ്യാം. പിന്നെ ബാക്കിയുള്ള എപ്പിസോഡ് അടുത്ത വീഡിയോ ആയിട്ട് വരാം. അതെ. അപ്പൊ ഇത് ലാലേട്ടന്റെ ഈ എപ്പിസോഡ് പറഞ്ഞിട്ട് ആ ഒരാഴ്ചത്തെ തീർക്കാം. എടാ, ഒരാഴ്ച കറക്റ്റ് പോകുന്നതാണ് ശരി. പക്ഷെ എന്ത് ചെയ്യാനായിട്ട് അന്നേരത്തെ അത് മിസ്സായിപ്പോയി. ടൈറ്റായി നമ്മളത്തെ പോയി, ക്ഷമിക്കുക. അതെ അതെ അതെ. ഞാൻ തുടരാം. ഓർത്ത് 2 ആഴ്ചത്തെയും കൂടെ കമ്പൈൻ ചെയ്ത് പറയാനേ കാണത്തുള്ളൂ. പക്ഷെ ഒരാഴ്ചത്തെ എടുക്കുമ്പോ തന്നെ അത്രമാത്രം പറഞ്ഞായിരുന്നു. കണ്ടന്റ് ഉണ്ടാക്കുന്നുണ്ട് ഉണ്ട് ഇവര്. ഉണ്ട് ഉണ്ട്, അതാണ് പ്രശ്നം. പറയാനുണ്ട്. അപ്പൊ ഉടനെ തന്നെ ചെയ്ത് അപ്ലോഡ് ചെയ്യണം. അല്ലെങ്കിൽ ഈ ആഴ്ച ഹെവി സാധനങ്ങൾ ഉണ്ടെന്നാണ് കേട്ടത്. ഈ ആഴ്ച ഭയങ്കര പ്രതീക്ഷയുള്ള ആഴ്ചയാണ്. വൈൽഡ് കാർഡ് വരുന്നു, ലാലേട്ടൻ എല്ലാരെയും നിർത്തിപ്പൊരിക്കുന്നു. കഴിഞ്ഞ ആഴ്ച പൊരിച്ചായിരുന്നു, അതുകൂടെ ഉണ്ട്. അപ്പം കിടിലമാണ്. അപ്പൊ എനിവേസ്, അപ്പൊ ഇത് ലാലേട്ടന്റെ എപ്പിസോഡിലാണ് റോക്കി ബുദ്ധിയുടെ ചില ഡെഫിനിഷൻസ് ഒക്കെ പറയുന്നത്. അത് റോക്കിയുടെ 10 ടൈപ്പ് ലാലേട്ടനോടാണ് പറയുന്നത് ബുദ്ധികളുണ്ട്. കേട്ടോ. അതെ അതെ. ലാലേട്ടനോടാ പറയുന്നത്. 10 ടൈപ്പ് ബുദ്ധി. എന്താണ് ബുദ്ധി, പറയൂ കുബുദ്ധി, ദിഗംബരൻ, എന്തൊക്കെ ടൈപ്പ് ബുദ്ധിയാണ് ഉള്ളത്, പറയൂ. റോക്കിയുടെ ടെക്സ്റ്റ് ബുദ്ധി, ബുക്ക് പ്രകാരം. കുബുദ്ധി, കുബുദ്ധി, വക്രബുദ്ധി, കൂർമ്മബുദ്ധി, ചാണക്യബുദ്ധി, പെൺ പെൺബുദ്ധി, പിന്നെന്താ മന്ദബുദ്ധി. മുൻബുദ്ധി മുൻബുദ്ധി മുൻബുദ്ധി. മുൻബുദ്ധിയാണ്. ഓക്കെ. മുൻബുദ്ധി, കുരുട്ടുബുദ്ധി, ആ, പിന്നെ പിന്നെ ഇതൊന്നും സത്യം പറയാ പുള്ളി 9 എണ്ണം ഉണ്ട്. പിന്നെ 10ാമത്തത് ഒരെണ്ണം കൂടെ പറയും. അതായത് 9 എണ്ണം ഉണ്ട് എന്ന് പറയാം. എന്നിട്ട് 9 ആ, പറഞ്ഞില്ല, ഞങ്ങൾ എഴുതി വെച്ച് 9 നോക്കി. മറന്നുപോയി. 9 മറന്നുപോയി 8 പുള്ളി. പറയുള്ളൂ. 8 പറഞ്ഞു. എന്നിട്ട് പിന്നെ റോക്കി, പിന്നെ ഒരു ബുദ്ധിയും കൂടെ ഉണ്ട്, അത് റോക്കി. അപ്പൊ ലാലേട്ടൻ പത്താമത്തെ ഉണ്ട് ബുദ്ധി. അതിന് കൗണ്ടർ കൊടുക്കുന്നുണ്ട്. അത് അതിബുദ്ധി എന്ന് പറഞ്ഞു. അപ്പം 10 പറഞ്ഞില്ല, ഒരെണ്ണം മിസ് ചെയ്തു. അതെ. നവരസങ്ങളെ വന്നുള്ളൂ പുള്ളിയുടെ കയ്യിന്ന്. എന്താണെങ്കിലും. അപ്പം പിന്നെന്തോ, പിന്നെ അവരെ എല്ലാരെയും ഈ പവർ ടീമിലുള്ളവരെ കൊട്ടാരം, കൊട്ടാരം കൊള്ള വെക്കുന്ന കൊച്ചമ്മമാര്, അങ്ങനെ ആ എന്തോ അല്ലേ പറഞ്ഞു. ആ അതെ അതെ അതെ. അങ്ങനെ എന്തൊക്കെയോ പറയുന്നുണ്ട്. അതെന്താന്നറിയാവോ, അത് എന്തെന്റെ കാര്യത്തിലാ പറഞ്ഞതെന്നറിയാവോ, അവരുടെ താക്കോല് കളഞ്ഞു പോയ ഒരു സംഭവം നടന്നില്ലായിരുന്നു. ആ അത് അത് അവരൊന്നും സംബന്ധിച്ച കാര്യം നടന്നായിരുന്നു. ഞാൻ കണ്ടില്ല. കാരണം അത് ആ എപ്പിസോഡിൽ ജസ്റ്റ് പറഞ്ഞു പോകുന്നതേ ഉള്ളൂ. എന്റെ ആ ബാക്കിയുള്ള അതെന്താന്ന് വെച്ച് കഴിഞ്ഞാല്, അത് ഞാൻ കണ്ടായിരുന്നു. അതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല്, ഇവരുടെ പവർ ടീമിന്റെയിലാണ് കിച്ചന്റെ ക്യാബിനറ്റുകളൊക്കെ തുറക്കാനുള്ള, കിച്ചന്റെ താക്കോലുണ്ട് ഇവരുടെ സാധനങ്ങളൊക്കെ വെച്ചിരിക്കുന്നത് തുറക്കാനായിട്ട്. അപ്പൊ ഈ താക്കോല് ഇവരുടെയിലാണ്. അപ്പം കിച്ചൺ ടീമിന് രാവിലെ അവര് കൊടുക്കണം, കാര്യം ഇവർക്കാണല്ലോ സർവാധികാരം. അപ്പം താക്കോല് കിച്ചൺ ടീമിന് രാവിലെ കൊടുക്കണം, എന്നാലേ ഉള്ളൂ അവർക്ക് കുക്ക് ചെയ്യാൻ കയറാൻ പറ്റത്തുള്ളൂ. കാരണം സാധനങ്ങളൊക്കെ എടുക്കണമല്ലോ. പക്ഷെ അന്ന് നോക്കിയപ്പോഴത്തേക്കും താക്കോല് ഈ യമുന പുള്ളിക്കാരി മറന്നു പോകുന്നുള്ളത് കൊണ്ട് സാധാരണഗതിയിൽ നിഷാനേനെയാണ് ഏൽപ്പിക്കുന്നത്. നിഷാന ഇല്ലായിരുന്നത് കൊണ്ട് ശ്രീരേഖയുടെ കയ്യിൽ കൊടുത്തു എന്നാണ് യമുന പറയുന്നത്. അപ്പൊ ഇനി താക്കോല് ശ്രീരേഖയുടെ കയ്യിലാണ് ഉണ്ടായിരുന്നത്. അപ്പം അവരവിടെ തപ്പിയിട്ട് താക്കോല് കാണാനില്ല.
ശ്രീരേഖ പറഞ്ഞു യമുനയുടെ ഒക്കെ പെട്ടി, അവരുടെയൊക്കെ പെട്ടി തുറന്നു നോക്കി, ശ്രീരേഖയുടെ പെട്ടി മാത്രം നോക്കിയില്ല. ശ്രീരേഖ അതിൽ അതിനുണ്ടാവില്ല എന്നുള്ള രീതിയിൽ പറഞ്ഞുകൊണ്ട് അങ്ങനെ അവര് ചെക്ക് ചെയ്തില്ല. എന്നിട്ട് താക്കോലിന് നോക്കിയപ്പോഴത്തേക്ക് ഇവര് ഹൗസിലെല്ലാം അറിഞ്ഞു താക്കോല് കാണാനില്ല എന്നുള്ള കാര്യം. കാര്യം കുക്കിംഗ് ടീമിന്റെ ക്യാപ്റ്റൻ അന്നേരം സിജോ ആണ്. അപ്പം സിജോയ്ക്കൊന്നും കുക്ക് ചെയ്യാനായിട്ട് കയറാൻ പറ്റിയില്ല താക്കോലില്ലാത്തതുകൊണ്ട്. അപ്പൊ അവര് റോക്കി ഇതറിഞ്ഞു. റോക്കി ഇതറിഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ടും റോക്കി അത് വിഷയം ഉണ്ടാക്കി. റോക്കി പറഞ്ഞു ഒരു മണിക്കൂറിനുള്ളിൽ താക്കോല് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ബിഗ് ബോസ് ഇതിനെതിരെ നടപടി എടുക്കണം എന്നുള്ള രീതിയിൽ റോക്കി അവിടെ ഇരുന്ന് പറഞ്ഞു. പക്ഷെ സ്വാഭാവികമായും റോക്കി പറഞ്ഞതുകൊണ്ട് അതാരും വലിയ കാര്യത്തിൽ മൈൻഡ് ചെയ്തില്ല. കാര്യം റോക്കി ഇങ്ങനെ എല്ലാത്തിലും പ്രശ്നം ഉണ്ടാകും. പുള്ളിയുടെ ഒരു പ്രത്യേകത അതായിരുന്നു. അതായത് പവറിലിരിക്കുന്ന ആരാണോ, ആദ്യത്തെ ആഴ്ച അർജുൻ ക്യാപ്റ്റൻ ആയപ്പോഴത്തേക്കും അർജുനെതിരെ ഒരു ചെറിയ ഇത് ഉണ്ടാക്കിക്കൊണ്ട് വന്നു. അപ്സര ആയപ്പോഴത്തേക്ക് അപ്സരക്കെതിരെ നല്ല രീതിയിൽ വന്നു. അപ്പൊ അങ്ങനെ ക്യാപ്റ്റൻ ആവുക അല്ലെങ്കിൽ പവർ ടീം ആരാണോ അവർക്കെതിരെ ഫൈറ്റ് ചെയ്യുക എന്നുള്ളതാണ് റോക്കിയുടെ ഒരു ഇത്. അവർക്കെതിരെ കണ്ടന്റ് ഉണ്ടാക്കുക. അപ്പൊ ഇങ്ങനെ പവർ ടീമിനെതിരെ കണ്ടന്റ് ഉണ്ടാക്കിക്കൊണ്ട് വന്നു. പക്ഷെ അതാരും വലിയ കാര്യം മൈൻഡ് ചെയ്തില്ല. അപ്പൊ സിജോ ഒക്കെ പറഞ്ഞു എന്നാ പിന്നെ സമരം ചെയ്യാമെന്നുള്ള രീതിയിൽ പറഞ്ഞു. അവരങ്ങനെ സമരം ചെയ്തു. പക്ഷെ താക്കോല് ലാസ്റ്റ് അവർക്ക് കിട്ടി. അവര് ബിഗ് ബോസിലൊക്കെ അപ്സരയായിരുന്നു ക്യാപ്റ്റൻ. അപ്സര അടക്കം പോയിട്ട് ബിഗ് ബോസിന്റെ ക്യാമറയുടെ മുമ്പിൽ നിന്നിട്ട് ബിഗ് ബോസ് താക്കോൽ എവിടെയെങ്കിലും കിട്ടുവാണെങ്കിൽ അതായത് നോക്കിയിട്ട് നിങ്ങൾ ആരുടെയിലും ഉള്ളതെന്ന് പറയുകയാണെങ്കിൽ കണ്ടുപിടിക്കായിരുന്നു എന്നുള്ള രീതിയിലൊക്കെ അവരെല്ലാരും പറഞ്ഞ് എല്ലായിടത്തും പോയി ചോദിച്ചു. റോക്കിക്ക് ദേഷ്യം വരാനായിട്ട് പ്രത്യേക ഒരു കാരണം ഉണ്ടായിരുന്നു. കാര്യം നമ്മുടെ ശ്രീരേഖ ചെന്നിട്ട് റോക്കിയുടെ അടുത്ത് താക്കോല് റോക്കിയല്ലേ എടുത്തത് എന്ന് ചോദിച്ചു. റോക്കി കണ്ടോ എന്നല്ല, റോക്കി എടുത്തില്ലേ എന്നുള്ള രീതിയിൽ ചോദിച്ചു. അപ്പൊ അത് റോക്കിക്ക് ട്രിഗർ ചെയ്തു. കാരണം അത് നമുക്ക് തെറ്റി പറയാൻ പറ്റില്ല. കാര്യം അല്ല, റോക്കി പുള്ളി ഇതുപോലെ കുറെ പല വിഷയങ്ങൾ നടക്കുന്നുണ്ടാണല്ലോ. പല കാര്യങ്ങളിലും പുള്ളി പ്രശ്നം ഉണ്ടാക്കി ഇതുപോലത്തെ പല പരിപാടിയും ചെയ്യുകയൊക്കെ ചെയ്യാറുണ്ട്. അതായത് എന്താ പറയുന്നത്, മറ്റേ പിന്നെ ഇതിലെ പ്രതിഷേധമായിട്ട് പുള്ളി പോയിട്ട് അവിടെ ഇരുന്നതൊക്കെ എടുത്ത് തിന്നുകയൊക്കെ ചെയ്തു. അങ്ങനെയൊക്കെ ഓരോന്നൊക്കെ പരിപാടിയൊക്കെ ചെയ്തതാണ് പുള്ളി. അപ്പൊ അതുകൊണ്ട് അവര് സ്വാഭാവികമായും അവര് സംശയിച്ചു റോക്കിനെ. പക്ഷെ റോക്കി അത് പേഴ്സണലായിട്ട് എടുത്തു. അപ്പൊ അതിനെ കുറിച്ച് സംസാരിച്ചപ്പോഴാണ് ഈ കൊട്ടാരം കൊള്ളി വെക്കുന്ന കൊച്ചമ്മമാർ എന്നൊക്കെ പറയുകയും എന്ന് ഉള്ള സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു. പിന്നെ അവിടെ പിന്നെന്താ യമുനയുടെ അടുത്ത് ലാലേട്ടൻ ചോദിച്ചപ്പം അതെനിക്ക് ഓർമ്മയില്ല ലലിച്ച ആ ഇങ്ങനെയുള്ള വിഷയങ്ങൾ എനിക്ക് പറഞ്ഞപ്പം ഇച്ചിരി മറവിയുണ്ട്. ഞാൻ എല്ലാ കാര്യങ്ങളും മറക്കും. മറവിയുണ്ട്, ഞാൻ മറക്കുന്ന കാര്യം വരെ മറന്നുപോകുന്നു. മറക്കും എന്നൊക്കെ. അപ്പൊ അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിഷാനയുടെയിലാണ് കൊടുക്കാറ് സാധാരണ. അപ്പൊ ആ ആഴ്ച നിഷാന ഉണ്ടെന്ന് ഓർത്തപ്പോഴാണ് പിന്നെയാണ് ഓർത്തത് ഓ നിഷാന നിശാനാണ്. പവർ ടീമിൽ ഇല്ലല്ലോ. അപ്പൊ അതും മറന്നുപോയോ എന്ന് ലാലേട്ടൻ കൗണ്ടർ അടിക്കുന്നുണ്ട്. ലാലേട്ടൻ ആ ഒരു ഇപ്പൊ കുറെ ഈ ഇതിലൊക്കെ ഞാൻ എന്റെ അഭിപ്രായം മാറ്റി വെക്കേണ്ട അവസ്ഥയാണ്. കാര്യം ലാലേട്ടൻ നല്ല ലാലേട്ടൻ രീതിയിൽ സൂപ്പർ ചെയ്യുന്നുണ്ട്. ഓടാണ് എനിക്ക് അവന്റെ ഒരു. എനിക്കങ്ങ് ഇഷ്ടപ്പെട്ടു പുള്ളിയുടെ കൗണ്ടറും കാര്യങ്ങളും. അത് ഈ രണ്ടാഴ്ചകളിലൊക്കെ നല്ല കലിപ്പ് മൂഡിലാണ് എനിക്ക് ഭയങ്കര ഈസ്റ്ററിന്റെ അടിപൊളിയാണ്. തലേദിവസം പുള്ളി നല്ല ഇടയ്ക്ക് ഇതിലായിരുന്നു കേട്ടോ. പൊടിച്ച് വറുത്ത് അവരെ ഫ്രൈ ചെയ്ത് ബാർബിക്യൂ ചെയ്തെടുത്തായിരുന്നു. അപ്പൊ ഈ ആഴ്ച അതുപോലെയാണെന്നാണ് കേട്ടത്. പുള്ളിയാണെങ്കിൽ ലാലേട്ടൻ കൊള്ളാം. സ്നേഹിക്കേണ്ട അടുത്ത് സ്നേഹിക്കും. അപ്രോച്ചബിൾ ആണ് ദേഷ്യപ്പെടുന്നത് അല്ല, എന്നാ തഗ് ലൈഫ് അടിക്കും, അതും ചെയ്യും. ഇടയ്ക്ക് അല്ല ചിരിക്കുമ്പോ അതൊക്കെ ഈ കണ്ടിട്ടില്ലേ? സീസണിലാണ് കൂടുതലും. ആ, കാര്യം ലാലേട്ടൻ അതിനുള്ള കണ്ടന്റ് ഉണ്ട്, ആ, അതുകൊണ്ടാണ്. ഇവരിങ്ങനെ ഉണ്ടാക്കുന്ന എല്ലാം എന്താ പറയുക അളിഞ്ഞ കണ്ടന്റുകളാണെങ്കിലും അതിലൊക്കെ ലാലേട്ടൻ ഇതുപോലെ പറയാനായിട്ടുള്ള കണ്ടന്റ് ഉണ്ടാക്കുന്നുണ്ട് അവര്. അപ്പൊ അത് നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്ത് പറ്റും. ഈ സീസൺ കൊള്ളത്തില്ല, കഴിഞ്ഞ സീസൺ ആയിരുന്നു ബെസ്റ്റ് എന്നൊക്കെ പറഞ്ഞാലും ബിഗ് ബോസിന് ഏറ്റവും കൂടുതൽ വ്യൂവർഷിപ്പ് കിട്ടിയത് ഈ സീസണിലാണ്. അത് ലാലേട്ടൻ എപ്പിസോഡിൽ പറയുകയും ചെയ്തു. ഇത് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഏറ്റവും കൂടുതൽ കണ്ട എപ്പിസോഡുകളൊന്നും ബിഗ് ബോസിന്റെ ചരിത്രത്തിൽ എന്നൊക്കെ ഉള്ള രീതിയിൽ. അപ്പൊ എനിക്ക് അങ്ങനെ നിന്നോട് ബിഗ് ബോസിന് ആക്ച്വലി റേറ്റിംഗില്ല. ചോദിക്കണം എന്നെനിക്ക് ഒരു കാര്യം ഉണ്ടായിരുന്നു. അതായത് നമ്മുടെ അർജുൻ ഉണ്ടല്ലോ, അർജുൻ ഒരു ഉം. സ്റ്റേറ്റ്മെന്റ് പറയുന്നുണ്ട്. അത് ഏത് സമയത്താണെന്ന് ഞാൻ വ്യക്തമായിട്ട് ഓർക്കുന്നില്ല. ഈ ഒരു എപ്പിസോഡിലാണ് പുള്ളി ഇങ്ങനെ ഒരു ലാലേട്ടൻ ഇല്ലാത്ത സമയത്താണ്, ലാലേട്ടൻ ബ്രേക്ക് എന്ന് പറഞ്ഞുകൊണ്ട് പോയ സമയത്താണെന്ന് തോന്നുന്നത്. ലാലേട്ടൻ ഇല്ലായിരുന്നു ഉം. ആ സമയത്ത്. അർജുൻ ഒരു സ്റ്റേറ്റ്മെന്റ് പറയുന്നുണ്ട്. അതായത് ഇത് ജബ്രീനെ കുറിച്ചാണ് സ്റ്റേറ്റ്മെന്റ് പറയുന്നത്. പുള്ളി പറയുന്നു ഉം. റിസോർട്ടിൽ വന്ന ഫീലാണ് രണ്ടുപേർക്കും എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്. അത് ഇതിനെ കുറിച്ച് എന്താണ്? അല്ല അത് ലാലേട്ടൻ ഉള്ളപ്പോഴാണ് പറഞ്ഞു. ഓ, ലാലേട്ടന് മുമ്പ് ആണോ? വെച്ചാണ്. ഓ, ആണോ? അതായത് ഇവരുടെ പറ്റിയിട്ട് ജബ്രികളെ പറ്റിയിട്ട് ലാലേട്ടൻ ചോദിച്ച സമയത്ത് ഹൗസ് മേറ്റ്സിന്റെ അഭിപ്രായം ചോദിച്ച സമയത്താണ് പറഞ്ഞത് ഇവര് ഇവിടെ ഗെയിം കളിക്കാനായിട്ട് വന്നാണെന്ന് തോന്നുന്നില്ല. അവര് ഭയങ്കര റിലാക്സ്ഡ് ആണോ? ആയിട്ടാണ് നടക്കുന്നത്. എന്തോ റിസോർട്ടില് പോയ വന്നതാണ്. പോലത്തെ ഒരു വെക്കേഷന് വന്ന വന്നതാണ്. അതിനെ കുറിച്ച് നിനക്ക് എന്താ അതെ പറയാനുള്ളത്? ഐ മീൻ നമ്മുടെ ചെറുക്കനാണല്ലോ, നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന ആളാണല്ലോ, എന്താണ് നിനക്ക് പറയാനുള്ളത്?
അതൊരു ആ, കറക്റ്റ് അത് സ്റ്റേറ്റ്മെന്റ് ആണോ തെറ്റ് സ്റ്റേറ്റ്മെന്റ് ആണോ? അതെനിക്ക് അവനത് പറയാൻ കാര്യം എന്താന്ന് മനസ്സിലായി. പക്ഷെ അതത്ര നല്ല സ്റ്റേറ്റ്മെന്റ് ആയിട്ട് എനിക്ക് തോന്നിയില്ല. തോന്നുന്നില്ല. കാര്യം കാര്യം മറ്റുള്ളവരും അത് ഏറ്റുപിടിച്ചിട്ടേ ഇപ്പൊ സിജോ പറയുന്നുണ്ട്, അവനും അത് പറഞ്ഞിട്ടുണ്ട് എന്നുള്ള രീതി. റോക്കി അത് ഇച്ചിരി കൂടെ കടന്ന ഇതിലാണ്, ഹണിമൂണിന് വന്ന രീതി എന്നുള്ള രീതിയിലാണ് റോക്കി പറയുന്നത്. അത് പറയും അത് അതിന്റെ റോക്കി. ഒരു എക്സ്ട്രീം വെർഷനാണ്. ഓക്കെ. പക്ഷെ റിസോർട്ടിന്റെ അവനത് പറയാൻ പാടില്ലായിരുന്നു എന്ന് എനിക്ക് തോന്നിയായിരുന്നു ആ സമയത്ത്. അത് അങ്ങനെ വേണ്ടായിരുന്നു. കാര്യം അത് റോക്കിയുടെയും ഇവരുടെയൊക്കെ ഇൻഫ്ലുവൻസ് കൊണ്ടാണ് അങ്ങനത്തെ അവരുടെ ഇടയിലുള്ള ആ ടോക്കിന്റെ ഫലമാണ്. അർജുൻ മാത്രമല്ല, ഋഷിയും ഈ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ടുണ്ട്. ഋഷി പിന്നെ കുറച്ചുകൂടെ എന്താ പറയുന്നേ, ഇവരുടെ കോമ്പോയുടെ കാര്യത്തിൽ പല റോങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകളും പറയുന്നുണ്ട് ഋഷിക്കെതിരെ. എന്നിട്ട് ആരും ഈ ഗെയിം കളിക്കുന്നില്ല എന്നുള്ളത് എനിക്കങ്ങോട്ട് അല്ല. അവനുണ്ടല്ലോ പല അതെന്താണെന്നറിയോ, ട്രിഗേർഡ് ആയി കഴിഞ്ഞിട്ട് ഇവനിങ്ങനെ കരഞ്ഞു കരഞ്ഞ് കരഞ്ഞിരിക്കുന്നത് കൊണ്ട് എല്ലാരും പേടിയായിരിക്കും, കരഞ്ഞു മെഴുകിയാലോ ഒന്നും ആ പേടിയായിരിക്കും. കരഞ്ഞു മെഴുകുമെന്നുള്ളതുകൊണ്ടായിരിക്കും. അതെ അതെ അയ്യോ, അതെ അതെ. അങ്ങ് പെട്ടെന്ന് അങ്ങ് കരഞ്ഞിട്ടേ, ട്രിഗേർഡ് ആവും. ഓ എന്തൊരു കരച്ചിലാണോ എന്റെ ദൈവം. എനിക്കിപ്പോ സത്യം പറഞ്ഞ ജബ്രിയെ കാണാൻ അത്ര ബുദ്ധിമുട്ടല്ലേ, ഇവന്റെ കരച്ചിൽ കാണാനാണ് എനിക്ക് പെട്ടെന്ന് മറ്റേ നമ്മുടെ വിട്ട് കളയണം അർജുന്റെ എന്താണ്, ഇവൻ എപ്പോ നോക്കിയാലും കരച്ചിലാണല്ലോ പോലത്തെ ആ ഒരു എപ്പിസോഡ് പോലെ കരച്ചിലാണ്. ചെയ്തിട്ട് അതുപോലെ എനിക്ക് ആ, തോന്നുന്നു. എടാ നീ ആ, ഒന്ന് അല്ല നിർത്തുവോ? അത് കരഞ്ഞു കഴിഞ്ഞിട്ട് പുള്ളിക്ക് എന്തോ പാനിക് അറ്റാക്ക് ഒക്കെ വരുന്ന പോലത്തെ ലെവലിലോട്ടൊക്കെ പോകും. ഇച്ചിരി ഭീകരമാണത്. അത് കാണണ്ടല്ലോ എന്ന് ഓർത്തുകൊണ്ടായിരിക്കും പലരും. അത് മാത്രമല്ല, പുള്ളി ആദ്യം ഈ ജാസ്മിൻ ഇവരൊക്കെ നോമിനേറ്റ് ചെയ്തപ്പം നോമിനേഷനിൽ വരുന്നതിന്റെ ഇഷ്യൂ അല്ല എന്നുള്ള രീതിയിൽ അന്ന് പറഞ്ഞു. അന്ന് പലരും ഓക്കെ അങ്ങനെ ഋഷീനെ അത് സപ്പോർട്ട് ചെയ്തു. പക്ഷെ പുള്ളിക്കെതിരെ ആരെന്ത് പറഞ്ഞാലും ജയിൽ നോമിനേഷൻ ആണെങ്കിലും അല്ലാണ്ടുള്ള നോമിനേഷൻ ആണ് പെട്ടെന്ന് മൂഡ് ഓഫ് ആവുകയും അവരെങ്ങനെ അപ്സരയായിട്ടുള്ള എന്നെ പ്രശ്നം നോമിനേറ്റ് ചെയ്യുന്നു. ഇതെന്തൊക്കെയോ തന്നെയാണെന്ന് തോന്നുന്നില്ല. അപ്സരയായിട്ടൊരു ആ ആ ചെറിയൊരു അതുകൊണ്ടൊക്കെ ഒരു നീരസമൊക്കെ ഉണ്ട്. അതുകൊണ്ടാണ് ഇപ്പൊ അത്ര ഇതിലല്ല. ഇതാണ് ഉം. കാരണം. ഇങ്ങനെ ആർക്കും നോമിനേറ്റ് ചെയ്യാൻ പാടില്ല, ആരും ഒന്നും സംസാരിക്കാൻ പാടില്ല. ആ അങ്ങനെയൊക്കെ എന്നിട്ട് ഉണ്ടെങ്കിൽ ബിഗ് ബോസിലോട്ട് എന്തിനാ വരുന്നത്? ഇവൻ ഗബ്രിയുടെ ഭയങ്കര ഋഷി എന്നാണ് എനിക്ക് തോന്നുന്നത്. ഋഷി ഭയങ്കര ഗബ്രി ഫ്രണ്ട് ആയിരുന്നു വന്ന സമയത്ത്. അപ്പൊ അത് കാരണം പുള്ളി ഇങ്ങനത്തെ, നീ മുമ്പേ പറഞ്ഞതിന്റെ ബാക്കിയായിട്ട് ഞാൻ പറയാം, റോങ് സ്റ്റേറ്റ്മെന്റിന്റെ കാര്യം പറഞ്ഞപ്പം, അതായത് ഋഷി റോങ് സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ അതിനോട് ആഡ് ചെയ്യുവാണ്. പുള്ളി പറഞ്ഞാണ് മറ്റേ എന്താണ്, ജബ്രി കോമ്പിനേഷനിൽ ഗബ്രി വന്ന് പെട്ടുപോയതാണ്, അവള് പെടുത്തിയതാണ് ഉം. എന്നുള്ള ഒരു ഇന്റൻഷനിലാണ് എല്ലാം പറഞ്ഞത്. അങ്ങോട്ട് ജാസ്മിന്റെ വലയിലോട്ട് അങ്ങ് വെച്ചു കൊടുക്കുക. ജാസ്മിൻ ഏതാണ്ട് എന്താ ഗബ്രീനെ അങ്ങോട്ട് വലിച്ചെടുത്ത് വെച്ചു എന്ന് പറയുന്ന പോലെ. അതായത് പുള്ളിക്കാരി അവനെ അവൻ അങ്ങ് പാവമാ. മയക്കി എടുത്തു. അവൻ അവൻ പാവം, പാവായിട്ടാ അവനൊന്നും അറിയില്ല, അവൻ പാവാട്ട എന്ന് പറയുന്നത്. അതെ, അവൻ പാവാട്ട. അവനൊന്നും അറിയാൻ പാടില്ല, അവൻ ഇല്ല കുഞ്ഞ്. ഇവളങ്ങോട്ട് അവന്റെ എല്ലാം അങ്ങോട്ട് എടുത്ത് അവനെ അങ്ങോട്ട് വശീകരിച്ചെടുത്തു എന്നൊക്കെ പറയുന്ന പോലെ. എന്നുവെച്ചാ പുള്ളിക്കാരി ഭ്രമയുഗത്തിലെ മറ്റേ യക്ഷിയാണല്ലോ. അങ്ങനെ വശീകരിച്ചെടുത്ത് അവന്റെ ചോര കുടിക്കാനും. ഗബ്രി സ്വയം സ്വന്തമായിട്ട് ചിന്തിക്കാനും ഒക്കെ വിവരമുള്ള ഒരു അഡൽട്ടല്ലേ അവൻ. അവൻ എത്ര വയസ്സുണ്ടെന്ന് എനിക്കറിയില്ല. 21 എത്ര 23 എത്ര ഓ 21 വയസ്സേ ഉള്ളൂ, ഉണ്ടല്ലോ. നമ്മളൊക്കെ ഉള്ളതാണോ? കൊള്ളാം. എനിക്കറിയില്ല അവൻ എത്ര വയസ്സുണ്ടെന്ന്. എന്താണേലും എന്താണേലും 10-20 വയസ്സുള്ള ഒരുത്തനാണല്ലോ. അവന് ആ, ചിന്തിക്കാനുള്ള ബോധവും വിവരമൊക്കെ ഉണ്ടല്ലോ വോട്ടവകാശമുള്ള അവന്. അതൊക്കെ പൗരനാണ്. അതെ അതെ അതെ. പൗരനല്ലേ അവൻ. അതാണ്ട് ഇവളേതാണ്ട് അവനെ മയക്കിയെടുത്തു എന്നുള്ള രീതിയിൽ അവന്റെ അതെ, ഗെയിമാണത്. അത് അവനും പൊതുവെ എല്ലാവർക്കും ഉള്ള ഒരു ടോണാണ് ആ ഒരു സംസാരമുണ്ട്. അത് എനിക്ക് തോന്നുന്നത് നീ ആണ്. മുമ്പേ പറഞ്ഞ പോലെ നമ്മുടെ ഒരു സോഷ്യൽ സ്റ്റിഗ്മയുടെ ആവാനുള്ള ചാൻസ് ഞാൻ അതെ കാണുന്നു. അതെ 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 അതെ. എല്ലാം ജാസ്മിന്റെ വലയിലോട്ടാണ്. ഇതിപ്പോ പറയുന്ന കേൾക്കുമ്പോ നിങ്ങൾക്ക് തോന്നും ഞാനെന്താ വലിയ ഞാൻ ജാസ്മിൻ എന്നൊക്കെ പറഞ്ഞാലും ഞാനെന്ത് ജാസ്മിൻ ഫാനാന്ന്. ഞാൻ സർക്കാസ്റ്റിക് ആയിട്ടത് കേട്ടോ ഈ ജാസ് ശ്രീത്തു എന്നൊക്കെ പറയുന്നില്ലുണ്ട്. എനിക്ക് ജാസ്മിൻ ഒരു ഗെയിമർ എന്നുള്ള നിലയിൽ ഞാൻ കാണാറുള്ളൂ, അല്ലാണ്ട് അതിൽ കൂടുതലും ഇല്ല കുറവും ഇല്ല. അത് എന്താണെങ്കിലും ഇവനെ അങ്ങോട്ട് എല്ലാം കൂടെ അവളുടെ തലയിലോട്ട് വെച്ചു കൊടുക്കുന്നതിൽ എനിക്ക് യോജിപ്പില്ല. അവർ രണ്ടുപേരും ഒരുമിച്ചാണ് അത് കളിക്കുന്നത്. അവർക്ക് രണ്ടുപേർക്കും അതിന്റെ കോൺസിക്വൻസസിനെ പറ്റി വ്യക്തമായി അറിയുകയും ചെയ്യാം. അവന്റെ വീട്ടുകാർ കാണുന്നതിനെ പറ്റിയിട്ടും അവനും അറിയാം. അതായത് ആ അവന്റെ അപ്പനും അമ്മയൊക്കെ എങ്ങനെ എടുക്കുന്നതെന്നുള്ള രീതിയിൽ ഇടയ്ക്കൊക്കെ അതെ. സംസാരിച്ചിട്ടുണ്ട്. ആ ജാസ്മിനും അറിയാം. സിജോനോട് അങ്ങനത്തെ ഒരു സംസാരം ഉണ്ടായിരുന്നു, വീട്ടുകാരുടെ കാര്യം സംസാരം പറഞ്ഞുകൊണ്ട്. ആ ശരി. വീട്ടുകാരെ കാര്യം പറഞ്ഞപ്പം എങ്ങനെയാണെന്നുള്ള രീതിയിൽ അത് സിജോ അത് ഉപദേശിച്ച സമയത്താണ് അത് പറഞ്ഞത്. പക്ഷെ എന്നാലും അത് അവനും അറിയാം. അത് അവൻ ആ ഇതില് അവൻ ഫുള്ളി അവെയർ ആണ്. അവൻ ആ ഗെയിം കളിക്കുന്നുണ്ട്. പിന്നെ ഇവരിങ്ങനെ ഇത്ര വിഷമിക്കേണ്ട കാര്യം എന്താന്ന്, ഋഷി എന്തിനാണ് അവരുടെ കാര്യത്തെ കുറിച്ച് ബോധപ്പെടാവുന്നത് എന്നുള്ള കാര്യത്തിൽ എനിക്കറിയില്ല. അതുകൊണ്ട് ഗബ്രീനെ ഇവന്റെ അടുത്ത് നിന്ന് അവള് പറിച്ചുകൊണ്ട് പോയ പോലെ ഉള്ള വർത്താനമാണ് അവൻ പറയുന്നത്.
അത്ര അങ്ങോട്ട് ദണ്ണപ്പെടേണ്ട കാര്യമൊന്നുമില്ല. അത് എനിക്കറിയില്ല എന്താണെങ്കിലും. അപ്പൊ അത് അർജുന്റെ ആ ഒരു റിസോർട്ട് പരാമർശം എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. അത് വേണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നി. അത്രയും കടന്നങ്ങോട്ട് പറയേണ്ട കാര്യം ഇല്ലായിരുന്നു. അവര് പറയുന്നതാണെങ്കിൽ അവനത് ശ്രദ്ധിക്കണമായിരുന്നു. നമ്മളത് പിന്നീട് അത് അങ്ങനത്തെ ഇതില് വരാതിരിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അടുത്ത എപ്പിസോഡില് എന്താണ് സംഭവിക്കുന്നത്? അപ്പൊ അന്നത്തെ എപ്പിസോഡിലും ലാലേട്ടൻ ജബ്രി കൊമ്പയെ പറ്റി പറയുന്നുണ്ട്. ജബ്രിക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ഈ ഐസ്ക്രീമിന്റെ ഒക്കെ ഇഷ്യൂ ടച്ച് ചെയ്ത് പോകുന്നുണ്ടെന്ന് തോന്നുന്നു. ഇപ്പൊ 2 ആഴ്ച ആയതുകൊണ്ട് ഞാൻ വ്യക്തമായിട്ട് അങ്ങോട്ട് ഓർക്കുന്നില്ല. ഐസ്ക്രീമിന്റെ കാര്യമൊക്കെ അങ്ങ് പറഞ്ഞു പോകുന്നുണ്ട്. അങ്ങനെ ഒരു അത്ര ഒരു ഭീകരമായിട്ട് അങ്ങനെ ചർച്ച ചെയ്യുന്നില്ല. എന്താണേലും നെക്സ്റ്റ് എപ്പിസോഡിലാണ് നമ്മുടെ ജിൻഡോയുടെ നവരസങ്ങൾ, വേഷങ്ങൾ, ജന്മങ്ങൾ, വിഷമറ നിമിഷങ്ങൾ എന്നൊക്കെ പറയുന്ന പോലെ അല്ല ആ നെക്സ്റ്റ് ആ എപ്പിസോഡിലല്ലേ കേട്ടോ, നവരസത്തിനെ കുറിച്ച് എപ്പിസോഡ് ബിഗ് ബോസ് അത് 14 എടുത്തു തന്നെയാണ്. കാണിക്കുകയും ഒക്കെ ചെയ്തത്. പിന്നെ നിഷാന ആ എപ്പിസോഡില് ഔട്ടാവുകയും ചെയ്തു. നിഷാന മാത്രമാണോ പോയത്? അതെ, നിഷാനയാണ് പോയത്. നിഷാന എപ്പിസോഡിൽ ഔട്ടായി. 14ാമത്തെ എപ്പിസോഡിൽ തന്നെ നിഷാന ഔട്ടായി. പിന്നെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്തു. അങ്ങനെ ലാലേട്ടൻ്റെ എപ്പിസോഡ് കഴിഞ്ഞു. പിന്നെ നെക്സ്റ്റ് ഡേയില് എപ്പിസോഡ് 15 ആണ് സുരേഷ് ജി പുറത്തു പോകുന്നത്. ഞാൻ കന്നഡയല്ല മലയാളിയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്തൊക്കെയോ ഡയലോഗുകളൊക്കെ അടിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ സുരേഷ് ജി പുറത്താവുന്നു. വേറെ എന്താണ് ആ എപ്പിസോഡിൽ കാര്യമായിട്ട് സംഭവിക്കുന്നത്? അതൊക്കെ ഉള്ളൂ. അപ്പൊ അങ്ങനെ എപ്പിസോഡ് 15 വരെ. അപ്പൊ ആ ആഴ്ചയിൽ 2 കണ്ടസ്റ്റൻസ് ആണ് പുറത്താവുന്നത്, നിഷാന ആൻഡ് സുരേഷ്. നെക്സ്റ്റ് എപ്പിസോഡുകൾ അടുത്ത ആഴ്ചയാണ് നമ്മുടെ വിവാദത്തിന് അടിസ്ഥാനമായിട്ടുള്ള കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നത്. അതിന് വേറൊരു കാരണം കൂടെ ഉണ്ട്. ലാലേട്ടനാണ് ഈ സീസണിലെ ഏറ്റവും മികച്ച ഗെയിം ചേഞ്ചർ എന്ന് നമുക്ക് പറയേണ്ടി വരുന്ന ഒരു സാഹചര്യമാണ്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലാലേട്ടൻ ഈ റോക്കിയുടെ ഈ പ്രൊവോക്ഡ് ആയിട്ടുള്ള മറ്റേ ഇടിയുടെ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്ന കൂട്ടത്തില് ലാലേട്ടൻ അതിനെപ്പറ്റി ക്വസ്റ്റ്യൻ ചെയ്യുമ്പോഴത്തേക്ക് പറയുന്നുണ്ട്, അതായത് നമ്മൾ ഈ ബിഗ് ബോസ് വന്നിരിക്കുന്ന നമ്മുടെ ഇമോഷൻസും മറ്റു കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്യാനായിട്ടുള്ളതാണ്, ഇങ്ങനെ പ്രൊവോക്ഡ് ആവരുത് എന്നൊക്കെ ഉള്ള രീതിയിൽ റോക്കിക്ക് ഉപദേശങ്ങൾ കൊടുക്കുന്നു. അതിന് പുറമെ ലാലേട്ടൻ ഒരു ഡയലോഗ് പറഞ്ഞു. ആ ഒറ്റ ഡയലോഗിലാണ് ആ ആഴ്ചത്തെ നമ്മൾ പോലും പ്രതീക്ഷിക്കാത്ത വമ്പൻ ട്വിസ്റ്റ് ഒക്കെ നടന്നത്. അതായത് ഇടിക്കുകയാണെങ്കിൽ, ഞാൻ ആരെങ്കിലും ഇടിക്കുക എന്ന് പറയുകയാണെങ്കിൽ ഞാൻ കയറി ഇടിക്കും, ഞാനാണെങ്കിൽ ചിലപ്പോൾ ഇടിച്ചേനെ എന്നുള്ള രീതിയിൽ ഒരു ഡയലോഗ് ലാലേട്ടൻ അടിക്കുകയും അതില് ഇൻസ്പയർഡ് ആയിട്ടാണ് റോക്കിയോട് പറഞ്ഞത് കൺട്രോൾ ചെയ്യാനാണ്. പിന്നെന്താ ലാലേട്ടാ ഞാൻ കൺട്രോൾ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അടുത്ത ആഴ്ച ഇടിയുണ്ടാക്കി റോക്കി ബൈ പുറത്തായിട്ടുണ്ട്. അത് നമുക്ക് അടുത്ത എപ്പിസോഡിൽ നമ്മൾ അതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് സംസാരിക്കുന്നതായിരിക്കും. അപ്പൊ ഇന്ന് ഇത് കൺസിഡർ ദിസ് ആസ് പാർട്ട് 1. ഇനി പാർട്ട് 2 നമുക്ക് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് ഒരു എപ്പിസോഡ് ഈ ആഴ്ചത്തെ, അതായത് ഈ ഇവിടെ വൈൽഡ് കാർഡ് വരുന്ന ആഴ്ചത്തെ എപ്പിസോഡ് ഞങ്ങള് ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുക. അപ്പൊ നിങ്ങൾ എല്ലാ ആഴ്ചത്തെയും ചെക്കൗട്ട് ചെയ്യുക. എങ്കിലേ ഞങ്ങളുടെ പൂർണ്ണമായിട്ടുള്ള അഭിപ്രായങ്ങളും കാര്യങ്ങളും, ഇപ്പൊ നിങ്ങൾ ഇതൊക്കെ ആദ്യത്തെ ആഴ്ചത്തെ അല്ലേ എന്നുള്ള രീതിയിൽ മൈൻഡ് ചെയ്യാതിരിക്കരുത്. നിങ്ങൾ ഫസ്റ്റത്തെ എപ്പിസോഡിന് കൊടുത്ത അതേ സപ്പോർട്ട് തന്നെ ഞങ്ങളുടെ തുടർ എപ്പിസോഡുകൾക്കും കൊടുക്കുക. വൈകിപ്പോയതിൽ എല്ലാവരോടും ക്ഷമ ചോദിക്കുന്നു. അതെ, അപ്പം അതിന്റെ ഇതില് അപ്പൊ അങ്ങനെയാണ് ആ എപ്പിസോഡ് എൻഡ് ചെയ്യുന്നത്. ലാലേട്ടന്റെ ആ ഒരു ഗെയിം ചേഞ്ചിങ് മൊമെന്റിലൂടെ അടുത്ത ആഴ്ച ഇങ്ങനെ സംഭവബഹുലമാണ്. അപ്പൊ അതൊക്കെ നമുക്ക് ചർച്ച ചെയ്യാം. അപ്പൊ അത് പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്നത്തെ ഈ എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പം ദിസ് ഇസ് മീ, മിസ്റ്റർ ദിഗംബരൻ, സൈനിങ് ഓഫ് വിത്ത് UDC കുമാരി. ബൈ. ബൈ.